എന്റെ സഹോദരങ്ങളെ, സഹോദരികളെ, വിശുദ്ധ ഖുർആനിനെ പ്രവാചകന്റെ മരണത്തിന് ശേഷം 1250 വർഷക്കാലം കഴിഞ്ഞ് ഇറാന്റെയും സോവിയറ്റ് റഷ്യയുടെയും അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് വന്ന ഏതാനും ചില ആളുകൾ എഴുതി വെച്ച വ്യാഖ്യാനങ്ങൾ കൊണ്ട് വ്യാഖ്യാനിക്കാൻ പാടില്ല. അതുകൊണ്ടുള്ള തകരാറ് എന്താണെന്ന് ചോദിച്ചാൽ അത് മനുഷ്യരെ ഭിന്നിപ്പിക്കുന്നതാണ്, മനുഷ്യന്റെ കർമ്മശേഷി നശിപ്പിക്കുന്നതാണ്, അവനിൽ വ്യാമോഹങ്ങൾ സൃഷ്ടിക്കുന്നതാണ്, അർത്ഥശൂന്യമായ വ്യാമോഹങ്ങൾ അവനിൽ സൃഷ്ടിക്കുന്നതാണ്, അവന്റെ ദിശാബോധം നഷ്ടപ്പെടുത്തുന്ന വ്യാഖ്യാനങ്ങളാണ്, അവന്റെ സർവ പുരോഗതിയെയും തടസ്സം സൃഷ്ടിക്കുന്ന വ്യാഖ്യാനങ്ങളാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ലോക മുസ്ലിം ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഖുലഫാഉർ റാഷിദീങ്ങൾക്ക് ശേഷം ലോകത്ത് മുസ്ലിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മേഖലയിൽ പുരോഗതി കിട്ടിയതായിട്ട് അറിയില്ല. ഏതെങ്കിലും ഒരു മേഖലയിൽ മുസ്ലിങ്ങൾ ഒന്നിച്ചതായിട്ട് ലോക ചരിത്രത്തിലില്ല. മുട്ടുസൂചി പോലും സൃഷ്ടിച്ച ആള് മുസ്ലിങ്ങളിൽ അന്യമായി പോയി. ഇത് എന്തുകൊണ്ട് യാദൃശികമായി സംഭവിച്ചതാണോ എന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ്. ഇന്നും കുരിശുയുദ്ധങ്ങളെയും പാശ്ചാത്യ സാമ്രാജ്യ ശക്തികളെയും ഓറിയന്റലിസ്റ്റുകളെയും മാത്രം കുറ്റം പറഞ്ഞ് കാലം കഴിച്ചുകൂട്ടിയാണ് ഇപ്പോൾ നമ്മൾ. ഒരു ദിശാബോധത്തോടുകൂടി ഈ മുസ്ലിങ്ങൾ ഇന്നേ വരെ നീങ്ങിയിട്ടില്ല. ഇന്നും അങ്ങനെ തന്നെയാണ്. പ്രവാചകന്റെ കാലഘട്ട ശേഷം ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലഘട്ടവും 100% ശരിയെന്ന് പറയാൻ പറ്റാത്ത ചരിത്രമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ആ ചരിത്രം എത്ര കണ്ട് ശരിയാണ് എന്ന് എനിക്കറിയില്ല. ആ ചരിത്രം ശരിയാണെങ്കിൽ അത്ര നല്ല ചരിത്രമല്ല ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലഘട്ടവും. ഉമർ വധിക്കപ്പെട്ടു. ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ താടിക്ക് പിടിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ വധിച്ചു കളഞ്ഞത്. അന്ന് അദ്ദേഹത്തെ സംരക്ഷിക്കാൻ മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നില്ല. മുസ്ലിങ്ങളിൽ നിന്ന് ആരെയും കണ്ടില്ല. ഇപ്പൊ ഞാൻ പറയുന്ന ആ ചരിത്രം എനിക്ക് വിശ്വാസമല്ല. കാരണം പ്രവാചകൻ ഖുർആൻ വളർത്തിയെടുത്ത സമൂഹത്തെ കുറിച്ച് പറയുന്നത്, ഖുർആൻ പറയുന്നത് അവർ സഹോദരങ്ങളായി തീർന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അസ്ബഹത്തും ഒരു പുലരി ലോകത്തുണ്ടായപ്പോൾ നിങ്ങളായിത്തീർന്നു. ഒരു സബാഹ് ലോകത്തുണ്ടായപ്പോൾ അസ്ബഹത്തും ഖുർആൻ പറയുന്ന ഒരായത്താണ്. ഒരു പുലരിയിൽ നിങ്ങൾ ആയിത്തീർന്നു. ബിനിഅമതിഹി അവന്റെ കാരുണ്യം കൊണ്ട് ഇഖ്വാന സഹോദരങ്ങളായി തീർന്നു എന്നാണ്. അപ്പൊ ഞാൻ പറയുന്നത് ജോർജ് സൈദാനും ജയ്യാത്തും ഒക്കെ എഴുതിയ ഈ ഇസ്ലാമിക ചരിത്രം തന്നെ എത്ര കണ്ട് വിശ്വസിക്കാൻ കൊള്ളും എന്നുള്ളത് സംശയദൃഷ്ടിയോടുകൂടി മാത്രമേ നമുക്ക് വീക്ഷിക്കാൻ കഴിയൂ എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഖുർആനിന്റെ ഒരു ശരിയായ വായനയിലേക്ക് അത് എങ്ങനെ വായിക്കണം, ഖുർആനിനെ ഖുർആൻ കൊണ്ട് തന്നെ വായിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ലോകത്ത് പല പണ്ഡിതന്മാരും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഖുർആനിനെ ഖുർആൻ കൊണ്ട് വായിക്കുകയും അങ്ങനെ ഈ മാനവ സമൂഹത്തിനൊരു ദിശാബോധം ഉണ്ടാക്കി കൊടുക്കുകയും മനുഷ്യരെ ഒന്നായി കാണുകയും ചെയ്യുന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് ലോകത്തെ ഇനി കൊണ്ടുപോയിട്ടില്ലെങ്കിൽ ലോകം ഇനിയും ഒരു 2000 വർഷം പുറകോട്ട് പോകലായിരിക്കും ഫലം എന്നാണ് ചരിത്രകാരന്മാരും മനുഷ്യസ്നേഹികളും ആയ ആളുകൾ അഭിപ്രായപ്പെടുന്നത്. ഈ വികൃതമായ മതവിശ്വാസങ്ങൾ, ഇത് പറയുമ്പോൾ പല ആളുകളും യുക്തി ചിന്തയാണ് ഈ പറയുന്നത് എന്ന് പിന്നെ ആക്ഷേപിക്കാറുണ്ട്. ഖുർആൻ ഒരു യുക്തി ചിന്തയാണ്. വേദങ്ങളും പ്രവാചകന്മാരും ഉടലെടുത്തത് തന്നെ അതാത് കാലഘട്ടത്തിൽ നടന്നിരുന്ന യുക്തിരഹിതമായ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ചോദ്യം ചെയ്യാനാണ്. പ്രവാചകന്മാരും വേദങ്ങളും ഉടലെടുത്തത് തന്നെ അതിനാണ്. ഖുർആനിനെ ഖുർആനുൽ ഹക്കീം എന്നാ പറഞ്ഞത്. യുക്തി ചിന്തയിൽ അടിസ്ഥാനത്തിലുള്ള ഒരു വേദമാണ് ഖുർആൻ. യാസീൻ വൽ ഖുർആനുൽ ഹക്കീം. ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളിൽ ഖുർആൻ ഹിക്മത്തുള്ള ഖുർആനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. യുക്തി ഭദ്രമായ ഖുർആനാണ്. യുക്തി ചിന്തയിലൂടെയല്ലാതെ ലോകത്ത് ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ല. നിങ്ങൾ ലോക ചരിത്രം പരിശോധിച്ച് നോക്കിക്കോളൂ. യുക്തി ചിന്തയിലൂടെയല്ലാതെ ലോകത്ത് ഒരു പുരോഗതിയും നാളിൽ വരെ ഉണ്ടായതായിട്ട് ലോക ചരിത്രത്തിലില്ല. ഒരു ഇഷ്ടിക വെച്ചിട്ടില്ല. ഒരു മണ്ണാൻ ഒരു ഇഷ്ടിക വെക്കുന്നുണ്ടെങ്കിൽ, ഒരു മേശൻ ഒരു ഇഷ്ടിക വെക്കുന്നുണ്ടെങ്കിൽ അയാളുടെ യുക്തി ചിന്തയിലൂടെയാണ് ആ ഇഷ്ടിക പടുത്തുയർത്തി ഒരു വീട് നിർമ്മിക്കുന്നത്.
അതാണ് ഞാൻ പറഞ്ഞത്. യുക്തി ചിന്തയിലൂടെയല്ലാതെ, കർമ്മത്തിലൂടെയല്ലാതെ, പരിശ്രമത്തിലൂടെയല്ലാതെ ലോകത്ത് നാളിതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. ആ യുക്തി ചിന്തയായിരുന്നു പ്രവാചകന്മാർ. അവർ കൊണ്ടുവന്ന വേദങ്ങൾ, യുക്തിരഹിതമായ ആശയങ്ങൾ വിശുദ്ധ ഖുർആനിന്റെ അല്ല. അതാണ് പറയുന്നത്. വിശുദ്ധ ഖുർആനിന്റെ ഒരു ആശയം പറയുമ്പോൾ ഒരു 4-5 കാര്യങ്ങൾ അവിടെ ആ വിശദീകരണത്തിൽ ശ്രദ്ധിച്ചാൽ അത് നടക്കുന്നില്ലെങ്കിൽ ആ വ്യാഖ്യാനം പിഴവാണെന്നാണ് അതിന്റെ അർത്ഥം. ഒന്ന്, മനുഷ്യാവകാശങ്ങൾക്ക് കോട്ടം തട്ടുന്ന വ്യാഖ്യാനങ്ങൾ ഉണ്ടെങ്കിൽ അത് ഖുർആനിന്റെ വ്യാഖ്യാനമല്ല, അത് ഖുർആനിന്റെ വിശദീകരണമല്ല. ഒന്ന്. 2, യുക്തിയിൽ അധിഷ്ഠിതമായ വ്യാഖ്യാനമല്ലെങ്കിൽ അത് ഖുർആനിന്റെ വ്യാഖ്യാനമല്ല, അത് ഖുർആനിന്റെ വ്യാഖ്യാനമല്ല. അവിടെ എവിടെയോ പാളിച്ചകൾ പറ്റിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. ഇബ്രാഹിം, പ്രവാചകനായ ഇബ്രാഹിം തീയിൽ നിന്ന് ചിരിച്ചുകൊണ്ട് എണീറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ അത് യുക്തിയല്ല, അത് ശാസ്ത്രമല്ല, അത് ഈ പ്രപഞ്ചത്തിൽ നടക്കുന്നതല്ല. ആര് പറഞ്ഞാലും ശരി, അത് നടക്കൂല. ഒരു അഗ്നി ഐസായി തീർന്നു എന്ന് പറഞ്ഞാൽ, ഒരു നിമിഷത്തിൽ ഐസായി തീർന്നു എന്ന് പറഞ്ഞാൽ അത് പ്രപഞ്ചത്തിന്റെ ഒരു പ്രാപഞ്ചിക നിയമങ്ങൾക്ക് വിരുദ്ധമാണ്. പ്രാപഞ്ചികമായ നിയമങ്ങൾക്ക് വിരുദ്ധമായ ഒരു വ്യാഖ്യാനം ഖുർആനിനൊരാൾ പറഞ്ഞാൽ അത് ഖുർആനല്ല എന്ന് പറയണം. ഇന്നിപ്പോ ഏറ്റവും കൂടുതൽ ഞാൻ 4 മണിക്കൂർ പ്രസംഗത്തിന്റെ ഒരു 10 മിനിറ്റ് കേട്ടു. സംവാദത്തിന്റെ ഒരു 2 സംഘടനകൾ തമ്മിൽ. പുഴയിലേക്ക് ചാടി ഒരു മനുഷ്യൻ ജിന്നെ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിക്കാൻ പാടുണ്ടോ, പാടില്ലേ? പ്രാർത്ഥിച്ചാൽ അവനെ ആ ജിന്നെ രക്ഷിക്കുമോ, രക്ഷിക്കുകയില്ലേ എന്നതാണ് 4 മണിക്കൂർ നീണ്ട ചർച്ച. 10 മിനിറ്റ് ഞാൻ കേട്ടിട്ട് പറഞ്ഞു, അയാളെ പോയി നീന്തൽ പഠിപ്പിക്കാൻ പറഞ്ഞു. എന്നാ അവൻ രക്ഷപ്പെടും. ആ വ്യക്തിയെ നീന്തൽ പഠിപ്പിച്ചാൽ ജിന്നിനെ വിളിച്ചിട്ടും കാര്യമില്ല. ഞാൻ ഒരു വാഹനത്തിന്റെ മുന്നിലേക്ക് എടുത്തു ചാടിയിട്ട് അള്ളാഹ് കാക്കണേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നിട്ടല്ലേ ജിന്നൻ? അത് ഞാൻ പറഞ്ഞത്, സൂചിപ്പിച്ചത്, പ്രാപഞ്ചികമായ ഒരു നിയമസംഹിത ലോകത്തുണ്ട്. ആ പ്രാപഞ്ചികമായ ഒരു നിയമസംഹിതയ്ക്ക് വിരുദ്ധമായ ഒരു ഖുർആനിക ആശയം വ്യാഖ്യാനിച്ചാൽ അത് ഖുർആനല്ല എന്ന് മനസ്സിലാക്കണം. അത് ഖുർആനല്ല, യുക്തിയിൽ അധിഷ്ഠിതമായ ഒരു വ്യാഖ്യാനം. അഗ്നി പരീക്ഷണങ്ങളുടെ തീച്ചൂളയിലൂടെ നടന്നു നീങ്ങി സഹിഷ്ണുതയോടും സമചിത്തതയോടും കൂടി ആ കാര്യങ്ങളെ നേരിട്ട് മുന്നോട്ട് നീങ്ങിയ ഒരു പ്രവാചകനായ, മഹാനായ ഒരു പ്രവാചകനായ ഇബ്രാഹിം നബിയുടെ ജീവിതത്തിൽ നമുക്ക് മാതൃകയുടെ ആ ആയത്ത് ഇന്നും സജീവമാണ്. മറിച്ച് തീയിലേക്ക് എടുത്തറിയപ്പെട്ട ഒരു പ്രവാചകൻ പുഞ്ചിരിച്ചെണീറ്റ് വന്നു എന്ന് പറഞ്ഞാൽ ആ ആയത്ത് ഇന്ന് നിർജീവമാണ്. ആ ആയത്ത് ഇന്ന് നിർജീവമാണ്. നമുക്കതിന് മാതൃകയില്ല. എനിക്ക് തീയിലേക്ക് എടുത്ത് ചാടാൻ കഴിയില്ല. ആ തീയിലേക്ക് ഞാൻ എടുത്ത് ചാടിയാൽ അവിടെ നിന്ന് എനിക്ക് എണീറ്റ് വരാൻ കഴിയില്ല. തന്റെ മക്കളുടെ ജീവിതം ഒരു പ്രത്യയശാസ്ത്രത്തിന് വേണ്ടി ജീവിതം ബലികഴിച്ചു എന്ന് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. പക്ഷേ ആ മകനെ അറുത്തുകൊടുത്തുകൊണ്ട് ജീവൻ ബലികഴിച്ചു എന്ന് പറയുന്ന ആ വ്യാഖ്യാനം നമുക്ക് മനസ്സിലാവുകയില്ല. മനസ്സിലാകില്ല എന്ന് മാത്രമല്ല, എന്റെ മക്കളെ എനിക്ക് അറുത്തു കൊടുക്കാൻ കഴിയില്ല. ഏത് പടച്ചതമ്പുരാൻ പറഞ്ഞാലും ശരി, എന്റെ മക്കളെ അറുത്തു കൊടുക്കാൻ എനിക്ക് കഴിയില്ല. അതിന് പ്രായോഗികവുമല്ല. അപ്പൊ അതാ പറയുന്നത്, മാനുഷികമായ മൂല്യങ്ങളെ ഉൾക്കൊള്ളുന്ന മനുഷ്യാവകാശങ്ങൾക്ക് വിരുദ്ധമല്ലാത്ത പ്രാപഞ്ചികമായ നിയമങ്ങൾക്ക് അനുസൃതമായ വ്യാഖ്യാനങ്ങളെ ഖുർആനിന് നൽകാൻ പറ്റൂ. അതിനപ്പുറത്തുള്ള വ്യാഖ്യാനങ്ങളൊക്കെ തള്ളേണ്ടതാണ്, എടുത്തെറിയപ്പെടേണ്ടതാണ്, ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയപ്പെടേണ്ടതാണ്. അത് മനുഷ്യന് ഗുണകരമല്ല, അതിൽ മനുഷ്യന് മാതൃകയില്ല. രാത്രി ഞാൻ സ്വപ്നം കണ്ടതിന്റെ പേരിൽ എന്റെ കുട്ടിയെ പിടിച്ച് കൈ പിടിച്ച് അറുക്കാൻ പോകുന്ന എന്റെ ഭ്രാന്താണത്. ഒരു 8-10 ദിവസം മുമ്പ് കാലിൽ പിടിച്ച് തലക്കടിച്ചു കൊല്ലാൻ ശ്രമിച്ച ഒരു പിതാവിന്റെ ഭ്രാന്ത് പോലത്തെ ഭ്രാന്താണത്. ഇത് രണ്ടും ഒരേപോലെ വ്യാഖ്യാനിക്കാനല്ലാതെ രണ്ടും രണ്ടായി കാണാൻ എന്റെ ബുദ്ധി അനുവദിക്കുന്നില്ല. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ വിശ്വസിക്കുക, എനിക്ക് കഴിയില്ല. അതാണ് ഈ രംഗത്ത് പറയുന്നത്. അപ്പൊ മനുഷ്യാവകാശങ്ങൾക്ക് കോട്ടം തട്ടാത്ത, മാനുഷിക മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കാത്ത, പ്രാപഞ്ചികമായ നിയമങ്ങൾക്ക് അനുസൃതമല്ലാത്ത, മനുഷ്യരെ ഐക്യപ്പെടുത്താനല്ലാത്ത വ്യാഖ്യാനങ്ങളോ വിശദീകരണങ്ങളോ ഖുർആനിന് നൽകുന്നത് അത് ഖുർആനല്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അത് ഖുർആനിന്റെ വ്യാഖ്യാനമല്ല. ഖുർആനിന്റെ വ്യാഖ്യാനത്തിന് ഇവർ സൂക്ഷ്മത പോലും പുലർത്തിയിട്ടില്ല. അപ്പൊ എന്റെ പ്രസംഗത്തിന്റെ തുടക്കത്തില്, അല്ല ഈ ക്ലാസിന്റെ തുടക്കത്തില് മുതൽ പറഞ്ഞ ഒരാൾ
പരിഭാഷപ്പെടുത്താൻ പാടില്ല, അതിപ്പോ തെറ്റാണെന്ന് 2-3 ദിവസം മുമ്പ് സംസ്ഥാന സുന്നി വിഭാഗം പറഞ്ഞു വന്നത്. എനിക്ക് ഒരർത്ഥത്തിൽ അതിന് ശരിയാണ് തോന്നുന്നത്. കാരണം അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അതിന് നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, ഇന്നത്തെ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ കണ്ടാൽ ആ വാദം ശരിയാണ് എന്നാണ് എന്റെ അഭിപ്രായം. കാരണം ഖുർആനിനെ അതിന്റെ മൗലികമായ കാര്യങ്ങളിൽ നിന്നുകൊണ്ടല്ല ഇന്ന് ഖുർആനിനെ വ്യാഖ്യാനിച്ചിട്ടുള്ളത്. നിസ്സാരമായ ഭാഷാ പ്രശ്നങ്ങൾ പോലും പണ്ഡിതന്മാർ വിശദീകരിക്കുന്ന രംഗത്ത് സൂക്ഷ്മത കാണിച്ചിട്ടില്ല. നിസ്സാരമായ ഭാഷാ പ്രശ്നങ്ങൾ പോലും നമ്മുടെ പണ്ഡിതന്മാർ അറിഞ്ഞോ അറിയാതെയോ വ്യാഖ്യാനിക്കുന്ന രംഗത്ത്, ഖുർആനിന് വിശദീകരണം എഴുതുന്ന രംഗത്ത് സൂക്ഷ്മത കാണിച്ചില്ല. ഞാൻ വെറുതെ വരെ എന്റെ മുന്നിലൊരായത് ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ ഒരായത്താണ്. അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാകുമോ എന്നൊരു അർത്ഥമാണ്. പക്ഷെ അത് പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നും ആ അർത്ഥം ശരിയാണല്ലോ. പക്ഷെ ഭാഷാപരമായ ഒരു സൂക്ഷ്മത അവിടെ കാണിച്ചിട്ടില്ല. അതെന്താണെന്ന് പറഞ്ഞാൽ അല്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ എന്ന പ്രസന്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു ക്രിയയാണത്. വർത്തമാനകാല ക്രിയാരൂപത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്രിയാരൂപമാണത്. അറിവുള്ളവർ എന്ന് പറഞ്ഞാൽ അവൻ അറിഞ്ഞു കഴിഞ്ഞവരാണ്. ഇപ്പൊ മൂസാ നബി സ്വപ്നം കണ്ടു, യൂസുഫ് നബി സ്വപ്നം കണ്ടു, മൂസാ നബി കടലിൽ കടന്ന് മുറിച്ചു കിടന്ന് അപ്പുറം കിടന്നു. ഇങ്ങനെ ഒരുപാട് നോഹ് നബി കപ്പല് സഞ്ചരിച്ചു. വധുവിന്റെ ഷർത്തുകൾ എന്നത്, ഫർദുകൾ എന്നത്, നോഹിന്റെ കഥയുന്നത്, മൂസയുടെ കഥയുന്നത്, മുഹമ്മദിന്റെ കഥയത്, ഇതൊക്കെ പഠിച്ച് മനസ്സിലാക്കിയ ഒരാള് ആലിമാണ്. പക്ഷെ അല്ലദീന യഅലമൂന എന്ന് പറയുന്ന വിശേഷണത്തിന് അയാൾ അർഹനല്ല. ഇപ്പോൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളെ കുറിച്ച് അയാൾ അറിയുന്നില്ല. അറിഞ്ഞിട്ട് ആ പ്രശ്നങ്ങൾ ഏതൊക്കെ മാനവ സമൂഹത്തിന് ഗുണകരമാണ് അല്ലേ എന്ന് അവന് നിശ്ചയിക്കാനോ തീരുമാനിക്കാനോ അതിന് തീർപ്പ് കൽപ്പിക്കാനോ അവന് കഴിയുന്നില്ല. അവൻ കുറെ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. വധുവിന്റെ ഷർത്തുകൾ എന്തെന്ന് അവനറിയാം, നമസ്കാരത്തിന്റെ ഷർത്തും വെറുതെ അവനറിയാം, മൂസാ നബിയുടെ കഥയറിയാം, ഈസാ നബിയുടെ കഥയറിയാം, യൂസുഫ് സ്വപ്നം കണ്ടതറിയാം, നോഹ് കപ്പലിൽ സഞ്ചരിച്ചതറിയാം. പക്ഷേ ഇന്നിന്റെ കാര്യങ്ങൾ, ഇന്ന് നടക്കുന്ന കാര്യങ്ങൾ അവന്റെ ചിന്തയിലില്ല. ഇന്ന് നടക്കുന്ന കാര്യങ്ങൾ ആ കാര്യങ്ങളിൽ നിന്ന് അവൻ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് സമൂഹത്തിൽ അന്ന് എത്രമാത്രം ഗുണകരമാകുമെന്ന് തീരുമാനിക്കാനോ വിധി പറയാനോ, അത് മാനവരാശിക്ക് ഗുണകരമാകുമോ ദോഷകരമാകുമോ എന്ന് തീരുമാനിക്കാൻ അവൻ അഭിപ്രായം പറയാൻ കഴിയുന്നില്ല. അങ്ങനത്തെ ഒരാള് ആലിമാണ്. പക്ഷെ അല്ലദീന യഅലമൂന അവൻ. അതാണ് ഖുർആൻ വളരെ സൂക്ഷ്മമായിട്ടാണ് അറിവിന്റെ ഒരു വാതായനം, ചിന്തയുടെ ഒരു വാതായനം ഇന്നും തുറന്നിടുന്ന രൂപത്തിലാണ് ഖുർആൻ ഉപയോഗിച്ചത്. ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. കാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞുകൊണ്ടിരിക്കുന്നവരും അറിഞ്ഞുകൊണ്ടിരിക്കാത്തവരും സമമാകുമോ? വളരെ സൂക്ഷ്മമായ ഒരു ഭാഷാ പ്രയോഗത്തിലൂടെയാണ് അല്ലാഹു മനുഷ്യന്റെ മുമ്പിൽ ചിന്തയുടെയും അറിവിന്റെയും ഒരു വാതിൽ തുറന്നിടുന്നത്. പക്ഷെ ആലിമ് സമമാകുമോ ജാഹിൽ സമമാകുമോ എന്ന് ചോദിച്ചില്ല അല്ലാഹു. വളരെ സൂക്ഷ്മമായിട്ടാണ് കാര്യങ്ങൾ അല്ലാഹു പറയുന്നത്. അതാണ് ഞാൻ പറയുന്നത്, ഒരു ഭാഷാ രംഗത്ത് സൂക്ഷിക്കേണ്ട സൂക്ഷ്മത പോലും നമ്മുടെ പണ്ഡിതന്മാർ ഈ ഖുർആൻ വ്യാഖ്യാനിക്കുന്ന രംഗത്തോ വിശദീകരണം എഴുതുന്ന രംഗത്തോ സൂക്ഷിക്കാത്ത ഈ അവസ്ഥ കാണുമ്പോൾ ഖുർആനിന്റെ മഹത്വം തകർന്നു പോകും എന്നുള്ളത് കൊണ്ട് തന്നെ ഖുർആനിന് വ്യാഖ്യാനം എഴുതാതിരിക്കലാണ് ഏറ്റവും നല്ലത്. ഇവൻ ആ ഭാഷ നിലനിർത്തിക്കൊണ്ട് തന്നെ അത് പഠിക്കട്ടെ. ഏതുപോലെ നമുക്ക് തെങ്ങിൽ കയറാൻ അറിയില്ല, പക്ഷെ അവൻ പഠിക്കുന്നു. കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ ജനിക്കുമ്പോൾ നമുക്കറിയില്ല, പക്ഷെ നമ്മൾ പഠിക്കുന്നുണ്ട്. അത് പഠിച്ചെടുക്കുന്നത് നമ്മുടെ ആവശ്യമാണെന്ന് കണ്ടുകൊണ്ട്, ഇത് നമ്മുടെ ആവശ്യമാണെന്ന് കണ്ടുകൊണ്ട് ഈ ഭാഷ നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ ഖുർആനിനെ പഠിക്കണം എന്റെ ഒരു അഭിപ്രായം. അതിന് എത്രയാണ് നിങ്ങൾ യോജിക്കുന്നത് എനിക്കറിയില്ല. ഇതിന്റെ ഭാഷ നിലനിർത്തിക്കൊണ്ട് തന്നെ, അല്ലെങ്കിൽ അതിന്റെ സത്യസന്ധമായി അതിനെ വ്യാഖ്യാനിക്കാൻ കഴിയണം. അത് ആർക്കെങ്കിലും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കാരണം അത്രമാത്രം സൂക്ഷ്മമായി വിലയിരുത്തി പറയുന്ന ഒരു ഗ്രന്ഥമാണ്. നിങ്ങൾ കാണുന്ന അത്ര നിസ്സാരമായ ഒരു സാധനമല്ലത്. അത്രമാത്രം അതിന്റെ വരികളിലൂടെ വായിച്ച് ആശയത്തെ നമ്മൾ പുറത്തെടുക്കുന്ന ഒരു ഗ്രന്ഥമാണത്. ആ രൂപത്തിൽ ഏത് കാലഘട്ടത്തിലും, അതാണ് ഈ ഖുർആനിലെ കിതാബ് മുബാറക് എന്ന് പറഞ്ഞത്. എന്നും ഇതിൽ നിന്ന് ബർക്കത്ത്, വിജ്ഞാനത്തിന്റെ ഒഴുക്കുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. അതില്ലാത്തത് എഴുതൽ പാതകാമെന്നുള്ള അഭിപ്രായമൊന്നുമില്ല, പക്ഷേ സൂക്ഷ്മത പുലർത്തണം എന്നുള്ള രൂപത്തിൽ ഞാൻ അഭിപ്രായം പറഞ്ഞത്. സൂക്ഷ്മത പുലർത്തിയിട്ടില്ലെങ്കിൽ ഇതിന്റെ ആശയം ചുരുങ്ങിപ്പോകും.
അത് നമ്മൾ ഇതിപ്പോ നിങ്ങൾ ഒരു ചെറിയ എന്റെ മുന്നിലുണ്ടാകുന്ന ഒരു കടലാസ ആയതുകൊണ്ട് ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. അത് യസ്തദില്ലദീന വല്ലദീന ലാ യഅലമൂൻ. പ്രാക്ടിക്കൽ ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫായിട്ട് നമുക്കൊരു ഭാഷ അറിയണമെന്ന് നമുക്ക് ആവശ്യം വന്നു. ഇത് പ്രാക്ടിക്കൽ ലൈഫാണ്, അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആള്. മറ്റത് അറിവാണ്, അറിഞ്ഞുകഴിഞ്ഞു. ഇന്നത്തെ പണ്ഡിതൻ എന്ന് പറയുന്നത് എന്താ? ഇന്നത്തെ പാണ്ഡിത്യം എന്താ? ഇന്നിപ്പോ നമ്മൾ ഒരാളെ പണ്ഡിതൻ എന്ന് പറയും. ആരാണ്? കുറെ കർമ്മശാസ്ത്ര വിഷയങ്ങൾ, അവിടുത്തെ പ്രശ്നങ്ങൾ, ഇവിടുത്തെ പ്രശ്നങ്ങൾ, അങ്ങോട്ടോടി ഞാൻ ആ വിഷയങ്ങളൊന്നും പറയുന്നില്ല. പലപ്പോഴും ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചത് കർമ്മശാസ്ത്രത്തിന്റെ വിഷയം എന്താ? യൂസുഫ് സ്വപ്നം കണ്ടോ കണ്ടില്ലേ? ദുലൈഖയുടെ പിന്നാലെ ഓടിയില്ലേ? അതിലൊരു തീർപ്പുകൾ. അവിടെ ആന്ന് വായിക്കണോ, ഇനിന്ന് വായിക്കണോ, ഊന്ന് വായിക്കണോ, എഴവാബിന്റെ തർക്കം. ഇങ്ങനെ മുഹമ്മദ് നബി മക്കത്തുനിന്ന് മദീനത്തേക്ക് പോയോ, മദീനത്തുനിന്ന് മക്കത്തേക്ക് വന്നോ? ഒരു ഒട്ടകത്തെ പുറത്ത് കയറിയോ, ഒട്ടകത്തിന്റെ പുറത്തുനിന്ന് ചാടിയോ? കക്കൂസിൽ എങ്ങനെ ഇരുന്നിരുന്നത്, എങ്ങനെ ഇരുന്നിരിക്കുന്നല്ല. ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങളെ കുറിച്ച് മാനവരാശിക്ക് ഒരു ഗുണവുമില്ലാത്ത ഒരുപാട് വിവരങ്ങൾ പഠിച്ചു വെച്ച ആളാണ് ഇന്നത്തെ ആലിം എന്ന് പറയുന്നത്, പണ്ഡിതൻ എന്ന് നമ്മൾ പറയുന്നത്. പക്ഷെ ഖുർആൻ ഉദ്ദേശിക്കുന്ന പണ്ഡിതങ്ങളല്ല. ഖുർആൻ പറയുന്നത് ഈ ഖുർആൻ മനസ്സിലാക്കിക്കൊണ്ട് അവന്റെ നിലവിലുള്ള ജീവിതത്തിൽ ഈ ഖുർആൻ എങ്ങനെ പ്രാക്ടിക്കലാക്കാം, പ്രയോഗവൽക്കരിച്ച് സമൂഹത്തിന്റെ നന്മക്ക് ഉപയോഗിക്കാം എന്നവൻ ചിന്തിച്ചുകൊണ്ടിരിക്കണം. ഒരു കമ്പ്യൂട്ടർ വിദ്യാർത്ഥിയോട്, ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പാസ്സായ കുട്ടിയോട് PMO ചോദിച്ചാൽ എന്താണെന്നറിയില്ല. പ്രൈം മിനിസ്റ്റർ ഓഫീസ് എന്നാണ് ആ ഹിന്ദു പത്രത്തിൽ വന്ന PMOന്റെ ഫുൾ എന്താണെന്ന് ചോദിച്ചാൽ അവനറിയാം. പക്ഷെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിനെ കുറിച്ച് അവനറിയാം. അവൻ അല്ലദീന യഅലമൂനയല്ല, അറിഞ്ഞുകൊണ്ടിരിക്കുന്നില്ല. ഒരു കൂടംകുളം പദ്ധതി, ആണവ നിലയം വേണോ വേണ്ടേ, അത് ലോകത്തിന് എത്രമാത്രം ഗുണകരമാണ്, ഗുണകരമാകില്ല, ഒരു മുസ്ലിയാരുടെ പ്രശ്നമല്ല, ഒരു പണ്ഡിതന്റെ പ്രശ്നമല്ല. അത് അവൻ അലട്ടുന്നില്ല. ഏറിക്കഴിഞ്ഞാൽ പൊട്ടിത്തെറിച്ച് അവൻ അവസാനം ആശ്വസിക്കുന്നു. അള്ളാന്റെ വിദ്യ അങ്ങനെയാണ്, നമ്മൾ ഇനിയിപ്പോ എന്താ കാട്ടുകയാണ്. ഈ ആശ്വാസത്തിന്റെ വാക്കുകളല്ലാതെ പ്രാക്ടിക്കൽ. അതാണ് ഞാൻ ചോദിച്ചത്. മതം ആർക്കു വേണ്ടി? അള്ളാഹുവിന് വേണ്ടിയോ, മനുഷ്യന് വേണ്ടിയോ, മതങ്ങൾക്ക് വേണ്ടിയോ? ഈ ചിന്തയാണ് മനുഷ്യനിൽ ആദ്യം വേണ്ടത്. മതം ആർക്കു വേണ്ടിയാണ്? മതം ആർക്കു വേണ്ടി? പടച്ചവന് വേണ്ടിയോ? ഇവര് പറയും പടച്ചോനൊന്നും വേണ്ട. ഇവരോട് ചോദിച്ചാൽ പറയും പടച്ചോന് വേണ്ടിയിട്ടാണോ? പടച്ചോനൊന്നും വേണ്ട. പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണോ? മതം മതത്തിന് വേണ്ടിയോ? അതുമല്ല. പിന്നെ ഇത് ആർക്ക് വേണ്ടിയാണ്? മതം മനുഷ്യന് വേണ്ടിയായിരിക്കണം. ഈ ഒരു കാഴ്ചപ്പാടിലൂടെ അല്ലാതെ ഖുർആൻ വായിക്കരുത്. അത് ഞാൻ പറയുന്നത്, ഖുർആൻ വായിക്കണമെങ്കിൽ അവനിൽ ഒരുപാട് നല്ല ഗുണങ്ങൾ ഉണ്ടായിക്കൊണ്ട് ഖുർആൻ വായിക്കാവൂ. ഏതുപോലെ ഒരു ആളും വീണ് കിടക്കുകയാണ് വഴിയിൽ വീണ് കിടക്കുന്ന ഒരാളെ 4 രീതിയിൽ സമീപിക്കാം. ഒരു കുടിയന്റെ വീക്ഷണത്തിൽ അവനെ വീക്ഷിച്ചാൽ അവനെ കുറിച്ച് അഭിപ്രായം പറയണ്ട. അവൻ കുടിച്ചു കിടക്കാണ്, കുടിച്ച് പൂസായി കിടക്കാൻ, അവനവിടെ കിടക്കുന്ന ഒരു കുടിയന്റെ വീക്ഷണത്തിൽ നിന്നുകൊണ്ട് അവനെ വിലയിരുത്തിയാൽ അങ്ങനെയാണ്. നേരെ മറിച്ച് ഒരു മാനുഷിക അനുകമ്പയുള്ള ഒരു മനുഷ്യന്റെ വീക്ഷണത്തിൽ നിന്നാൽ പാവം പട്ടിണി കിടന്ന് വിശന്ന് കളന്നു വീണിരിക്കുകയായിരിക്കുന്നതാണ് അവന്റെ വീക്ഷണത്തിൽ ആ വീണ് കിടക്കുന്ന ആളെ കുറിച്ച് മനസ്സിലാക്കുക. ഒരു മതവിശ്വാസികളുടെ വീക്ഷണത്തിൽ നിന്നുകൊണ്ട് അവനെ വീക്ഷിച്ചാൽ ജിന്നുബാധ ഏറ്റ് കിടക്കുന്ന ആളാണ് എന്നായിരിക്കും അവന്റെ കാഴ്ചപ്പാട്. ഇങ്ങനെ ഒരു മനുഷ്യന്റെ കിടത്തത്തെ തന്നെ വിവിധ രൂപത്തിൽ വീക്ഷിക്കാം, വിവിധ രൂപത്തിൽ. എന്നതുപോലെ ഖുർആനിനെ നമ്മൾ വീക്ഷിക്കുമ്പോൾ ഇത് മാനവരാശിക്ക് ഗുണകരമാകത്തക്ക രൂപത്തിൽ ഇതിനെ എങ്ങനെ ഫലപ്രദമായി അപഗ്രഹിക്കുകയും സമൂഹ മധ്യത്തിൽ അവതരിപ്പിക്കുകയും ചെയ്യാം എന്ന ആ വീക്ഷണകോണിൽ നിന്നുകൊണ്ട് ഖുർആനിനെ മനസ്സിലാക്കണം. അല്ലെങ്കിൽ എന്താണെന്നാണ് കലാപങ്ങൾ കൊണ്ട് കലാപങ്ങൾ കൊണ്ട് ശിഥിലമായ നാശങ്ങളെ കൊണ്ട്, നശീകരണങ്ങൾ കൊണ്ട് ഒരു തലമുറയെ തന്നെ വർഷങ്ങൾ പിറകോട്ട് വലിക്കുന്നതിന് കാരണമായി തീരും ആ ഖുർആനിന്റെ വായനയും വ്യാഖ്യാനവും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഗീത കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ആര് ബാൽ താക്കറെ മുസ്ലിങ്ങളെ കൊന്നൊടുക്കണമെന്ന് പറഞ്ഞത്. അശോക് സിംഗാണ് മുസ്ലിങ്ങൾക്കെതിരെ ആക്രോശിക്കുന്നതും ആ ഗീത കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെയാണ്. അതേ ഗീത കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെയാണ് ഗാന്ധിജി അഹിംസയുടെ തീയതി, അഹിംസ ലോകത്തോട് പറഞ്ഞത്. 3 ആളുടെ കയ്യിലും ഗീതയാണ്, പക്ഷെ വായിക്കുന്ന രീതിയിൽ വ്യത്യാസം വന്നു. അത് എങ്ങനെ വായിച്ചു എന്നുള്ളതാണ് പ്രശ്നം. ഈ ഖുർആൻ കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ തന്റെ സഹോദരങ്ങളായ ഹൈന്ദവരെയും ക്രൈസ്തവരെയും ജൂതരെയും കൊന്നെടുക്കണമെന്ന രൂപത്തിൽ ഖുർആൻ വായിച്ചാൽ ആ ഖുർആനിന്റെ വായന
അപൂർണമാണ്, അപര്യാപ്തമാണ്, അത് ലോകത്തിന്റെ നാശമാണ് സൃഷ്ടിക്കാൻ പോകുന്നത് എന്നാണ് ഞാൻ പറയുന്നത്. ചില ആളുകളുടെ വീക്ഷണത്തിൽ ഒരു വ്യക്തിയാണ് ലോകത്തിലെ എല്ലാം കാരണക്കാർ എന്ന രൂപത്തിലാണ് ചില ആളുകളുടെ എഴുത്തും വായനയും പറയലും കേട്ടാൽ ആ വ്യക്തി 700 കോടി മനുഷ്യരിൽ ആ വ്യക്തി ഒന്നുമല്ല. അവന് ഖുർആൻ വായിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഖുർആനിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അവന്റെ വൃത്തം വളരെ ഒരു ചെറിയ വൃത്തത്തിലാണ് മനുഷ്യൻ ജീവിക്കുന്നത് എന്നാണ് അത്തരം വായനകൾ കാണുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത്. അയാൾ വിശാലമായ ഒരു ലോകത്തേക്ക് വന്നിട്ടില്ല. അതാ ഞാൻ പറയുന്നത്, ഒരു വേദത്തെ തന്നെ പല രൂപത്തിൽ വായിക്കാം. ബാൽ താക്കറെ വായിച്ചത് മുസ്ലിങ്ങളെ കൊന്നൊടുക്കണമെന്നാണ്, അശോക് സിംഗാൾ വായിച്ചത് ആ രൂപത്തിലാണ്. പക്ഷെ ഗീത ഗാന്ധിജി വായിച്ചത് അഹിംസയുടെയും സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും തിയറി അവതരിപ്പിക്കാനാണ് ഗാന്ധിജി ആ ഗീത വായിച്ചത്. അതുപോലെ തന്നെ ഖുർആൻ വായിക്കേണ്ടതും മുസ്ലിങ്ങളല്ലാത്ത മുഴുവൻ ആളുകളെയും, മുസ്ലിങ്ങളെന്ന് മാത്രമല്ല തന്റെ ഗ്രൂപ്പിൽ ബന്ധപ്പെട്ട ഉപഗ്രൂപ്പുകളെ വരെ ശത്രുക്കളായി കാണുന്ന രൂപത്തിൽ ഖുർആനിനെ വായിക്കുന്ന മുസ്ലിങ്ങളാണ് ലോകത്തുള്ളത്. അങ്ങനെയല്ലേ മുസ്ലിങ്ങൾ? അങ്ങനെയാണെന്ന് മുസ്ലിങ്ങൾ. മുജാഹിദായാൽ പോയ മുജാഹിദിൽ തന്നെ താൻ ഉദ്ദേശിക്കുന്ന ഗ്രൂപ്പിൽപ്പെട്ടെങ്കിലേ മോക്ഷമുള്ളൂ എന്ന രൂപത്തിലാണ് അവർ ഖുർആൻ വായിക്കുന്നത്. ആ ഖുർആൻ വായന അപൂർണമാണ് എന്നാണ് പറയാനുള്ളത്. അത് ഖുർആനിന്റെ വായനയല്ല. അപ്പൊ ഞാൻ ആമുഖമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഖുർആൻ എങ്ങനെ വായിക്കണം? ഈ വായനയിൽ നിന്നുകൊണ്ട് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ തള്ളുക. അത് വിചാരിച്ചിട്ട് നിങ്ങൾ നമുക്കെടുത്ത് സത്യം എടുക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഒരു ആമുഖത്തിൽ നിന്നുകൊണ്ടാണ് ഖുർആൻ വായിക്കുന്നത്. അത് ശത്രുക്കളെ കൊന്നൊടുക്കാനുള്ള വായനയല്ല. തന്റെ തന്നെ ഉപഗ്രൂപ്പിൽപ്പെട്ട, അതാണല്ലോ ഇപ്പൊ നമ്മൾ ഒരാളെ ഒരു മുജാഹിദിനോട് ഏത് ഗ്രൂപ്പിൽ നിന്നാലപ്പോ മോശം വന്നാലും നമ്മളെ ഗ്രൂപ്പിൽ തന്നെ നിൽക്കണം. അത് നമ്മളെ ഗ്രൂപ്പിൽ തന്നെ നിൽക്കണം, എന്നാലേ മോശമുള്ളൂ. അത് ജിന്ന ഗ്രൂപ്പാണെങ്കിൽ ജിന്ന ഗ്രൂപ്പിൽ തന്നെ നിൽക്കണം, എന്നാലേ മോശമുള്ളൂ. ഇയാൾ ഇപ്പോഴുള്ള അറിയുന്നതിന് പറയണം, വിശ്വസിക്കണം, മനസ്സിലാക്കാനൊക്കെ വിശ്വസിക്കണം. ലോകത്ത് എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഒന്നും സംഭവിക്കും. ഇതിന്റെ അർത്ഥം തീരുമാനമായി പണ്ഡിതന്മാരെ ഇന്ന് തീരുമാനിച്ച് ലോകത്ത് എന്ത് സംഭവിക്കും. ഈ പോണ ലോകത്തിൽ ഒരു മാറ്റവും സംഭവിക്കില്ല. അത് തീരുമാനമാക്കി പണ്ഡിതന്മാരൊക്കെ പറയണമെന്ന് തീരുമാനിച്ചു, അല്ലെങ്കിൽ പറയണ്ടെന്ന് തീരുമാനിച്ചു. എന്നിട്ട് എന്താ ലോകത്ത് സംഭവിക്കാൻ പോകും? ഞാൻ എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കാനില്ല. ഏതെങ്കിലും ഒരു മനുഷ്യന് ഗുണം കിട്ടുമോ? കിട്ടാൻ പോകുന്നില്ല. ഞാൻ പലപ്പോഴും ഈ പുരാതനത്തെ തന്നെ ഇഷ്ടമല്ല നമ്മൾ. ഞാൻ എനിക്ക് സംഘടനയിലും വലിയ താല്പര്യമില്ല. മനുഷ്യൻ അത് ഈ കേരളക്കാരൊരു ഭ്രാന്താണ്. 10 ആൾ കൂടി അവർ സംഘടന, അതിനൊരു സെക്രട്ടറി പ്രസിഡന്റും. അത് സ്ഥാപനവൽക്കരിക്കപ്പെടും. സ്ഥാപനവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരു 10, 40, 50 കൊല്ലം കഴിഞ്ഞാൽ അത് സമൂഹത്തിൽ തന്നെ ബാധ്യതയാവും. നാടി മനസ്സ് ആകെ പോയി കളഞ്ഞാലും പോകാത്ത അവസ്ഥയിൽ എത്തുന്നത്. അവിടെ സെക്രട്ടറി ആരാണ്, പ്രസിഡന്റ് ആരാണ്, കായകന പോലെയൊക്കെയാണ് കണക്കാക്കാം. ഇപ്പം ഈ ജിന്നും മറ്റവർക്കുള്ള മുജാഹിദിന്റെ പ്രശ്നം അതൊന്നല്ല. ഞങ്ങളുടെ പ്രദേശത്ത് 20% മുജാഹിദുകൾക്ക് വേരുള്ളൂ. അവിടെ ഒരു പള്ളിക്ക് 1.5 കോടിയാണ് തിരിച്ചു കിട്ടിയത്. അപ്പോൾ ജില്ലാ കമ്മിറ്റിയുടെയും സ്റ്റേറ്റ് കമ്മിറ്റിയുടെയും വരവെക്കരെ MSM ISM പിന്നെ എന്താ കാട്ടേണ്ടതാണ്. കാരണം കാലാകാലങ്ങളിൽ കുറച്ച് ആൾക്കാര് അവിടെ ഉണ്ട്, ഒരു മാറാൻ തയ്യാറില്ല. ഇതാണ് ഇപ്പോൾ അവിടുത്തെ പ്രശ്നം. ഇത് പോയി ഇവിടുത്തെ ചില പ്രശ്നങ്ങളോ ഈ പാവം ജനങ്ങളെ കഴിവാക്കാണ്. സാധുക്കൾ ബന്ധം ഓടുകയാണ്. ഇതൊക്കെ സ്വർഗത്തിലേക്കാണ്, നരകത്തിലാണ് അവർ ജീവിക്കുന്നതെന്ന് അറിയുന്നില്ല. ഞങ്ങളിപ്പോൾ നരകത്തിലാണ്. നിന്റെ കാക്കാനോട് നരകത്തിലാണിപ്പോ. വേഴാമ്പലിനെ പോലെ കാത്തുകുത്തിരിച്ച് ആകാശത്തോട് നോക്കിയിട്ട് ഇപ്പൊ വരും പറഞ്ഞിട്ട് ഭൂമിക്ക് അടിയിലുള്ള സാധനങ്ങളെ പറഞ്ഞ് കോട്ടാമ്പി മഞ്ഞൾ വരും, ഇത് വരും, ചീരി വരും, പാമ്പ് വരും എന്ന് പറഞ്ഞ് പേടിപ്പിക്കുക. ഇത് പറഞ്ഞ് പേടിപ്പിച്ചിട്ട് ഈ ആൾക്കാരെ കാശ് വാങ്ങാൻ. യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ലക്ഷ്യം തന്നെ ഈ സമ്പന്നരുടെ കാശ് സാധുക്കളിലേക്ക് എത്തണം. അവർ ചൂഷണം ചെയ്യപ്പെടാത്തത് വ്യവസ്ഥിത വരണം. അതാണ് കൂടെ. പക്ഷേ മതങ്ങൾ എന്ത് ചെയ്തു? ഈ സാധുക്കളെയൊക്കെ തന്നെ പിരിച്ചെടുക്കുക. ഇവരുടെയൊക്കെ തന്നെ പിരിച്ചിട്ട് ഹോസ്പിറ്റലും സ്കൂളും ആശുപത്രിയും ഒക്കെ കഴിയുക. എന്നിട്ട് അവിടുത്തെ തന്നെ കുട്ടികളേക്ക് ചെന്നാൽ, ഭാര്യയുടെ ചികിത്സകൾ ആവശ്യാർത്ഥം ചെന്നാൽ 1 രൂപ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറല്ല. കുട്ടിക്കൊരു അഡ്മിഷന് ചെന്നാൽ 35 ലക്ഷം വേണം. സമുദായമാണെങ്കിൽ 2 ലക്ഷം വരെ കൂടുതൽ വേണം. ഈ സമുദായത്തിന്റെ എണ്ണം നോക്കിയിട്ടും ഇവന്റെയൊക്കെ കാശ് കുറിച്ചിട്ടാണ് ഉണ്ടാക്കിയിരുന്നത്. ഈ അവസ്ഥയിൽ ഇവൻ ചൂഷണം ചെയ്യപ്പെട്ട് നരകത്തിൽ കഴിയുന്നവർ ജനതയോട് സഹതാപമല്ലാതെ പാവം തോന്നുകയാണ് ഈ ഗവൺമെന്റ് അവസ്ഥ കണ്ടിട്ട്. ഈ അവസ്ഥ കാണുമ്പോൾ ഖുർആൻ പറയണമെന്നുണ്ട്. പക്ഷെ ജനങ്ങളുടെ ഈ തമ്മിൽ തല്ല് കാണുമ്പോൾ ഖുർആൻ പറയണ്ടാമെന്ന് തോന്നുന്നില്ല. ആരോട് പറയാൻ? ആരോടാണ് ഈ മഹത്തായ ഒരു ഗ്രന്ഥം പറഞ്ഞു കൊടുക്കുന്നത്?
ഒരു നിസ്സാരമായ 4 ആൾ കൂടിയുള്ള യോഗം കൂടുക, സെക്രട്ടറി ആരാകുന്നത്. അങ്ങനത്തെ കൗമിനോട് ഏതാ ഇത് പറഞ്ഞു കൊടുത്തത്? വിശാലമായ മാനവരാശിയെ, പ്രപഞ്ചത്തെ ആഴമാനം ചൂഴ്ന്നു നിൽക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ് ലോകത്തിനോട് പറഞ്ഞു കൊടുക്കാനും ഉള്ളതല്ലോ എന്റെ കയ്യിലുള്ളത്. പക്ഷേ ഈ ജനത ഇങ്ങനെയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ പ്രയാസമുള്ളതാണ്. അത് ചിലവൻ ഭീതിയായിട്ട് പേടിയായിട്ട് വ്യാഖ്യാനിക്കുന്നു. അതെന്റെ പ്രശ്നമല്ല. എങ്ങനെ വ്യാഖ്യാനിച്ചാൽ എന്റെ പ്രശ്നമല്ല, എന്നെ അലട്ടുന്ന പ്രശ്നമല്ല. അത് പ്രപഞ്ചത്തെ ആകമാനം ചൂഴ്ന്നു നിൽക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമാണത്. അതിനൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ല, അത് പഠിച്ചാലേ മനസ്സിലാവുള്ളൂ. അത്രമാത്രം ചൂഴ്ന്നു നിൽക്കുന്ന ഈ പ്രത്യയശാസ്ത്രത്തെ ഏതെങ്കിലും ഒരു സംഭവവുമായിട്ട് മക്കയിലോ മദീനയിലോ ഇറാഖിലോ നടന്ന ഏതെങ്കിലും ഒരു റീനയോ അന്താക്കി എന്ന് പറഞ്ഞ ഒരു ചങ്ങായിയുടെ പേരിൽ അതൊക്കെ ആയത്താക്കി മാറ്റിയത്. അന്താക്കിയിലുള്ള ആളിങ്ങനെ നടന്നു പോകുന്ന അപ്പോളോ പേരിലൊരായത്ത്, മക്കത്തെ കൂടി റീന എന്ന് പറയുന്നത് സ്ത്രീ ഇങ്ങനെ കാലുവെച്ച് നടക്കുന്ന അപ്പോളോ പേരിലൊരായത്ത്. ഇങ്ങനെ ആയത്ത് ഈ പ്രപഞ്ചത്തെ ചൂഴ്ന്നു നിൽക്കുന്ന അത്രമാത്രം വിശാലമായ ഈ പ്രത്യയശാസ്ത്രത്തെ ഏതെങ്കിലും ഒരു സന്തുലിതമായ ആളുകളിൽ ഒതുക്കി മൂല്യങ്ങളിൽ നിന്നുകൊണ്ട് പഠിക്കണം, മാനവരാശിയെ കണ്ടുകൊണ്ട് പഠിക്കണം, പ്രാപഞ്ചികമായ നിയമങ്ങളെ കണ്ടുകൊണ്ട് പഠിക്കണം. മനുഷ്യരെ ഒന്നാക്കാൻ പറ്റുന്ന രൂപത്തിൽ ഇതിനെങ്ങനെ വ്യാഖ്യാനിക്കാമെന്ന് ചിന്തിച്ചുകൊണ്ട് ഇതിനെ വായിക്കണം. അങ്ങനെ ഖുർആൻ വായിക്കാൻ 5-6 നിയമങ്ങളുണ്ട്. ആ രൂപത്തിൽ ഖുർആൻ വായിച്ചിട്ടില്ലെങ്കിൽ ഞാൻ 1-2 ഉദാഹരണങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെച്ചു. ഒരു വസ്തുവിനെ തന്നെ വിവിധ രൂപത്തിൽ വ്യാഖ്യാനിക്കാനും വിശദീകരിക്കാനും കഴിയും എന്ന് ഞാൻ സൂചിപ്പിക്കുന്നതിലുണ്ട്. അങ്ങനെയാകരുത്. ഇത് മനുഷ്യന് ഗുണകരമായ രൂപത്തിൽ ഖുർആനെ വ്യാഖ്യാനിക്കണം. ഇത് ആരെയും ചീത്ത പറയലോ അനാവശ്യം പറയലോ വഴക്ക് പറയലോ തല്ലാമോക്കോ അല്ല ഈ മതം. ഇന്നത്തെ മതം അതാണ്. എങ്ങനെയൊക്കെ മനുഷ്യരെ ഭിന്നിപ്പിക്കണം. അതാണ് ഈ താടിയൊക്കെ പ്രശ്നം. അതാണ് അവനവന്റെ തന്നെ ശരീരത്തിൽ വളരുന്ന രോമങ്ങളെ കുറിച്ച് ആലോചന. ഒരു സ്കൗവിന്റെ അവസ്ഥയിലേക്ക് അവനാന്റെ തടിമ വളരുന്ന ഒരു രോമം വളരാൻ വിടണോ വെട്ടണമെന്ന ആലോചന. അത് പഠിപ്പിക്കാൻ ഒരു പ്രവാചകൻ വരണമെന്ന പെണ്ണ ചിന്ത. ഈ കൗമൻ ഞാൻ ഇങ്ങനെ ചിലപ്പോ വരുന്നത് എങ്ങനെയാണ് ഈ സമൂഹത്തിന് എന്തായി കൊണ്ടുപോകുന്നത്? ഒരു കാരണം കേരളം വിട്ടാൽ ഈ സമൂഹം പുഴുക്കളെ പോലെ നൊന്നിയാണ് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി. കേരളത്തിൽ ഈ അലക്കത്തേക്ക് കുപ്പായം കണ്ടിട്ട് ലോക മുസ്ലിങ്ങൾക്ക് മനസ്സിലാക്കരുത്. ഞാൻ പറഞ്ഞു, ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്കെതിരെ ഹൈന്ദവരുടെ ആസൂത്രണമാണ് മുസ്ലിങ്ങൾ ഇങ്ങനെ നശിച്ചതെങ്കിൽ പാകിസ്ഥാനിൽ ആരാണ്? അഫ്ഗാനിസ്ഥാനിൽ ആരാണ്? സോമാലിയിൽ ആരാണ്? ബംഗ്ലാദേശിൽ ആരാണ്? ലോകത്ത് എവിടെയാണുള്ളത് മുസ്ലിങ്ങൾക്ക് ഒരു പുരോഗതി? നിങ്ങൾ കലയിൽ ചിന്തിക്കേണ്ട വിഷയമല്ല. ഈ സമുദായം ആദിവാസികളെക്കാൾ പിറകിലാണ് ഈ സമൂഹം. വൈജ്ഞാനിക രംഗത്ത്, ബുദ്ധിപരമായ രംഗത്ത്, ഒരു ആതുര സേവന രംഗത്തുണ്ട്. കന്നഡ നാട്ടിൽ ഞാൻ നിങ്ങളോട് എപ്പോഴും പറഞ്ഞു, ഒരു സാമൂഹിക നീതിയും ആതുര സേവന രംഗത്തും പോലുള്ള മോഡൽ വെക്കണം. എല്ലാ മതങ്ങളിൽ നിന്നും കിട്ടിയവരാണ്. മുസ്ലിങ്ങളിൽ നിന്ന് ആരെങ്കിലും ചോദിച്ചില്ല, ആരെയും കിട്ടില്ല. നമ്മളിലാര്? നിങ്ങൾ പറഞ്ഞാൽ എനിക്കറിയില്ല. ഒരു അഭിസന്ധിയെയും ഒരു പൂജ്യം കണ്ടുപിടിച്ച ആളെയും ഒരു ഇബ്നു സീനയെയും ഇബ്നു ഖൽദൂനിനെയൊക്കെ പറയാനല്ലാതെ ഇബ്നു ഖൽദൂന്റെ വിജ്ഞാനത്തെ ലോകം കൊണ്ടുപോയി കട്ടുകൊണ്ടല്ല യൂറോപ്പിലെന്ന് നമ്മൾ പറയും. കട്ടുകൊണ്ടെങ്കിൽ ആരെ കൊണ്ടുപോകാൻ അയച്ചത്? ഇന്റെ കുടിയിലെ അരി അയലോക്കാരെ കട്ടുണ്ടായിട്ട് ഓല് വെച്ചിട്ടെന്ന് നോക്കി ഞാൻ കാത്തിരിക്കാം. കൊണ്ടുപോകുമ്പോ നോക്കണ്ടേ? കൊണ്ടുപോകുമ്പോ കടന്നുറങ്ങിയത്. അപ്പൊ ഇത് ഈ പ്രത്യയശാസ്ത്രം ആളുകൾ വിട്ടുപോവുകയാണ്. അതുകൊണ്ട് എന്തുകൊണ്ട് വിട്ടുപോകുന്നു എന്ന് ചോദിച്ചാൽ, സുഭിക്ഷമായ ഒരു ഭക്ഷണം വസ്തുക്കൾ നമ്മുടെ പെണ്ണുങ്ങൾ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ തൊട്ടടുത്ത മക്കാനിക്ക് ഞാൻ ചോറ് തന്നെ പോകില്ല. സുഭിക്ഷമായ ഒരു ഭക്ഷണം എന്റെ ഭാര്യ പാകം ചെയ്ത് വിളമ്പി വെള്ളമൊക്കെ വെച്ച് മേശക്കൊട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ തൊട്ടടുത്ത് മക്കാനിക്ക് ഉണക്കവട തിന്നാൻ ഞാൻ പോകില്ല. ഇത് ആളുകൾ വിട്ട് പോണത് എന്താണ്? ഇത് ഉണക്കവടയാക്കിയിരുന്നു. ഇതിനെ മാനവരാശിക്ക് ഗുണകരമല്ലാത്ത രൂപത്തിൽ ഈ ഖുർആനിൽ. അതുകൊണ്ടാണ് സത്യാന്വേഷികളായ ആളുകൾ മതനിരാസത്തിലേക്കും മതനിരാസത്തെക്കുറിച്ചും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെന്ത് മതമാണ് പത്തോണി? ആളുകൾക്ക് ഒരു ഗുണവുമില്ലല്ലോ. അതുകൊണ്ടാണ് സത്യാന്വേഷികളും മനുഷ്യസ്നേഹികളുമായ ആളുകൾ എന്ത് ചെയ്തത്? ഇതിനെ വിട്ട് ഓടിപ്പോകുന്നത്. അതുകൊണ്ട് ആ രൂപത്തിൽ ഒരു ഖുർആനിന്റെ വായന ഇനിയെങ്കിലും എന്റെ സഹോദരങ്ങൾ വായിക്കണം.
അല്ലാത്തൊരു വ്യാഖ്യാനം പറഞ്ഞാൽ അത് ശരിയാവില്ലെന്ന്. കുട്ടിനെ കടന്നിറങ്ങാൻ കുട്ടിനെ വിളിച്ചോണ്ടിരുന്ന പോരം മണി അന്നെ ഞാൻ അടുത്ത് ശരിയാക്കി തരാം. പിന്നീട് അത് അള്ളാഹ്ക്ക് നൈവേദ്യം കൊടുക്കാം. പ്രപഞ്ചത്തിലെ സർവ്വ വസ്തുക്കളും അവയുടെ തസ്ബീഹിലാണ് എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണെന്ന് അർത്ഥമില്ല. അതാണ് ഞങ്ങൾ പറഞ്ഞു. പ്രപഞ്ചത്തിലെ സർവ്വ വസ്തുക്കളും തസ്ബീഹിലാണ്. പ്രപഞ്ചത്തിൽ മന്ത്രങ്ങൾ ചെല്ലിയിട്ട് എന്തു വരും? ഞങ്ങൾ ഈ കർമ്മം കൊണ്ടല്ലാതെ ലോകത്ത് ഒന്നും വരുന്നില്ല. അതാണ് ഈ സമുദായത്തിന് ആദ്യം പഠിപ്പിക്കേണ്ടതെന്ന്. കേവല ആചാര അനുഷ്ഠാനങ്ങളും മന്ത്രങ്ങളും അത് ഇത് ഈ സമൂഹത്തിൽ നിന്ന് നീക്കണം. എന്നിട്ട് ഈ സമൂഹത്തെ കർമ്മത്തിലേക്ക് തിരിച്ചുവിടണം. ആത്മവിശ്വാസത്തോടുകൂടിയുള്ള കർമ്മത്തിനല്ലാതെ ഫലപ്രാപ്തിയില്ല എന്ന ഈ തിരിച്ചറിവ് ഈ കൗമിന് കൊടുത്തേ പറ്റൂ. ആത്മവിശ്വാസത്തോടുകൂടിയ ഇത് ഈ ജനതയെ അടിസ്ഥാനപരമായിട്ട് കർമ്മം കൊണ്ടല്ലാതെ ഈ ജനതയ്ക്ക് രക്ഷയില്ല എന്ന ഈ ബോധം വേളാമ്പലിനെ പോലെ ആകാശത്തേക്ക് കൈനീട്ടിയിരുന്നാൽ ഇപ്പൊ കിട്ടും എന്നെങ്കിലും വിചാരിച്ചിരുന്നാൽ ഈ മിഥ്യ സ്വപ്നലോകത്ത് ഈ സമൂഹത്തെ സൃഷ്ടിക്കുന്ന തളച്ചിരുന്ന ഈ മിഥ്യാവിശ്വാസം തകർത്തുകൊണ്ട് ഖുർആനിലെ അല്ലാഹുവിന്റെ യാഥാർത്ഥ്യബോധത്തോടുകൂടിയുള്ള വിശ്വാസത്തിലേക്കും കർമ്മത്തിലേക്കും ഈ ജനതയെ തിരിച്ചുവിട്ടെങ്കിലേ ഈ സമൂഹത്തിന് മോചനം കിട്ടൂ എന്നുള്ളത് അടിവരയിട്ട് ഞാൻ പറയുന്നു. നിങ്ങൾ ഇനി എന്ത് പറഞ്ഞാലും ശരി, മുമ്പ് ആരാധനകൾക്ക് മുഴുവൻ എതിരാണെന്ന് എന്ത് ഇന്ന ലേഖല കുത്തിയാലും ശരി, ഈ ജനതയ്ക്ക് മോചനം അതിൽ നിന്നാണ് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. അല്ലാതെ മോചനമില്ല. അല്ലാതെ ഈ സമുദായത്തിന് മോചനം കിട്ടൂല. അത് നിങ്ങൾ സ്വപ്നം കണ്ടിരുന്നിട്ട് കാര്യമില്ല. ലോകത്ത് എവിടെയാണ് സംഭവിച്ചത്? നിങ്ങൾ എനിക്ക് പറഞ്ഞത് ഈ കെട്ടുകഥകളിലൂടെ അല്ലാതെ, ഈ പറഞ്ഞു പഠിപ്പിച്ച കെട്ടുകഥകളിലൂടെ അല്ലാതെ ഒരു കുത്തുകൂട്ടി എന്റെ ഞാൻ എപ്പോഴും പറഞ്ഞു. എന്റെ കൂടെ ഒരു മാറ്റുണ്ട്. ധ്യാന കേന്ദ്രത്തിൽ പോയാൽ നൊന്തി നടക്കുന്ന കാല് നടന്നിരുന്ന കാല് നല്ല നേരായി പോയി എന്നാണ്. ഞാൻ മൂപ്പരുടെ മുമ്പിൽ ഒരു നൂല് പിരിച്ചു വെച്ചു. നിങ്ങള് 10 കൊല്ലം ധ്യാനിച്ച് ഈ നൂലിന്റെ വളവൊന്ന് മുറുക്കി തന്നാൽ നാളെ ഞാൻ ചേതനാണെന്നോ, നാളെ ഞാൻ വിളപ്പാണ്. അപ്പോൾ ഈ മാഷോടെ എന്ത് പറഞ്ഞിട്ടുണ്ടായില്ല. അതാണ് ഈ അത്തരം പൊട്ടത്തരം പറഞ്ഞ് നമ്മളെ പഠിച്ചവൻ പറഞ്ഞ് നിരക്കാൻ വേണ്ട. അല്ലാഹു അങ്ങനെ പറഞ്ഞിട്ടില്ല. അതാണ് മലിക്കുൽ ഖുദ്ദൂസിൽ അസീസുൽ ഹകീം എന്ന് പറഞ്ഞാൽ ലോകത്തെ സർവ്വ വസ്തുക്കളും അല്ലാഹുവിന്റെ തസ്ബീഹിലാണെന്ന് പറഞ്ഞാൽ അവയൊക്കെ സുബ്ഹാനല്ലാഹ് 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 എന്ന് പറഞ്ഞ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു എന്നല്ല അതിന്റെ അർത്ഥം. സസ്യങ്ങൾ അതിന്റെ ഇലയിൽ നിന്ന് അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുത്ത് ഫോട്ടോസിന്തസിസ് പ്രക്രിയയിലൂടെ സൂര്യപ്രകാശത്തിന്റെ സഹായത്തോടുകൂടി ഓക്സിജൻ പുറത്തേക്ക് വിടുക എന്ന് പറയുന്ന അതിന്റെ ഒരു ധർമ്മം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. അതതിന്റെ തസ്ബീഹിലേക്ക് കൊണ്ടിരിക്കുന്നത്. മനുഷ്യന്റെ ഇടപെടലുകളോ കണ്ടെത്തലുകളോ സഹായമോ ഒന്നും കൂടാതെ ആ വായു പൂക്കളിൽ പരാഗണം നടത്തുന്നു. അത് ആ വായു ചെയ്യുന്ന ഒരു തസ്ബീഹാണ്, ഒരു തസ്ബീഹ്. ഇങ്ങനെ ഞാൻ പറഞ്ഞെങ്കിൽ വിഷയം പിന്നെ പോകും. അതുകൊണ്ട് ആ വിഷയത്തിലേക്ക് പോകുന്നു. അപ്പൊ ഞാൻ പറയുന്നത് ഖുർആൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പോകുള്ളൂ. അതാണ് ഇതും ഖുർആൻ തന്നെയാണ്. എന്നാലും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ബക്കറയുടെ അർത്ഥമാണ്. ഇതും ഖുർആൻ തന്നെയാണെങ്കിലും അവിടുന്നാണ് ആഗ്രഹിക്കുന്നതെന്ന് എനിക്കറിയാം. അപ്പോ 2ാമത്തെ ആയത്തിൽ, ആ ജുമയുടെ 2ാമത്തെ ആയത്തിൽ, എന്നാൽ മനുഷ്യൻ അങ്ങനെ പ്രപഞ്ചത്തിലെ സർവ്വ വസ്തുക്കളും പോകുന്നത് പോലെ പ്രകൃതിയായുള്ള അതിന്റെ തസ്ബീഹിലായാൽ പോലെ മനുഷ്യൻ ഇച്ഛാശക്തിയുള്ള മനുഷ്യനാണ്. അവന് നാഗരികതകൾ നിർമ്മിക്കാനും ഇല്ലാതാക്കാനും നശിപ്പിക്കാനും കൂട്ടാനും കുറയ്ക്കാനും കഴിവുള്ള മനുഷ്യനാണ്. സംസ്കാരത്തെ സൃഷ്ടിക്കാനും നശിപ്പിക്കാനും കഴിവുള്ള മനുഷ്യനാണ്. അതുകൊണ്ട് കാലാകാലങ്ങളിൽ അവന് ഉത്ബോധനം കിട്ടേണ്ടതുണ്ട്. അതിന് ദൈവദൂതന്മാരും ദൈവത്തിന്റെ വേദങ്ങളും അവർക്ക് ആവശ്യമാണ്. എന്നിട്ട് ആ വേദങ്ങൾ പഠിപ്പിച്ച് മനസ്സിലാക്കിയെങ്കിലേ അവരുടെ തസ്ബീഹ് പൂർത്തിയാവുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൂതന്മാരിലൂടെ ഒരു വേദം അവരെ പഠിപ്പിക്കാൻ ദൂതനെയും വിട്ടുകൊണ്ട് അവർക്ക് ആ രൂപത്തിൽ അവരുടെ തസ്ബീഹ് നിർവഹിക്കട്ടെ എന്ന രീതിയിൽ അല്ലാഹു അവർക്ക് സഹായമായി കാലാകാലങ്ങളിൽ ദൈവദൂതന്മാരെയും വേദങ്ങളെയും കൊണ്ടയച്ചു എന്റെ 2ാമത്തെ വചനത്തിൽ പറഞ്ഞ് അവസാനിപ്പിച്ചു. അവിടെയാണ് നമ്മുടെ വിഷയം അവസാനിപ്പിച്ചത് കഴിഞ്ഞ ക്ലാസ്സിൽ. അവിടെ ബഖറയും അവസാനിപ്പിച്ചു. അല്ലദീന യുഅ്മിനൂന, അവർ സമാധാനം സ്ഥാപിക്കുന്നവരാണ്.
അമീന എന്ന് പറഞ്ഞാൽ സ്വയം സുരക്ഷിതനായി എന്നും സ്വയം സമാധാനിച്ചു എന്നും, മാമന എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് സമാധാനം ഉണ്ടാക്കിയെന്ന്. ഇബ്രാഹിം നസല എന്ന് പറഞ്ഞാൽ ഇറങ്ങിയെന്നും, അൻസല എന്ന് പറഞ്ഞാൽ ഇറക്കിയെന്നും. ഈ അഫ്വാല രൂപത്തിൽ ഫാല എന്നുള്ള ക്രിയയെ അഫ്വാല രൂപത്തിൽ വന്ന മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുന്നതല്ല. ഫാല സ്വയം ചെയ്തു, അഫ്വാല ഫഅല ഈ രൂപത്തിൽ വന്നാൽ മറ്റുള്ളവർക്കാണ്. ഇസ്ത വന്ന കൊലവിനാണ്, തേട്. ഇസ്തഫറ എന്ന പൊറുക്കല്ല, തേട്. ഫഅലയിൽ ഇസ്ത ചേർത്താൽ അത് ഭാഷാപരമായ കുറെ നിയമങ്ങളാണ്. അതിപ്പോ നിങ്ങൾക്ക് മനസ്സിലാകുന്നവർ ഉൾപ്പെടെ അല്ലാത്തവർ കേട്ടുപോകുക. എന്തോ മാഷ് പറഞ്ഞുള്ളത് മനസ്സിലാക്കാം. ഇസ്തമലാന്ന് പറഞ്ഞാൽ മുതാമത്തിന്റെ മായനയാണ്, സ്വയമായി തീരാണ്. ഇസ്തമാന്ന് പറഞ്ഞാൽ സ്വയം ഒരുമിച്ച് കൂടുകയാണ്, ഒരുമിച്ച് കൂട്ടുകയല്ല. ഇസ്തമല അതിൽ വന്നാൽ സ്വയം അതിന്റെ ആളായി മാറുക. ഇസ്തമാന്ന് പറഞ്ഞാൽ സ്വയം ഒരുമിച്ച് കൂടുകയാണ്, മറ്റുള്ളവരെ ഒരുമിച്ച് കൂട്ടുകയല്ല. അതിന് ജമ്മാനോ അജ്മാനോ പറഞ്ഞാലാണ് ഒരുമിച്ച് കൂട്ടുക. അലിമ എന്ന് പറഞ്ഞാൽ സ്വയം മനസ്സിലാക്കാനും, അല്ലമ എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കാനും, മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനാണ്. ഒരു ക്രിയയെ അതില് ചില മാറ്റങ്ങൾ വരുത്തുമ്പോൾ അർത്ഥത്തില് ബേസിക്കായ അർത്ഥത്തിൽ മാറ്റം വരില്ല, പക്ഷെ ക്രിയ കർമ്മത്തില് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചില വ്യത്യാസങ്ങൾ വരും. ബേസിക്കായ അർത്ഥത്തിൽ മാറ്റം വരില്ല. ജനബ എന്ന് പറഞ്ഞാൽ ബേസിക്കായ അർത്ഥം അകന്നു നിൽക്കുക. അതിന് അതല്ലാത്ത ചായ കുടിക്കാനുള്ള അർത്ഥം അതിന് വരില്ല. പിന്നെ ഈ ജനബ വിട്ടൊഴിഞ്ഞ് നിൽക്കുക, അകന്നു നിൽക്കുക എന്നല്ലാതെ ഇനി ആ ക്രിയക്ക് ചായ കുടിക്കാൻ അർത്ഥം വരില്ല. ജന്നബ എന്ന് പറഞ്ഞാൽ ഈ വിട്ടൊഴിഞ്ഞ് നിർത്താന്ന് വരും മറ്റുള്ളവര്. ഇജിതനബ എന്ന് പറഞ്ഞാൽ സ്വയം വിട്ടൊഴിയാന്ന് വരും. അജിനബ എന്ന് പറഞ്ഞാൽ മറ്റവരെ അതിൽ നിന്നും അടിച്ചു നിർത്താന്ന് വരും. ഇജിതനബ എന്ന് പറഞ്ഞാൽ വിട്ടൊഴിയാൻ ആവശ്യപ്പെടാന്ന് വരും. ഈ വിട്ടൊഴിയൽ അതിനെന്തായാലും വരും. എന്നാൽ നമ്മളെ വ്യാഖ്യാനം അങ്ങനെയല്ല. ജനബ എന്ന് പറയുന്ന ക്രിയക്ക് യാതൊരു ബന്ധമില്ലാത്ത അർത്ഥാണ് സ്ത്രീ പുരുഷ ബന്ധത്തിലൂടെ വലിയ ശുദ്ധിക്കാരനാകാൻ ആ അർത്ഥം അതിൽ കൊടുക്കുന്നത്. വൈകുണ്ഠം ചേരുമ്പോൾ നിങ്ങൾ വലിയ ഇതിന് സെക്സ് പറയുന്ന വിഷയമില്ല. ഇനി അതിനെ പറഞ്ഞാൽ കുറെ സെക്സ് പറയാൻ വേണ്ടി വന്ന ഗ്രന്ഥം. ഇത് സെക്സ് പഠിപ്പിക്കാനുള്ള ഗ്രന്ഥമല്ല. 13 സ്ഥലത്തേറ്റ ഒരു സെക്സ് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പറയുന്നല്ലേ വരൂ. വേറെ എന്തൊക്കെ പറയുന്നത് മനുഷ്യ വിമോചനത്തിന് വേണ്ട എന്തൊക്കെ കാര്യങ്ങൾ അല്ലാതെ പറയണം. അപ്പൊ ഞാൻ പറഞ്ഞത് ബേസിക്കായ ഒരു ക്രിയ, ആ ക്രിയക്ക് അതിന്റെ അടിസ്ഥാന റൂട്ട് അർത്ഥം ഉണ്ടാവും. ആ റൂട്ട് അർത്ഥം, റൂട്ട് അസിൽമാനാണ്. റൂട്ട് അർത്ഥത്തിൽ നിന്ന് വ്യതിചലിച്ച ഒരു അർത്ഥമാണ് അഹിൽ സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആളുകൾ ഖുർആനിന് കൊടുത്തത്. അതാണ് ഖുർആൻ തട്ടിമറിക്കാൻ ഒരു കാരണം. അപ്പൊ കല്ലക്ക് ആ അറബികൾക്ക് മനസ്സിലാകുന്ന അർത്ഥമുണ്ട്. ആ വേട് കേട്ടാൽ തക്ബീറത്തിൽ ഇഹ്റാം കൊണ്ട് തുടങ്ങി സലാമന്റെ അവസാനിച്ചിരുന്ന നിൽക്കലും ഇരിക്കലും കടക്കലും കുമ്പിടലും സുജൂദ് ചെയ്യലും ഒരുപാട് പ്രാർത്ഥനയും ദിക്റും ദുആയും ഒക്കെപ്പാട് അടങ്ങുന്ന ഒരു കർമ്മത്തിനാണ് സല്ല എന്ന് പറയാൻ അറബികൾക്ക് പരിചയമല്ല. പരിചയമില്ലാത്തതിനും വല്ല ചരിത്രത്തിനും തെളിവാൻ അതില്ലാത്തതുകൊണ്ടാണ് ജിബ്രീലിനെ കൊണ്ടുവന്നത് ഇത് പഠിപ്പിക്കാൻ. ഇന്നേ വരെ ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞില്ല, ഈ ജിബ്രീൽ വന്ന് പഠിപ്പിക്കുന്നത് വരെയുള്ള സ്ഥലത്തിന് എന്താ അറബികൾക്ക് അർത്ഥം മനസ്സിലായിരുന്നത്, നബിക്കെന്തേ മനസ്സിലായിരുന്നത്, അത് ഇവർക്കറിയില്ല, അത് ഇവർ പറഞ്ഞിട്ടില്ല. ജിബ്രീൽ വന്ന് പഠിപ്പിക്കുന്നത് വരെ നബിക്ക് സ്വല്ല എന്ന് പറഞ്ഞാൽ നബിക്കോ സഹാബത്തിനോ അറബികൾക്കോ എന്തർത്ഥമാണ് മനസ്സിലായിരുന്നത്, അത് പറയുന്നത്. ഈ 8നോ 9നോ ഹിജ്റ അല്ല മിഅ്റാജ് 8നോ 9നോ നബുവത്തിന്റെ 8നോ 9നോ 7നോ തർക്കമുണ്ട്. രണ്ട് മിഅ്റാജ് പോലും കാട്ടുണ്ട്. അതിന്റെ തർക്കം തീർക്കാൻ വേണ്ടിയിട്ട് അത് വേറെ അതിന്റെ ഉദ്ദേശമുണ്ട്. 2 മിഅ്റാജുണ്ട്, അതിന്റെ കാര്യം വേറെ അതിനെ വേണം. ഇവരുടെ കളിയൊക്കെ കാട്ടിയിട്ട് ഇതൊക്കെ പറഞ്ഞാല് നിങ്ങൾ പോലെ ഓട്ടി തന്നെ അത്രമാത്രം വിടുന്ന വീടുകളുണ്ട്. ഇപ്പോഴുള്ള ആൾക്കാർ പാടുന്നതാണ്, ഇതിനെ തിരിച്ചു വിട്ടതാണ്. ഞാൻ പണ്ട് പറഞ്ഞു നിങ്ങളോട് ഉദാഹരണം. പണ്ട് ഈ കാളവണ്ടികളെ അങ്ങാടിയിൽ പോകുമ്പോ കാളവണ്ടി ആറ്റുന്ന ആൾക്കാരൊക്കെ ഉറങ്ങണം. കാരണം വീട്ടിലും പുറപ്പെട്ട നേരം വെളുപ്പത്തിന് അങ്ങാടിയിലെത്തും. മുന്നിലെ ആൾ മാത്രമേ ഉറങ്ങാത്തുള്ളൂ. അതിലൊരു വെള്ളവനം ചെയ്ത് മുന്നിലത്തെ കാളവണ്ടിനെ തിരിച്ചു വിട്ടു. നേരം വെളുത്ത് നോക്കിയപ്പോ പുറപ്പെട്ട തന്നെ കാളവണ്ടികൾ ഇന്ന പോലെ ഈ കൗമിനെ തിരിച്ചു വിട്ടു. ഇതൊക്കെ ഇങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നു. നല്ല ഒരു പുരോഗതിയിലേക്ക് ഈ സമൂഹം നീങ്ങിയത്.
എവിടെ നിന്ന് പോയി മുസ്ലിങ്ങളുടെ ഈ അവസ്ഥ? അതിനെ പോകണം, വിഷയം പോകണം, അതിനെ പറയും. അപ്പൊ ഞാൻ പറയുന്നത്, സല്ല എന്ന് പറയുന്ന ഈ പദത്തിന് അറബികൾക്ക് എന്താ അർത്ഥം മനസ്സിലായി? അറബികൾക്ക് ആ പദത്തിനൊരു അർത്ഥം മനസ്സിലായില്ലല്ലോ. അതെന്താണ്? ഈ ജിബ്രീലും എന്താ കഥകാലൊക്കെ ഒരാളിങ്ങനെ പോവുക, ഒരാളിങ്ങനെ ഏഴാനാകാനും ഇങ്ങനെ കുട്ടികൾക്ക് അറിയാതെ എന്തൊക്കെ പോയി വാ ഈ ആകാശത്തിൽ ഓരോന്നിങ്ങനെ ഓരോരുത്തരിങ്ങനെ മരിച്ചുപോയ മനുഷ്യന്മാർ എവിടുന്ന് വരുന്നു? ഇതൊക്കെ ഈ സോളസ്റ്റിസ് എന്ന് പറയുന്ന മതത്തിലുണ്ട്. അവരെ നേതാവ് കുതിരപ്പുറത്ത് പോയൊരു കഥയുണ്ട്, അവിടുന്ന് കണ്ടെടുത്ത കഥയുണ്ട്. സോളസ്റ്റിയൻ എന്ന് പറയുന്ന ഒരു മതനേതാവ് പ്രവാചകനാണ്. അവൻ ഈ കഥ പറയുന്നത്. ഇപ്പോഴത്തെ മതം എന്ന് പറയുമ്പോൾ തനി ജൂത, ക്രൈസ്തവ, സോളസ്റ്റിയ, ഹൈന്ദവ മതത്തിന്റെ ഒരു സങ്കരാണ് ഇസ്ലാം. അതിന്റെ ഒരു സങ്കര മതമാണ് ഇസ്ലാം. അതിന്റെ ഇടയിൽ ഞാൻ വിട്ടുപോകുന്നു ചേർത്തിട്ട് വിഷയത്തിന്റെ വ്യതിചലിച്ചിട്ട് ഒരു കാര്യം ഞാൻ എവിടെയോ പറഞ്ഞിട്ടുണ്ട്. നബിനെ ഈമാൻ ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നബിനെ ഈമാൻ ചെയ്യണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റാണ്. നബിനെ ഇത്തിബാഅ് ചെയ്യണ്ടെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഞാനതൊന്നും ചിലപ്പോൾ പ്രസംഗത്തിൽ മറന്നുപോകും. പറയണമെന്ന് ഞാൻ ഓർത്തു പോകുന്നതാണ്. മുഹമ്മദിനെ ഈമാൻ ചെയ്യണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നബിനെ ഈമാൻ ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടില്ല. നബിനെ ഇത്തിബാഅ് ചെയ്യണ്ട എന്നാണ്. അങ്ങനെ ഞാൻ വാക്കിൽ വന്നിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുന്നത് എന്റെ തെറ്റാണ്. ഇത്തിബാഅ് ചെയ്യേണ്ടത് അല്ല, ഇതാഅത്ത് ചെയ്യേണ്ടത് റസൂലിനെയാണ്, നബിനെയല്ല. നബിനെയല്ല ഇതാഅത്ത് ചെയ്യേണ്ടത് റസൂലിനെയാണ്. അത് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ച വലിയൊരു വിഷയമാണ്. ഇനി ബാക്കി ആ പുസ്തകത്തിലുണ്ട്, ബാക്കി അറിയണമെങ്കിൽ എന്തുകൊണ്ടാണ് നബിനെ ഇതാഅത്ത് ചെയ്യേണ്ട, റസൂലിനെയാണ് ഇതാഅത്ത് ചെയ്യേണ്ടത് എന്ന് പറയാനുള്ള കാരണമാണ്. അപ്പൊ ഞാൻ പറയുന്നത് ഒരു വേർഡിന്, അടിസ്ഥാന വേർഡ് ആ അമിന എന്ന് പറഞ്ഞാൽ, അപ്പൊ അമിൻതും വിൽക്കുമല്ലാത്ത ഭൂമി നിങ്ങളെയും കൊണ്ട് റാഞ്ചി കളയുമെന്ന് നിങ്ങൾക്ക് എന്ത് സമാധാനമാണുള്ളത്? അമിന. ആ അമിന എന്ന് പറയുന്ന ക്രിയയിൽ നിന്ന് അഫഅല എന്ന രൂപത്തിൽ ഉണ്ടാക്കിയതാണ് ആമന. മറ്റുള്ളവർക്ക് അങ്ങ് കൊടുക്കുക. വിശ്വാസമില്ല. വിശ്വാസത്തിനെ ആരെങ്കിലും വിശ്വസിക്കാലോ. അല്ലാഹ് വിശ്വസിക്കുക, ജിബ്രീൽ വിശ്വസിക്കുക, മൂസ മുഹമ്മദ് നബി വിശ്വസിക്കുക, നബിമാരെ ഒരുപാട് വിശ്വസിക്കുക. വിശ്വാസമില്ല. ആ വിശ്വസിച്ചുകൊണ്ട് സമൂഹത്തിൽ അന്നുണ്ടാക്കി തീർക്കുക. അതാണ് അല്ലദീന യുഅ്മിനൂന. അവർ സമൂഹത്തിൽ ഈ ആശയത്തെ ഉൾക്കൊണ്ടുകൊണ്ട് സമാധാനമുണ്ടാക്കുന്നവരാണ്. എന്തുകൊണ്ടാണ് അവർ സമാധാനം ഉണ്ടാക്കുക? ബിൽ വൈബ് കൊണ്ട്, ദൈവികമായ വ്യവസ്ഥിതി കൊണ്ട്, ദൈവികമായ നിയമങ്ങൾ കൊണ്ടാണ് അവർ, ആയത്ത് കൊണ്ടാണ്. വൈബ്, അതാണ് വൈബ്, അദൃശ്യ കാര്യമല്ല. അൽവൈബ് കൊണ്ട്, ദൈവികമായ നിയമങ്ങൾ വെച്ചുകൊണ്ട് അവർ സമൂഹത്തിൽ സമാധാനം സ്ഥാപിക്കുന്നവരാണ് ആ മുത്തഖികൾ. ഈ അൽവൈബ് എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ വന്ന ആയത്തുകളൊക്കെ വരുമ്പോൾ അത് വിശദീകരിക്കുക. അപ്പത്തങ്ങൾ ചോദിക്കുന്ന അതാണ് അതിന്റെ അർത്ഥം. ഒരായത്ത് പറഞ്ഞ് നിങ്ങളെ വളരെ കൺഫ്യൂസ് ആക്കുന്ന ഒരായത്ത് പറഞ്ഞ് ഞാൻ പറഞ്ഞുതരാം. അതെന്താന്ന് പറഞ്ഞാൽ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന സമൂഹങ്ങൾ, പെണ്ണുങ്ങളല്ല. ദൈവികമായ നിയമങ്ങൾക്ക് വഴിപ്പെട്ട് ജീവിക്കുന്ന സമൂഹങ്ങൾ. സംരക്ഷിക്കുന്ന സമൂഹങ്ങൾ, സൊസൈറ്റികൾ. എന്തിനെ? ദൈവികമായ വ്യവസ്ഥിതിയെ. എന്തുകൊണ്ട്? ബിമാ ഹഫിളല്ലാഹു, അതിനെ അല്ലാഹു സംരക്ഷിച്ചു എന്നതുകൊണ്ട്. അല്ലാതെ പെണ്ണുങ്ങളെ എന്തോ ഒന്ന് അല്ലാഹു സംരക്ഷിച്ചു എന്നതുകൊണ്ട് ഭർത്താവിന്റെ അഭാവത്തിൽ കാത്തു സൂക്ഷിക്കുന്ന പെണ്ണുങ്ങളും എന്നല്ല. അതെന്താ ആണുങ്ങളെ കാത്തു സൂക്ഷിക്കാത്തല്ല, പെണ്ണുങ്ങളോട് വിവേചനമില്ല. മാത്രമല്ല അല്ലാഹു സംരക്ഷിച്ച ഒരു സാധനത്തിന് പിന്നെ കേടുവരുത്താന്നുള്ളത് ലോകത്ത് ആരും വിചാരിച്ചാലും സാധിക്കില്ല. ഇത് സെക്യൂരിറ്റി അവരെയാണ് ഏറ്റെടുക്കുന്നത്. ഇതിന്റെ സെക്യൂരിറ്റി നമ്മളിവിടുത്തെ പോലീസല്ല. പോലീസാണെങ്കിൽ കട്ടുണ്ടോ? ഇത് ഏറ്റെടുത്ത സെക്യൂരിറ്റി ഏറ്റെടുത്തത് അള്ളാഹുവാണ്. അള്ളാഹു സെക്യൂരിറ്റി ഏറ്റെടുത്തത് ഒന്നിനും മാത്രമേ ഉള്ളൂ. ഇതാണ് അള്ളാഹു സെക്യൂരിറ്റി ഖുർആനിൽ ഏറ്റെടുത്തത്. ആ സെക്യൂരിറ്റി അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ അവന്റെ ആ വ്യവസ്ഥിതിയെ സംരക്ഷിക്കുന്ന സമൂഹങ്ങളും അതനുസരിച്ച് ജീവിക്കുന്ന സമൂഹങ്ങളും അത് വെച്ച് സമൂഹത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളും
അതാണ് അവിടെ പെണ്ണുങ്ങളല്ല, പെണ്ണുങ്ങളുടെ വ്യാഖ്യാനിച്ചപ്പോഴാണ് അരികാലും കവ്വാമുന അലനിസായി ബിമാ ഫളലല്ലാഹു ബഅദഹും അലാ ബഅദിഹിന്നല്ല, ബഅദഹും അലാ ബഅദിഹിന്നാണ്. രണ്ടും പുല്ലിങ്ങാണത്. ഒരു സമൂഹത്തിലെ ഉന്നതനും ഭാര്യമായ ധീരന്മാരായ ആളുകളും നല്ല ശക്തരായ ആളുകളുമാണ് അവരുടെ ദുർബലരായ ജനവിഭാഗത്തെ നയിക്കേണ്ടവർ. അവർക്ക് നേർമയി കാണിച്ചു കൊടുക്കണം, നേരെ നയിക്കേണ്ടവർ അവരാണ്, പെണ്ണുങ്ങളെയല്ല. അത് നമ്മൾ പറഞ്ഞ അവസാനിപ്പിക്കുക. ഇനി കുറെ വചനങ്ങൾ പറയാനുണ്ട്. അതിനുള്ള ഉദാൻ കുട്ടികൾ തലക്കെട്ടാൻ പോകുമ്പോൾ മനസ്സിലാവുന്നത് അതാണ്. അതിന്റെ പെണ്ണുങ്ങളാണ് ആണുങ്ങളാണല്ലോ അവർക്ക് സമ്പാദിക്കണം. നിങ്ങൾക്ക് ലോകം എന്താ അറിയാം, പെണ്ണുങ്ങളാണ് കൂടുതൽ. ഇസ്രായേലിലൊക്കെ വെറും പെണ്ണുങ്ങൾ തന്നെ. ഏത് കടയിൽ പോയി നോക്കിയാൽ ഒരു പെണ്ണല്ലാതെ ഇസ്രായേലിൽ കാണൂല. ആണുങ്ങൾ മുഴുവൻ ആയുധം ഉണ്ടാക്കാനാണ് വയ്ക്കണം. ഓരോ പണിയല്ല. ഒരൊറ്റ ആണായി പറഞ്ഞവരുണ്ട് ഓരോ ജോലി ആയുധം ഉണ്ടാക്കണം. ഇസ്രായേലിൽ പോയവരോടോ ഇസ്രായേലിന്റെ ചരിത്രം പറയുന്നവരോടൊക്കെ ചോദിച്ചാൽ മതി. ഏത് കടയിൽ പോയാലും പെണ്ണുങ്ങളാണ്. ലോകത്തിലെ പല രാജ്യങ്ങളിലും ഇപ്പോ അധ്വാനിക്കുന്നവർ പെണ്ണുങ്ങളാണ്. പിന്നെന്താ ഒബിമാപ്പൂ എന്ന് പറയുന്ന ആണുങ്ങളെ ചെലവഴിക്കണമെന്ന് പറയുന്നത്. ഇങ്ങനത്തെ ഒരു രോഗം വരുന്നത് അല്ലാത്തറിയില്ല. ഒബിമാപ്പൂ എന്ന് പറഞ്ഞപ്പോ പെണ്ണുങ്ങളാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ജോലിയെടുക്കുന്നവർ, സമ്പാദിക്കുന്നവർ. നമ്മുടെ ഈ കേരളത്തില് അല്ലെങ്കിൽ ഇന്ത്യയില് വിധേയമായി കഴിയുന്ന ഒരു പെൺ സംസ്കാരം പഠിപ്പിച്ച് ഈ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സീരിയലും പഠിപ്പിച്ച്, പണ്ടൊക്കെ ആണെങ്കിൽ മാസികളില് കുറച്ച് തുടർ നോവലുകൾ വരും. പെണ്ണുങ്ങളെ കരയാനായിട്ട് ജനതയായി എന്നിട്ട് ഇതും വായിച്ച് കരഞ്ഞെങ്ങനെ കൂടിയിരിക്കണം. അങ്ങനത്തെ ഈ പെണ്ണുങ്ങളുടെ സംസ്കാരങ്ങൾക്ക് ലോകത്താണെന്ന് മനസ്സിലാക്കണം. ഇപ്പോഴത്തെ ആ നോവലിൽ സ്ഥാനത്ത് സീരിയലാണ് കയറിക്കുന്നത്. എന്നിട്ട് ഒരു അധമഭാവം ഈ സ്ത്രീകളിൽ വളർത്തിയെടുക്കുക. ഈ മീഡിയ ഇതൊക്കെ യൂറോപ്പിയുടെ സൃഷ്ടികളാണ്. അറിഞ്ഞോ അറിയാതെയോ ഒന്നും മടുക്കുമ്പോ വേറൊന്ന് വരും. സൂര്യ മടുക്കുമ്പോ ഏഷ്യാനെറ്റ് വരും. ഇത് ജനം നമുക്ക് മടുത്ത ഒരു വേറൊന്ന് കൊണ്ടുവരും. ഇതിന്റെയൊക്കെ പിന്നിൽ വളരെ ആസൂത്രിതമായ പ്രവർത്തനങ്ങളുണ്ട്. അതൊക്കെ കണ്ട് മനസ്സിലാക്കി ഇതൊക്കെ കാണണം. ഈ ഓളം തള്ളുന്നതൊക്കെ മീനാന്ന് വിചാരിക്കണ്ട. അത് മുഴുവനൊന്നും മീനല്ല. ഓളം പെട്ടുന്നത് മുഴുവൻ മീനാണ് നമ്മുടെ വിചാരം. അത് മീനല്ല. ഈ കാണുന്നതൊന്നും ഇസ്ലാമിന്റെ അനുഭൂതികളോ മാനവരാശികളോ ഗുണകാംക്ഷികളോ അല്ല. ഓരോ വാർത്തകളും വായിക്കുമ്പോൾ അതിന്റെ പിന്നീട് വേറൊന്നുണ്ട്. അതിന് മനസ്സിലാക്കണം. ഈ വാർത്ത അങ്ങനെ വായിക്കുന്നത് അപ്പടി വിളിക്കുന്നത് ശരിയാന്ന് വിചാരിച്ചിട്ട് അല്ല. അപ്പൊ ഞാൻ പറഞ്ഞത് വിഷയത്തിലേക്ക് വരാം. അപ്പൊ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി, ദൈവികമായ വചനങ്ങളും അവന്റെ ആയത്തുകളും ഉപയോഗിച്ചുകൊണ്ട് സമൂഹത്തിൽ സമാധാനം സ്ഥാപിക്കുകയും വയുഖീമൂന സ്വലാത്ത, അങ്ങനെ ദൈവിക വ്യവസ്ഥ ഇവരെ സ്ഥാപിക്കുകയും വമിമ്മാ റസഖ്നാഹും, നാം അവർക്ക് നൽകിയതിൽ നിന്ന് യുൻഫിഖൂൻ, അവർ ഓപ്പനാക്കിയിടുന്നവരുമാണ്, തുറന്നിടുന്നവരുമാണ്. ചിലവഴിക്കുന്നവരാണ് നിർത്തോളി, അത് കുഴപ്പമില്ല. അങ്ങനെയല്ലാത്തുണ്ട്. ചിലവഴിക്കാന്ന് പറഞ്ഞാൽ തന്നെ ആർക്കും കൊടുക്കാൻ വിൽക്കാൻ പറ്റുന്ന രൂപത്തിലാക്കിയില്ല. അതന്നെയാണ് നഫക്കാണ് ഓട്ടോ. അതാണ് മുനാഫിക്ക്. എന്താണ് മുനാഫിക്ക്? ഓട്ട തുറക്കുന്ന ആളുകൾ. ഈ നഫക്ക എന്ന് പറയുന്ന പോലെ അത് ഓപ്പൺ ആക്കിയില്ല. സ്വതന്ത്ര എല്ലാവർക്കും കിട്ടത്തക്ക രൂപത്തിൽ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ ഓപ്പൺ ആക്കിയില്ല. ഇത് സ്വകാര്യമാക്കി വെച്ചിട്ടാണ്. എല്ലാവരും ബ്ലോക്ക് ആക്കി വെച്ചിട്ടാണ്. ഒരാൾ കോടികളുടെ ഉടമയാവുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ അപ്പുറത്ത് ദുരിതം അനുഭവിക്കേണ്ടി വരും എന്ന് വരാൻ ചെയ്യുന്നില്ല. ഏതുപോലെ നമ്മുടെ ശരീരത്തിൽ ചില ഭാഗങ്ങൾ കടിച്ചാൽ അത് ഈ ശരീരത്തിന് കേടാ, ക്യാൻസറാണത്. ഓരോരുത്തർ കഴിക്കാൻ പറ്റൂല. നമ്മുടെ ശരീരത്തിൽ ചില മുഴകൾ ചില ഭാഗത്ത് മാത്രം കഴിക്കാൻ പറ്റൂല. അത് ഒരു മനുഷ്യ വിമോചനം പറയുന്ന ഗ്രന്ഥം. അത് എത്രമാത്രം നിങ്ങളോട് എനിക്ക് പറയാൻ കഴിയും. എന്താ കൂടാതെ നമ്മുടെ ശരീരത്തിൽ രക്തം അരിച്ച് വളരെ സ്മൂത്തായിട്ട് ഓടുന്നുണ്ട്. അത് ബ്ലോക്കായാൻ പാടില്ല. ചിലർക്ക് ബ്ലോക്കായ പ്രശ്നം. ചിലർക്ക് ബ്ലോക്കായ പിന്നെ ആ തടിയില്ല. ആ തടി കൊണ്ടേ കുഴിച്ചിടാം. അത് ബ്ലോക്കാകാൻ പാടില്ല. അതാണ് ഈ കൈലായക്കൂല ദുബലക്കം പൈനൽ അവിനെയായ ഗുലാമാണ്. പണക്കാർക്കിടയിൽ മാത്രം ഒരുമിച്ച് കൂടുന്ന ഒരു ദൗലത്ത്, ഒരു കിങ്ഡം, ഒരു സാമ്രാജ്യമായി ഇത് ചുരുങ്ങാൻ പാടില്ല. പണം എന്ന് പറഞ്ഞ കൂടാൻ ദൗലത്ത് എന്ന നല്ലതാണ്. ദുബലത്ത് കിങ്ഡം. ഹിന്ദു ദൗലത്തിൽ ഇന്ത്യ ഒരു കിങ്ഡമാണ്, ഒരു സാമ്രാജ്യമാണ്. അതാണ് ദുബല്. ഒരു കിങ്ഡമായിട്ട് ഒരു കറങ്ങുന്ന, അവിടെ മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒരു വസ്തുവാകാൻ പാടില്ല. ഏതുപോലെ ശരീരത്തിലെ ചില ഭാഗത്ത് മാത്രം മുഴ വരാൻ പാടില്ല. മുഴ വന്നാൽ പിന്നെ പ്രശ്നമാണ്.
ആ തടിക്ക് പിന്നെ മുന്നോട്ട് പോകാൻ കഴിയില്ല. അതാ ഞാൻ പറഞ്ഞത്, സമ്പത്ത് ഒരു ഭാഗത്ത് കോടികൾ കുമിഞ്ഞു കൂടുമ്പോൾ അത് രാജ്യത്ത് 1, 2, 3, 4, 5, 10 ലക്ഷങ്ങൾ അതിന്റെ പേരിൽ ദുരിതമനുഭവിക്കേണ്ടി വരും. ഏതുപോലെ ശരീരത്തിൽ ഒരു ഭാഗം കടിച്ചാൽ അത് ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങൾക്ക് കയറാം. ആ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങൾക്ക് ബാലൻസ് കിട്ടൂല. ശരീരത്തിലെ രക്തം ഒഴുകിക്കൊണ്ടിരിക്കണം. അതിൽ ചില സ്ഥലത്ത് ചില പ്രത്യേക സ്ഥലങ്ങളിൽ ബ്ലോക്കായാൽ അത് പ്രശ്നമാണ്. എന്താ പുരാൻ പറഞ്ഞിട്ട് ഈ കൈലായൂല ദുവരത്തം പൈനൽ ആ ഒരു ഒറ്റ ആയത്തിൽ നിന്ന് ലോകത്ത് ഒരു ബുക്ക് എഴുതാം. ആ ഒരു പുതിയ ആയത്ത് അതാ ഖുർആൻ മീസാനാണെന്ന് പറഞ്ഞത്. ബാലൻസ്ഡാണ്. ഖുർആൻ മീസാനാണെന്ന് പറഞ്ഞു. ബാലൻസ്ഡാണത്. നമ്മുടെ ശരീരത്തില് ഒരു ബാലൻസ് ഉണ്ട്. ഷുഗർ, പ്രഷർ, ഷുഗർ അത് ബാലൻസാണ്. അത് തെറ്റാ പ്രശ്നം. പ്രഷർ എത്ര പറ്റിയത് ബാലൻസാണ്. അതൊന്ന് ലേശം താഴോട്ടോ മേലോട്ടോ വന്ന പ്രശ്നം. ഒരു ബാലൻസ് ഉണ്ട്. അതാണ് ഖുർആൻ ബാലൻസ്ഡാണെന്ന് പറഞ്ഞാൽ ഇതിന്റെ വിചാരത്തിലൊന്നുമില്ല. ഒരു മാനവരാശിക്കും ബാലൻസായി പോകാൻ പറ്റുന്ന എല്ലാം ഇതിലുണ്ട്. അതാ ഖുർആൻ പറഞ്ഞത് ഞാനിതൊരു ബാലൻസ് ആയിട്ട് പരമസത്യത്തോടുകൂടി ഈ അൽകിതാബിനെ ഒരു ബാലൻസ് ആയിക്കൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഇറക്കി തന്നിരിക്കുന്നു എന്ന് ഖുർആൻ പറഞ്ഞതാണ്. ഖുർആൻ ഒരു മനുഷ്യ വിമോചനമാണ് ഇതിന്റെ ലക്ഷ്യം. ഇത് വെറുതെ പാചകമല്ല. ഭയങ്കര ഗ്രന്ഥാണ്. ഇത് ഭയങ്കര ഗ്രന്ഥാണ് വെറുതെ. പിന്നെ എന്തുകൊണ്ട് ഇത് ഓശോന്റെ തിയറി വായിച്ചപ്പോൾ ആൾക്കാർക്ക് വിരോധില്ല. ഓശം എല്ലാവരും കൂടിയുണ്ട് ഓശം. ഞാൻ പറഞ്ഞു ആൾ ഭയങ്കര ജനിക്കുന്നത്. അത് ഞാൻ സംഭവിച്ചു. സത്യസന്ധമായിട്ട് അയാൾ കാര്യങ്ങൾ പറയുന്നത് ഓക്കെ. പക്ഷേ അതൊന്നും ഒരു മാനവരാശിയുടെ പ്രശ്നങ്ങളിലേക്ക് വരുന്നില്ല. സൂഫിസത്തിന്റെ ഒരു ഭാഗം പോലില്ല. അവനാന്റെ കഴിയും പറഞ്ഞിട്ട് പോകുകയാണത്. സ്വന്തത്തിന്റെ മോചനമല്ലാതെ മനുഷ്യന്റെ മോചനം അത് ഞാൻ കണ്ടില്ല. വായിച്ച് തള്ളി കുറയാതെ സ്വന്തത്തിന്റെ മോചനം പറയുന്നത് അത് ഭയങ്കര ജീനിയസാണ്. ഞാൻ സംഭവിച്ചു വളരെ ജീനിയസാണ്. ഭയങ്കര ഫോട്ടാണ് അയാളുടെ അങ്ങനെയൊക്കെ ശരി. അയാളെ വേഗത്തിൽ നല്ലപോലെ കൊണ്ടുവന്നതൊക്കെ ചെയ്യാം. പക്ഷേ അയാൾ ഒരു തരം ഭ്രാന്തമായ സ്വന്തം ശരീരത്തിന്റെ ഒരു മോചനത്തെ കുറിച്ചല്ലാതെ സൂഫിസത്തിന്റെ ആ ഒരു തിയറിയല്ലാതെ സമൂഹത്തിലേക്ക് ഇറങ്ങി ആ സമൂഹത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടുകൊണ്ട് അവർക്ക് വിമോചനങ്ങൾ ചെയ്യുന്ന, അവർക്ക് വിമോചനം കാണിച്ചു കൊടുക്കുന്ന ഒരു പ്രത്യയശാസ്ത്രം ഞാൻ അതിൽ കണ്ടില്ല. നിങ്ങൾ കണ്ടോ എനിക്കറിയില്ല. എന്നോട് പലരും ചോദിച്ചു ഓശം അങ്ങനെയുണ്ട്. ഓശം കുഴപ്പമില്ല. അത് ഇന്ത്യയിൽ വന്നിട്ട് എത്ര യൂസ് ചെയ്തിട്ട് സത്യസന്ധമായിട്ട് കാശൊന്നും ഉണ്ടാകില്ല. മൊബൈൽ വന്നിട്ട് ഇന്ത്യയിൽ വന്നിട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ വാഹനം വിളിച്ചത് ആൾക്കാരെ പിന്നാലെ വിളിച്ചാൽ പോലീസെന്നാണ് ഒന്നിട്ട് ആൾക്ക് അറിയണം അവിടെ. അപ്പൊ അതാണ് ഇങ്ങനെ സ്വന്തത്തിന്റെ മോചനം. അത് അയാൾ സ്വന്തത്തിന്റെ മോചനത്തെ കുറിച്ച് സ്വന്തത്തിന്റെ സ്വയം വിമോചനം, സ്വയം മോക്ഷത്തെ കുറിച്ച് സ്വയം മോക്ഷം എങ്ങനെ കിട്ടുമെന്ന് അയാൾ ചിന്തിച്ചുള്ളൂ. സമൂഹത്തിന്റെ മോക്ഷം എങ്ങനെ കിട്ടും, സമൂഹത്തിന് എങ്ങനെ മോക്ഷം ലഭിക്കാം എന്നതിനെ കുറിച്ച് അയാൾ പറഞ്ഞില്ല. ഞാൻ വരികളിലൂടെ ഒരുപാട് വായിച്ചു നോക്കി. പക്ഷേ സമൂഹത്തിന്റെ മോക്ഷത്തെക്കുറിച്ച്, ദുരിതം അനുഭവിക്കുന്നവന്റെ മോക്ഷത്തെക്കുറിച്ച്, കഷ്ടത അനുഭവിക്കുന്നവന്റെ മോക്ഷത്തെക്കുറിച്ച്, അറിവില്ലാത്തവന് അറിവ് കൊടുക്കുന്നവന്റെ മോക്ഷത്തെക്കുറിച്ച് ആ വരികളിൽ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടവൻ അറിയുന്നത് കുറ്റം പറയില്ല. ഞാൻ വായിച്ചത് കണ്ടില്ല. ഞാൻ വായിച്ചതുപോലെ എനിക്ക് മനസ്സിലായത് അയാള് സ്വന്തത്തിന്റെ ഒരു മോക്ഷത്തെക്കുറിച്ച് എങ്ങനെ പറയാമെന്നാണ് അയാളെ കണ്ടത്. വായിച്ചോടുണ്ടെങ്കിൽ അതിൽ വിരുദ്ധമായ അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം. അവിടെ ഞാൻ പല വേദഗ്രന്ഥങ്ങളുടെയും കൂട്ടത്തിൽ ഈ വേദഗ്രന്ഥത്തിൽ അങ്ങനെ ഇപ്പൊ നമ്മൾ ഈ മലയാള പരിഭാഷ വായിച്ചിട്ട് ഒരു വേദഗ്രന്ഥം വായിച്ചിട്ട് ഇറങ്ങി പോകുന്നത് പോലെയല്ല. അതാണ് പറയുന്നത്. ഖുർആനിന്റെ ആശയ സമ്പൂർണ്ണതയിലേക്ക് ഇറങ്ങിക്കൊണ്ട് ഖുർആൻ വായിക്കണം. ഇപ്പൊ നമ്മൾ മലയാള പരിഭാഷ നമ്മുടെ കയ്യിൽ തന്നാലേ ഒരു പാരഗ്രാഫ് വായിച്ചിട്ട് ഞാൻ പിന്നെ വരാൻ പറയും. ഇന്നലെ ഞാൻ 4:43 തലക്കെടുത്ത് അർത്ഥം പറയുക. കക്കൂസിൽ പോയിട്ട് മലപ്പുറം എടുത്ത് അവിടെ നിന്ന് തുറക്കാതെ കയ്യും മുഖം തുറക്കേണ്ട ആയപ്പോൾ പെട്ടെന്ന് വായിക്കാൻ പറഞ്ഞു. ഞാൻ പോകാൻ തൊഴിലൊന്ന് പോയിട്ടായിരുന്നു. തുടർന്ന് വായിക്കാൻ കഴിയില്ല. എങ്ങനെ ചിന്തിക്കാതെ നിങ്ങളിൽ നിന്ന് ആരെങ്കിലും മലമൂത്ര വിസർജനം ചെയ്ത് കഴിഞ്ഞു വന്നാൽ അവന് വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ അവൻ ശുദ്ധമായ മണ്ണ് തെരഞ്ഞു പോയിട്ട് അവന്റെ മുഖവും കൈയും അതുകൊണ്ട് തുറക്കട്ടെ. നല്ല കാര്യമായിരിക്കും. വ്യാഖ്യാനം ഇതാണ് മനുഷ്യന്റെ ബുദ്ധിക്ക് യുക്തിക്ക്. അവർ പറഞ്ഞ പോലെ യുക്തി ചോദിക്കണ്ടാണ്.
ആദ്യം കത്തി വെച്ചാലാണ് യുക്തി പാടില്ല. ആദ്യം ഉസ്താദ് പറഞ്ഞാൽ യുക്തി പാടില്ല. അത് ഇന്നോട് പഠിക്കണ കാലത്തിന്റെ ഉസ്താദ് പറഞ്ഞത് യുക്തി പാടില്ലട്ടോ. യുക്തി ഒരു 2 പേജൊക്കെ വായിച്ചിട്ട് അവസാനം വല്ലാഹു അയലെന്ന് പറയും. അള്ളാഹറിയാനാണ് ഇത്രയും വായിക്കണം. ഉസ്താദിനെ ചോദിച്ചാൽ നിങ്ങൾ ഇന്ന വിളിക്കുന്ന പറയും, എനിക്ക് വേറെ പണിയുന്ന ആ യുക്തി ചോദിക്കാൻ പാടില്ല. എന്താ അതിലെ യുക്തി? ചോദിച്ചു പോകണം. അത് മാത്രം അതങ്ങൾ വിശ്വസിക്കാം. ബാക്കി കാര്യമില്ല. വിശ്വസിച്ചിട്ട് അങ്ങനെ വേളാമ്പലിനെ പോലെ ആകാശത്തൊക്കെ നോക്കി കൊടുത്തിട്ടൊക്കെ വരുവാണെങ്കിൽ ഒരു സാധനം അതല്ലെങ്കിലും കണ്ണ് ചീപ്പാൻ വേണ്ടി കാത്തുകൊണ്ടിരിക്കുക. പടത്തോന്നെ ഭൂമിക്കടിയിൽ ഉണ്ടിക്കൊണ്ടേക്ക് ചവിട്ടി കൂട്ടാൻ രണ്ട് മലക്കടിയും വിട്ടിട്ട് കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഈ അള്ളാഹുവിനെ കുറിച്ച് പറയും ഭയങ്കര കാരുണ്യവാനാണെന്ന്. ഇവന് ഒരു എടാമുറിക്ക് കൊണ്ടുപോയിട്ട് അതായത് അറബികളുടെ നീതിശാസ്ത്രമാണ് ദൈവത്തിന്റെ നീതിശാസ്ത്രം എന്നാണ് ഇവർ മനസ്സിലാക്കിയത്. ഇവർ പറഞ്ഞ സൗദി അല്ല ഇസ്ലാമിന്റെ ജനങ്ങൾക്ക് വരയ്ക്കണം. ഈ സൗദി സർക്കാരൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവരെ പറ്റി താല്പര്യം വേണ്ടി 4 നീതിയുള്ള ഒരു രാജ്യമാണ്. 4 നീതിയാണ് പൗരന്മാർക്ക് അവിടെ. നമുക്കൊരു നീതിയാണ് അവിടെ. ഇവിടുന്ന് ഞാൻ ഗൾഫിൽ പോകുമ്പോ ഏതെങ്കിലും ട്രാവൽ ചെയ്യാൻ എന്റെ കയ്യിൽ ഒരു കവർ തന്നു, അതിന് പൊടിയെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇന്നൊരാളെ ഏൽപ്പിക്കുന്നത് കോടതി അവിടെ സർക്കാർ പിടിച്ചു. അതിന്റെ നീതിയോ നീതിശാസ്ത്രമോ അവരുടെ വിഷയമല്ല, തലവെട്ടാം. അതിന്റെ ഒരു പിന്നിൽ നടന്ന കുറ്റാന്വേഷണമോ അതിന്റെ ശരീരത്തെ അന്വേഷിക്കലോ അവരുടെ ലക്ഷ്യമല്ല. 4, 5, 8, 10 കൊല്ലം അധ്വാനിച്ച് തന്റെ കാശ് മുഴുവൻ തന്റെ മകളുടെയും മക്കളുടെയും വിവാഹത്തിന് വേണ്ടി ഒരുമിച്ച് കൂട്ടി അതുകൊണ്ട് പോരുമ്പോൾ ആരെങ്കിലും പിടിച്ചു പറിക്കാൻ വന്നാൽ ഒരു ഉണ്ടു കൊടുത്ത് അവൻ മരിച്ചാൽ ഇവന്റെ സാഹചര്യമോ സന്ദർഭമോ ചോദ്യമില്ല. എന്നാൽ അവിടുത്തെ വ്യാജ ഭരണകൂടത്തിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അവന് നീതിയില്ല. അമേരിക്കക്കാരന് നീതി വേറെയാണ്. അവന് ട്രൗസറിട്ടോ പെണ്ണുങ്ങളുടെ തോളിൽ കൈയിട്ടോ എവിടേക്കും കേൾക്കല്ല. അവന് മറ്റേ വെള്ളം കൈ പിടിച്ച് തെരുവിലൂടെ നടക്കാം, പ്രശ്നമല്ല. വെള്ളം അടിച്ചിങ്ങനെ നടക്കണം. 4 നീതി നടക്കുന്ന ഒരു രാജ്യം ഇസ്ലാമിക രാജ്യം എങ്ങനെ പറയുമെന്നാണ് പറയുന്നത്. അമേരിക്ക നീതി ഭരണമല്ലാതെ അതാണ് ഇസ്ലാമിക ഭരണം. ഒരു നീതി നടപ്പാക്കാൻ, ഇസ്ലാമിന്റെ നീതി നടപ്പാക്കാൻ പോലും കഴിയാത്ത ഒരു രാജ്യം ഇസ്ലാമിക സർക്കാരാണെന്ന് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. 4 നീതിയാണ് അവിടെ. ലോകത്ത് ഒരു നീതിയേ ഉള്ളൂ. അതാണ് അവിടെയാണ് ഞാൻ പറഞ്ഞത്, അവിടെയാണ് ശിർക്ക് കാണുന്നത്. ഇവര് മഹിതിയെ കാക്കണമെന്ന് പറയില്ല ശിർക്ക്. അത് ചെറിയ ശിർക്കായെങ്കിലേ ഉള്ളൂ, അല്ലെങ്കിൽ അത് അന്ധവിശ്വാസം ആയെങ്കിലേ ഉള്ളൂ, അതൊരു അറിവില്ലായ്മയായെങ്കിലേ ഉള്ളൂ. ശരിയായ ശിർക്ക് എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഒരു വ്യവസ്ഥതയുണ്ട് ഇവിടെ. ആ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായ ഒന്നുകൂടി എഴുതിയുണ്ടാക്കലാണ് ശിർക്ക്. അതാ ശിർക്ക്. ക്രൈസ്തവനൊരു നീതി പാടില്ല, ഹൈന്ദവനൊരു നീതി പാടില്ല, മുസ്ലിമിനൊരു നീതി പാടില്ല, ജൂതനൊരു നീതി പാടില്ല. ലോകത്തൊരു നീതിയെ പാടുള്ളൂ. അതാണ് ദൈവികമായ നീതി. ആ നീതിക്ക് വിരുദ്ധമായി മറ്റൊരു നീതിശാസ്ത്രം ഇവിടെ ഉണ്ടാക്കുക, അത് ശിർക്കാണ്. അതാണ് ദുൽമാണെന്ന് പറഞ്ഞത്. ശിർക്ക് ദുൽമാണെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. ശിർക്ക് അക്രമമാണ്. അതാണ് ഇന്ന ശിർക്കല്ല ദുൽമന്നറിയും. ശിർക്ക് ഒരു അക്രമമാണ്. ഞാൻ മൊയ്യത്തിലേക്ക് പഠനം മുന്നോട്ട് പോകാൻ കഴിയില്ല. അവന് സഹായിക്കുന്നതിനെ കുറിച്ച് ആലോചനയുണ്ടോ? അതില്ല. വലിയ ഏറ്റിയാണ്. ഈ ഏറ്റി ആര് കണ്ടുപിടിക്കണം? ജൂതം കണ്ടുപിടിക്കണം. അതിന് എനിക്ക് പോയില്ല. പള്ളിയിൽ ഏറ്റ് വേണം. ഏറ്റി ആര് കണ്ടുപിടിക്കണം? ചേട്ടൻ കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കേണ്ടത് അത് നമ്മുടെ പണിയല്ല. നമ്മളത് അനുഭവിക്കുക. അള്ളാന്ന് പറഞ്ഞ അള്ളാഹ് നിയമത്തിൽ എന്താ ദൂരം ഇന്നതാകിയ ഈ ഭീകരമായ വിശ്വാസത്തിൽ നിന്ന് മുക്തമായ ഒരു ലോകമില്ലായിരുന്നെങ്കിൽ അതിൽ ഒരുപാട് ആളുകളെ കൊന്നുകളഞ്ഞു. അല്ലെങ്കിൽ 2000 വർഷം മുന്നിലായിരുന്ന ലോകം അതല്ലോ. ഒരുപാട് ചിന്തകന്മാരെയും മനുഷ്യസ്നേഹികളെയും ഒരു ചരിത്രത്തിൽ കൊന്നുകളഞ്ഞു. മൗലികളെ കൊന്നുകളഞ്ഞില്ലെങ്കിൽ ചരിത്രം അവിടെ കേരളത്തിന്റെ ചരിത്രത്തിൽ. അതായത് ഒരുപാട് മനുഷ്യസ്നേഹികളെ, പരിഷ്കർത്താക്കളെ, മനുഷ്യരുടെ അവകാശങ്ങളെ കുറിച്ച് സംസാരിച്ച ഒരുപാട് മനുഷ്യസ്നേഹികളെയും പരിഷ്കർത്താക്കളെയും ചിന്തകന്മാരെയും ഇവരെ കൊന്നുകളഞ്ഞില്ലായിരുന്നെങ്കിൽ ലോകം 2000 വർഷം മുന്നിലായിരുന്നു. ഈ വികലമായ മതവിശ്വാസത്തിന്റെ ആളുകളാണ് ഇന്ന് ലോകത്തെങ്കിൽ 2000 വർഷം പിറകിലായിരുന്നു. കാളവണ്ടി പോലും ലോകത്തുണ്ടാവുമായിരുന്നു. അതായിരുന്നു ലോകത്തിന്റെ അവസ്ഥ. ഇവരുടെ ഇതൊക്കെ കിട്ടിയിട്ട് ഇവരുടെ ജനങ്ങളെ കുറ്റമാണ്. ഇവരുടെ എന്തെങ്കിലും പറയുന്ന ആളുകളെ കൊന്നുകളയാം.
ഇങ്ങനെയുണ്ട് ഒരു മതം, ഇങ്ങനെ ഒരു മതം അല്ല. എന്റെ തന്നെ 2 മക്കള്, ഒരാളോട് പറയാം മറ്റാളെ കൊണ്ടിട്ട് വന്നാൽ എനിക്ക് സ്വർഗം തരാം. എന്ത് പഠിച്ചോണ ഞാൻ, എന്ത് പാപ്പയും ഞാൻ? എന്റെ തന്നെ മക്കളാണ്, എന്റെ തന്നെ മക്കൾ. ഒരാളോട് പറഞ്ഞ് പാൻറ്റിട്ടാൽ മതി, ഒരാളോട് പറഞ്ഞ് താടി വെച്ചാൽ മതി. ഇത് താടി വെച്ചതാണ്. ഏട്ടനോട് വരെ താടി വെച്ചാൽ, മാപ്പനോട് വരെ താടി വെക്കാം. രണ്ടും അങ്ങനെ, ഈ രണ്ടും സൃഷ്ടികളും ഉള്ളതെങ്കിൽ അങ്ങനത്തെ ആളാണ് നമുക്കറിയില്ല. എനിക്ക് പറഞ്ഞ ഞങ്ങൾക്ക് വേണ്ടി വിശ്വസിച്ചത്. ഇത് 2 കുട്ടികൾ. ഇത് ഒരാളോട് വരെ മക്കളെ കൊണ്ടിട്ട് വന്നാക്കിയാണ് എന്റെ മുളകട്ടത്തിനാണ്. ഞാനെന്ത് വാർത്തയാണ്, ഞാൻ വാർത്തയാണ്. ഇന്ന പോലെ മറ്റു സഹോദരന്റെ നാല് അനാവശ്യം പറഞ്ഞ് വാർത്തയാ സ്വർഗത്ത്. ഊഴിച്ച 4 അനാവശ്യം, കാപ്പറാക്കിക്കളാം, മുസ്ലിക്കാക്കിക്കളാം, മുർത്തലാക്കിക്കളാം. നാട്ടിൽ അവന്റെ കാണുന്നത് തെരുവിരിക്കുമ്പോൾ ഞാൻ പുറത്തേക്കെന്നെ ഇറങ്ങുന്നില്ല. ഈ മുസ്ലിക്കാക്കിന് കേട്ടിട്ട് ഇറങ്ങാറായിട്ട് ഏത് തെരുവിൽ പോയാലും എപി മറ്റത്, ഇപി മറ്റത്, ഈക്ക മറ്റത്, ഓരോ സ്വർഗത്തിലേക്ക് ഒന്നിലും നരകത്തിലേക്ക്. മുഹമ്മദ് നബിയോടെന്നെ പറഞ്ഞത് എന്നെ എന്താ ചെയ്യാൻ എനിക്കറിയില്ല എന്ന് പറയാൻ. മുഹമ്മദ് നബിയുടെ ഒന്നുമാണ് ഇന്ന എന്താ പലതും ചെയ്യാൻ എനിക്കറിയില്ല. സൂറത്ത് മുംതഹിന 9-ാമത്തെ വചനം, നീ പ്രഖ്യാപിക്കും മുഹമ്മദേ, മാ കുന്തു ബിദഅ്മിന റുസുൽ, ഞാൻ ദൂതന്മാരിൽ പുതിയവനല്ല. ലാ അദ്രി മാ യുഫഅലു ബി വലാ ബികും, എന്നെ എന്താണ് ചെയ്യാനെന്നോ നിങ്ങൾ എന്താ ചെയ്യാനോ എനിക്കറിയില്ല. എന്നിട്ട് ആ നബിയുടെ അനുയായികൾ തെരുവിലൂടെ കുറെ ആൾക്കാരെ സ്വർഗത്തിൽ, കുറെ ആൾക്കാരെ നരകത്തിലേക്കാക്കി മുസ്ലിക്കും കാപ്പിലാക്കി നടക്കുക. നമ്മളാദ്യം മുസ്ലിക്കാക്കാനുള്ള കാപ്പിലാക്കാൻ ആരാ സ്വർഗത്തിൽ ആരാ നരകത്തിലൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ പ്രസന്റായ നമ്മുടെ മുന്നിലൊരു ജീവിതത്തിൽ ആ ലൈഫിനെ കുറിച്ച് നമുക്ക് പറയാനും ചോദിച്ചു കാണുന്നത്. അതാണ് ഉമ്മാവിന്റെ അവനിക്കാണ്. ഇത് വെച്ചിട്ട് അവൻ ഐക്യന അവന്റെ ജീവിതത്തിലൂടെ അവനെ യാഥാർത്ഥ്യമായി കാണിച്ചു കൊടുക്കും. യഖീനാക്കുന്നത് ഇവരെന്താണ് യഖീന, എനിക്ക് ഉറപ്പാണുള്ളത്, ഉറപ്പ പരലോ ഉറപ്പ. എന്നിട്ട് പുറത്ത് വന്നിട്ട് പിന്നിപ്പോയി ഓഫീസറാണ്, ജില്ലയിലെ ഓഫീസറാണ്, മാത്രമെങ്കിലും കാര്യം പിന്നിപ്പോയി ഒരു 10,000 കഴിക്കാം. മരുന്ന് കമ്പനികളുടെ ഒത്താശ വാങ്ങിയിട്ട് കോടികൾ അവരെയൊക്കെ കൈക്കൂലി വാങ്ങിയിട്ടില്ല. രോഗികൾക്കെല്ലാം മരുന്ന് നൽകിക്കൊടുക്കുന്ന മാപ്പിള ഡോക്ടർ ഇവരെ നേരാക്കാനുള്ള പിന്നെ എങ്ങനെയെങ്കിലും ഒരു ചെറിയ ഗുളികളുടെ ആവശ്യമുണ്ടാവുള്ളൂ, 25 ഗുളികൾ. കാരണം പിന്നെ റെപ്രസെന്റേറ്റീവ് വന്നിട്ടുണ്ടാവും, ഇത്ര തരാൻ 4 വീട്ടിലേക്ക് എത്തിച്ചാൽ. എന്നിട്ട് പറയും എനിക്ക് പാർച്ചോന് ഭയങ്കര വിശ്വാസം. അല്ലാതെ പറഞ്ഞത് പറഞ്ഞോ എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഗതികൾ ഉണ്ടല്ലോ. ഈ സാധനങ്ങളെ മുഴുവൻ നിത്യരോഗത്തിലേക്ക് തള്ളിവിടുന്ന രോഗത്തിന് ഒരു മരുന്നിനെ ആവശ്യമുണ്ട്. ഒരു ഗുളിക കൊടുത്താൽ തന്നെ അത് മാറും. ചിലപ്പോൾ അതും വേണ്ടിയില്ല, കുറച്ച് ദിവസം കഴിഞ്ഞാൽ തന്നെ മാറിക്കോളും. അങ്ങനത്തെ ചെറിയ ഇത് കഴിഞ്ഞാൽ ഒരു 25 ഗുളിക ഇത് നാളെ മേഖല നോക്കി മരുന്ന് വെച്ചിട്ടുണ്ട്. ഈ വീട്ടിൽ വെച്ചിട്ട് ഞാൻ നടക്കിയ പാടും. അപ്പൊ അതാണ് ഇത് യഖീനാക്കണം. അവൻ ഈ യഖീനാക്കലുണ്ടോ, അതാണ് ഒരു വിഷയം. അപ്പൊ നിങ്ങൾക്ക് ഖുർആൻ എന്താ കുഴപ്പമുണ്ടോ? ഖുർആൻ ഇങ്ങനെയായ ഇത് പറ്റൂല, ഈ രാജ്യത്ത് പറ്റൂല. ഇല്ലെന്നും ഇപ്പൊ ചിലവർക്ക് ഈ നിക്കാറൊക്കെ പോയാൽ പിന്നെ എന്താ അങ്ങനെ. കാരണം ഓർക്ക് ബാക്കിയൊന്നുമില്ലേ, ജീവിതത്തിൽ ബാക്കിയൊന്നുമില്ല. അതുകൊണ്ട് ഇനിയിപ്പോ ഞങ്ങൾക്ക് എന്താ ഈ നിഗ്രഹത്തിൽ ജന്മമാണെന്നാണ്. കാരണം മൂല്യങ്ങളിലേക്ക് ഇപ്പം വരുന്നില്ല. ഇവന്റെ പ്രശ്നമല്ലാതെ അത് പഠിപ്പിക്കപ്പെട്ടിട്ടില്ല അവന്. അതുകൊണ്ട് ഇനിയിപ്പോ ഞങ്ങൾ എന്താണ് ജീവിതത്തിൽ മൂല്യങ്ങൾ പാലിച്ച് ജീവിക്കണ പ്രശ്നം. ഒന്ന് കുമ്പിടുള്ള പ്രശ്നം ഞങ്ങളുടെ വിചാരം. അതെനിക്കൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. രാത്രി 12 മണിക്ക് നീച്ച് കുടാനോദിച്ച് നിശ്ചയിക്കുന്ന ആളാണ്. നാട്ടുകാരെ മുഴുവൻ ശല്യം ചെയ്തിട്ട് മൈക്കിൽ വെച്ചിട്ട് സംസാരിച്ച് അത് 12 മണിക്ക് 2 മണിക്ക് നടക്കാം ആൾക്കാരെ ഉറങ്ങാനായിട്ടാണ്. അത് ഹൈറാമിന്റെ കാണുന്നതാണ്. എനിക്കതൊരു പ്രയാസമായിട്ട് തോന്നിയത്. പക്ഷെ ജീവിതത്തിലെ മൂല്യങ്ങൾ 1,00,000 രൂപ കിട്ടാനും അത് വേണ്ടെന്ന് വെക്കുക, അത് അന്യായമാണെന്ന് തോന്നിയപ്പോൾ അത് പ്രശ്നമാണ്. അവിടെ കൈകാലം നടക്കും. എന്താ പോലെ ലാശാണ്. ഒരു കാറ് വാങ്ങിയാല് കുട്ടികൾക്ക് അങ്ങനെ കാറ് വേണമെന്ന് പറയുന്നത് എന്താ പോലെ ലക്ഷം കിട്ടാനുണ്ട്. അത് എങ്ങനെ വേണം വേണ്ടേ? അവിടെയാണ് ഇവന്റെ വിശ്വാസം പരീക്ഷിക്കപ്പെടുന്ന രംഗം. അതാണ് ഞാൻ പറയുന്നത്. അവിടെ വിശ്വാസം ഉറച്ചു നിൽക്കാൻ കഴിയുന്നുണ്ടോ? അതാണ് വിശ്വാസം. അതവൻ കർമ്മത്തിലൂടെ തെളിയിക്കണം. ചിലവർക്ക് ഇതിൽ ഒന്നുമില്ല. അങ്ങനെ
ഈ ദിക്റും പോയാൽ നിങ്ങൾക്കാണ്. ഞാൻ പറഞ്ഞ ദിക്റ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളുണ്ട്. ലോകത്ത് 700 കോടി മനുഷ്യന്മാർക്ക് ഒക്കെ ദിക്റ് ചൊല്ലിക്കൊടുക്കുന്ന ഈ മോലേക്ക് ചോറാണുണ്ടാക്കുക. ചോറുണ്ടാക്കാൻ ഒരാൾ വേണ്ടേ? ഇവന് ഫാനിന്റെ ചോട്ടിലിരിക്കാൻ ഫാൻ ഉണ്ടാക്കാൻ ഒരാൾ വേണ്ടേ? ഇവന് AC-യുടെ ചോട്ടിലിരിക്കാൻ AC ഉണ്ടാക്കാൻ ഒരാൾ വേണ്ടേ? ഇവന് വിമാനത്തിൽ ഹജ്ജിന് പോകാൻ വിമാനം ഉണ്ടാക്കാൻ ഒരാൾ വേണ്ടേ? ഇവന് ടൈൽസിന്റെ പാത്രം പോയിരിക്കാൻ ടൈൽസ് കുഴിച്ചെടുക്കാൻ ഒരാൾ വേണ്ടേ? ഇതിന് ആൾ വേണ്ടേ? എല്ലാവരും ദിക്ർ ചൊല്ലിക്കൊണ്ടിരുന്ന ആരാണ് നോക്കുക? 1% ദിക്ർ ചൊല്ലി ഇരിക്കുന്നോണ്ട് ലോകത്ത് വലിയ അപകടമില്ല. പക്ഷെ ഇങ്ങനെ വിചാരിച്ചപ്പോൾ ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളും ദിക്ർ ചൊല്ലിക്കൊണ്ടിരുന്ന ഈ ലോകത്ത് പട്ടിണിയോട് പട്ടിണിയാകാൻ. അതാ ഞാൻ പറഞ്ഞത് വിജയം ചിലർ ഒരു പറയുന്നത് എന്താ അങ്ങനെ വിശ്വസിച്ചോട്ടെ, നമ്മളിപ്പോ നമ്മൾ സൈഡ് അപകടമാണ് ഒരു ദിക്ർ ചൊല്ലി. ഞാൻ പറഞ്ഞ പ്രശ്നമില്ല. എന്റെ സുഹൃത്ത് പറഞ്ഞതാ, മൂപ്പരെ കുട്ടി മകൾക്ക് 3ാമത്തെ കുട്ടിണ്ടായപ്പോ ജ്യോത്സ്യം വന്നത് 13ാമത്തെ കുട്ടിണ്ടായ അന്ന് മുതൽ ഇയാൾക്ക് അനുഗ്രഹം തുടങ്ങി. ജ്യോത്സ്യം പറഞ്ഞത് ആ കുട്ടിണ്ടായ അന്ന് മുതൽ അനുഗ്രഹം. അപ്പൊ ഞാൻ നിങ്ങളെ പറഞ്ഞു ഒരു വിശ്വസിച്ചോട്ടെ, നമ്മൾ കുഴപ്പമൊന്നുമില്ല. നാളെ നിങ്ങളുടെ മകളുടെ കുടുംബത്തിൽ ദുരിതം വരും. വരുമ്പോ പറയും ഒരു ജ്യോത്സ്യം വന്നിട്ട് പറയും വലിയേറ്റാണുള്ള പ്രശ്നം. അപ്പോഴേ നിങ്ങൾക്ക് വിവരമേ. ഒരു ജ്യോത്സ്യം വന്നിട്ട് പറയും വലിയപ്പയാണ് പ്രശ്നം. വലിയപ്പാനെ ശരിയാക്കിയാൽ ഈ കുടുംബത്തിലെ പ്രശ്നം തീരും എന്ന് പറയാൻ നമുക്ക് വരുമ്പോഴേ അത് പ്രശ്നം വരും. എന്നിട്ട് അന്ധവിശ്വാസികൾ അങ്ങനെ വിശ്വസിച്ചോട്ടെ, നമ്മൾക്കിപ്പോ എന്താ ഈ നിഷ്ക്രിയത്വം അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ ഈ സമൂഹത്തിന്റെ ജീർണതയായിരിക്കും ഫലം എന്നാ എനിക്ക് പറയാനുള്ളത്. ചിലർ അങ്ങനെ കേട്ടങ്ങനെ പോകും. കാപ്പൊക്കെ വളർന്നതാണ് കേട്ടോ. തന്റെ സുഹൃത്തിനോട് തന്നെ പറയാൻ കഴിയ ഞാൻ ഖുർആന്റെ ആളാണ്. ഖുർആനെ നല്ല ഗ്രന്ഥ തല വിശ്വസിക്കുന്നു. പേടി, മടി, ഭയം അതങ്ങനെ പോകാൻ അത് അവനാണ് വരുമ്പോഴാ പ്രശ്നം. ഞാൻ പറഞ്ഞുകൊണ്ട് വളരെ ഇഷ്ട സുഹൃത്ത് മുപ്പത്തേഴ് വിശ്വാസമല്ല. പിന്നെ നിങ്ങൾ പ്രതികരിച്ചില്ലേ കഴിയും. ഞാനിപ്പം തന്നെ പറഞ്ഞു അതൊക്കെ ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞു അങ്ങനെ ആയിക്കോട്ടെ, പ്രശ്നമില്ല. പക്ഷേ അത് അവനാണ് അടിക്ക് വരുമ്പോ പ്രശ്നമാവും. അപ്പോഴാ മുമ്പിൽ അത് സംഘടിപ്പിക്കാതെ വരും. അപ്പോഴാണ് ഇത് അന്ധവിശ്വാസികൾ അങ്ങനെ വിശ്വസിച്ചോണ്ട് നമ്മളിപ്പോ അതിലെന്തിനാ ഇടപെടണം? നമുക്ക് ബാധിക്കുന്നത് ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ നേരിട്ടോ അല്ലാതെയോ അതിന്റെ യുദ്ധഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരും. അത് ഞാൻ പറഞ്ഞല്ലോ, കുറ്റമറ്റ വികലമല്ലാത്ത സത്യസന്ധമായ വിശ്വാസമാണ് ലോകത്തിലായിരുന്നെങ്കിൽ ലോകം ഇവിടെയല്ല ആകേണ്ടിയിരുന്നത്. അതുകൊണ്ട് ചരിത്രത്തിലറിയോ എത്രമാത്രം ചിന്തകന്മാരെയും ശാസ്ത്രജ്ഞന്മാരെയും മനുഷ്യ സ്നേഹികളെയുമാണ് ഇവർ കൊന്നുകളഞ്ഞതെന്നൊക്കെ ചരിത്രത്തിൽ നിങ്ങൾ വായിക്കും. ഇതിന് ഞാൻ പറഞ്ഞാൽ അവർ കൊന്നുകളിയ ശാസ്ത്രജ്ഞന്മാരുടെയും ചിന്തകന്മാരുടെയും മനുഷ്യ സ്നേഹികളെയും ചരിത്രക്കാരുടെ പറഞ്ഞ കൊന്നു തള്ളിയത്. അവരൊക്കെ ലോകത്തിൽ അവരുടെയൊക്കെ വിജ്ഞാനം ഇന്ന് ഈ കാണുന്ന പല പുരോഗതിയുടെയും കാരണങ്ങളായ സ്പേസ് ജെറ്റ് കണ്ടുപിടിക്കാൻ ഹേതുവായ ഒരാളുടെ ചരിത്രം ഞാൻ പണ്ടെന്ന് ഒരു 10-20 വർഷം മുമ്പ് വായിച്ചു കിട്ടിയ ചരിത്രം. അയാളെ 7 മണിക്ക് തൂക്കിക്കൊല്ലാണ്. 5 മണിക്ക് ഇരുന്നിട്ട് സ്പേസ് ജെറ്റിന്റെ കുറിച്ചുള്ള കാര്യങ്ങൾ അയാൾ വരച്ച് വിശദീകരിച്ച് ലോകത്തിന് സമർപ്പിച്ചുകൊണ്ട് ഇനി അയാൾക്ക് വിട്ടുവീഴ്ചയില്ല എന്ന് ഉറപ്പായി, അയാൾ തൂക്കിക്കൊല്ലപ്പെടുന്ന ഉറപ്പായ ആ സന്ദർഭത്തിൽ 1 മണിക്കൂർ മുമ്പ് എഴുതി വെച്ച വിജ്ഞാനമാണ് ഇന്ന് ലോകത്തെ പല കണ്ടുപിടുത്തങ്ങൾക്ക് സഹായമായത്. അതല്ല, ആ മനുഷ്യൻ കൊല്ലപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ ലോകത്തിന് കിട്ടേണ്ടിയിരുന്ന പല അറിവുകളും കിട്ടിയിരുന്നു. പക്ഷെ ആ ഒരു അറിവിന് അയാൾ 5 മണിക്ക് പ്രഭാതത്തിൽ 5 മണിക്കൂറിന് എഴുതിയാണ് അയാളുടെ ചരിത്രത്തിൽ ഹിസ്റ്ററി എഴുതി അയാൾ എഴുതി വെച്ചിട്ട് പോയി. ഇത് ഈ ലോകം അവസാനം അസ്വസ്ഥനായ അറിയില്ല. അയാൾ അവസാന നിമിഷത്തിന് വരെ എഴുതി വെച്ച് പോയി. അതാണ് ഈ സ്പേസ് ജെറ്റ് ഇന്ന് ലോകത്തെ പല ബഹിരാകാശത്തിൽ നടന്ന പല കണ്ടുപിടുത്തങ്ങളുടെയും അടിസ്ഥാന അറിവ് അതാണ്. അതറിയോ? നിങ്ങൾക്ക് അങ്ങനെ ചരിത്രം ഒരുപാട് പല ആളുകൾ കൊല്ലപ്പെട്ടത്. നിങ്ങൾക്ക് തോന്നി എന്താ അങ്ങനെ വിശ്വസിച്ചോട്ടെ, മറ്റേവർ അങ്ങനെ പോകാൻ പറ്റില്ല. അറിഞ്ഞവർ മിണ്ടാതിരിക്കാം. ബോധമുണ്ട് ഇതൊന്നും ശരിയല്ല എന്ന്. പക്ഷെ അറിഞ്ഞവർ മിണ്ടാതെ നിഷ്ക്രിയരായിട്ടിരിക്കുക. ഈ നിഷ്ക്രിയത്വം രാജ്യത്തിനും മാനവരാശിക്കും നഷ്ടമാണ്, നാശമാണ്. ഒരു 4 കൊല്ലം കഴിഞ്ഞിട്ട് മരിക്കണ പേടിച്ചിട്ട് 4 കൊല്ലം കഴിഞ്ഞാൽ എന്തായാലും മരിക്കും. അതൊരു 4 ദിവസം മുമ്പ് മരിക്കണ പേടിച്ചിട്ട്
ഇവരെ വിചാരം ഞാനിത് പറയാൻ വരുമ്പോൾ ആൾക്ക് മുമ്പേക്ക് കുറച്ച് പേടിയല്ല. പക്ഷെ ഈ കൗമ് അതിന് ഭാഗമായിട്ടില്ല, ഈ ഖുർആൻ ഉൾക്കൊള്ളാൻ ഈ കൗമ് ഭാഗമായിട്ടില്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഞാൻ മാറി കൊടുക്കുന്നത്. എനിക്ക് നിലവിൽ പറഞ്ഞൊരു താല്പര്യത്തിന് സമൂഹം ഭാഗമായിട്ടില്ല. ഇത് കേട്ടവർ തന്നെ ചെറിയൊരു വിരൂപ രോഗങ്ങൾക്ക് വേണ്ടി കൂടുമ്പോൾ ഇനി ഇത് ആരോട് പറയാൻ എന്ന ഈ പിന്നെ പ്രയാസം ഇത് മനസ്സിലാക്കിയവർക്ക് തന്നെ ഇത് എന്തുകൊണ്ട് ഈ വെളിച്ചം മനസ്സിലാക്കിയവർക്ക് തന്നെ എന്തുകൊണ്ട് ഈ രംഗത്ത് ഇങ്ങനെ നിസ്സാരമായ ഒരു 10 ആണ്ട് സെക്രട്ടറിയാകും. ഇതൊക്കെ ജീവിതാഭിലാഷാവനാണ്. ഒരു 10 ആളെ പ്രസിഡന്റാണ്. അധികമാണ് എന്റെ പ്രസംഗത്തെ കേരളക്കാരുടെ പിലാന്താണത്. 4 ആളുകൾ കേരളത്തിൽ മാത്രമേ ഞാൻ ഇത്ര കണ്ടിട്ടുള്ളൂ. 4 ആളുകൾ അവിടെ ഞാൻ സെക്രട്ടറി മറ്റാൾ പ്രസിഡന്റ്, അയാൾ പ്രസിഡന്റ്. ഇനി അവരുടെ അവർക്ക് 3-ാം മോനെ പ്രസിഡന്റാക്കാൻ പറ്റും. അതുകൊണ്ട് അവർക്ക് ഒരു ജീവിതാഭിലാഷമാണ്. കാൽജ്ഞാനത്തിന് ഒരിക്കൽ എന്റെ ജീവിതാഭിലാഷമായ പോയുടെ കാര്യം ഞാൻ ചെറിയ മനുഷ്യനായി ലോകത്തൊരു പുഴുവിന്റെ സ്ഥാനം കൊടുക്കുന്നേക്കില്ല. അതെന്റെ ജീവിത ലക്ഷ്യമല്ല. ചിലവരുടെ മാസിയും അതുമല്ല. ഒരാളെ ഒരിക്കലും ജീവിത ലക്ഷ്യം പാവം ഒരു LKG കുട്ടിയിലാക്കലും ബുദ്ധി വന്നിട്ടില്ല. ഇത് അയാളോടെ ഞങ്ങൾ സംസാരിക്കാൻ പോണത് ഞാനൊക്കെ ഇറങ്ങണം. ഒരു LKG സ്റ്റാൻഡേർഡൊന്നുമില്ലാത്ത ആളോട് സംസാരിക്കാൻ പോയതായിരിക്കാം. വയലിൽ ജാഹിരി എന്നാണ് അള്ളാഹ് പറഞ്ഞു. മാറി നിൽക്കുക, അത്ര മാറി നിൽക്കുക. നമ്മുടെ വഴി അതല്ല, നമുക്ക് വഴി അതല്ല. ഒരാളോട് തർക്കിച്ച് ചെയ്യുന്നത് നമ്മുടെ വഴിയല്ല. വേണ്ടവർ എടുത്തോട്ടെ, വേണ്ടാത്തവർ തള്ളിക്കോട്ടെ. പടച്ചോനെന്നെ നിർബന്ധമല്ല. അങ്ങനെ ഞാൻ ലേഖനത്തിലെഴുതി പടച്ചോനെന്നെ നിർബന്ധമല്ല. പടച്ചോനെന്നെങ്കിൽ അതിനെ പറ്റിയ ഹോർമോണിക്ക് ശ്രദ്ധിച്ചാൽ പോരെ. എല്ലാവർക്കും സന്മാർഗം കിട്ടുന്ന രൂപത്തിന് ബുദ്ധി വരും. ഈ അന്നെങ്ങനെ ഇടങ്ങലാക്കണം. തന്റെ അയലോകക്കാരുടെ തല വെട്ടിയിട്ട് മര്യാദ ചെല്ലിപ്പോ കരിമാനം അറിയിപ്പിക്കണം. ഭൂമിയെത്തുവാൻ ഉസാദിരന്ദാസാണ് നബി പറഞ്ഞു. ഈ തലവെട്ടിൽ ചല്ലട കരിമാനം മുകളിൽ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾ അവർ അവരുടെ രക്ഷിതാവിന്റെ മാർഗനിർദ്ദേശത്തിലാണ്. അവരുടെ രക്ഷിതാവിന്റെ മാർഗനിർദ്ദേശത്തിലാണ് കഴിയുന്നത്. ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അവർ ദൈവിക ഹുദയിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ മനുഷ്യനിർമ്മിത മാർഗദർശനങ്ങളിൽ നിന്ന് അവര് രക്ഷപ്പെട്ട് വിജയിച്ചവരുമാണ് അവർ എന്നാണ് അല്ലാഹു പറയുന്നത്. ഉലൈക ആ കൂട്ടം അലാ ഹുദം മിർ റബ്ബിഹിം, അവരുടെ രക്ഷിതാവിൽ നിന്നുള്ള അവരുടെ നാഥനിൽ നിന്നുള്ള മാർഗദർശനത്തിലാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവം നിശ്ചയിച്ച മാർഗനിർദ്ദേശത്തിലൂടെയാണ് അവർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഉലൈക അവർ ഹും, അതുകൊണ്ട് തന്നെ അവർ അൽ മുഫ്ലിഹൂൻ, മനുഷ്യനിർമ്മിതമായ നിർദ്ദേശങ്ങളിൽ നിന്നും മതങ്ങളിൽ നിന്നും ആചാരങ്ങളിൽ നിന്നും അവർ രക്ഷപ്പെട്ട് വിജയിച്ചവരുമാണ് അവർ. അതാണ് മുഫ്ലിഹൂൻ. അവർ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. അഫ്ലഹ, തങ്ങളുടെ ജീവിതം വിജയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഖതമല്ലാഹു അലാ ഇന്നല്ലദീന കഫറു, നിഷേധിച്ചുകൊണ്ടിരിക്കുന്നവർ, തള്ളിക്കളഞ്ഞുകൊണ്ടിരിക്കുന്നവർ. അല്ലദീന എന്ന് പറയുന്ന ഒരു ക്രിയ ചെയ്ത് അത് ആ പാസ്റ്റിലാണെങ്കിലും പ്രസന്റിലാണെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലദീന എന്ന് പറഞ്ഞാൽ മൗസൂലന്റെ ഇസ്മാണ്. അത് ഭാഷ അറിയുന്നവരെന്തെങ്കിലും ശ്രദ്ധിക്കാം. അല്ലദീന ഒരു പാസ്റ്റ് ടെൻസിനോട് ചേർത്താലും അല്ലദീന ഒരു പ്രസന്റ് ടെൻസിനോട് ചേർത്താലും ആ പ്രസന്റ് ടെൻസിലാണെങ്കിൽ അത്, അല്ലെങ്കിൽ പാസ്റ്റിലാണെങ്കിൽ അത് നടന്നുകൊണ്ടിരിക്കണം. അല്ലദീന ചേർത്താൽ. അപ്പൊ ഇന്നല്ലദീന കഫറു, നിഷേധിച്ചുകൊണ്ടിരുന്നവർ, സവാഉൻ അലൈഹിം, അവരുടെ മേൽ സമവസ്ഥയിലാണവർ. ആ അന്തർത്തഹും, നീ മുന്നറിയിപ്പ് വാണിംഗ് കൊടുത്താലും അംലം തുല്യവും, നീ അവർക്ക് വാണിംഗ് കൊടുത്തിട്ടില്ലെങ്കിലും ലാ യുമിനൂൻ, അവർ വിശ്വസിക്കുന്നില്ല. പറയുന്നതിൽ ചെറിയ മാറ്റമുണ്ട്. പക്ഷെ ആ മാറ്റമാണെങ്കിലും വമ്പിച്ച മാറ്റം, ചിന്തിക്കുമ്പോൾ ലേശം അധികം മാറ്റമുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കിയാല് അവർക്ക് നിങ്ങൾ വാണിംഗ് കൊടുത്താലും വാണിംഗ് കൊടുത്തിട്ടില്ലെങ്കിലും അവർ വിശ്വസിക്കുകയില്ല എന്ന് പറയുന്നതും അവർ വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്നതും മാറ്റമുണ്ട്. അല്ലാഹു വിശ്വസിക്കൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവന് ഭാവിയിൽ ഒരു പ്രതീക്ഷയില്ല.
അതാണ് ഭാവിയിൽ അവർ വിശ്വസിക്കൂല എന്ന് പറയണമെങ്കിൽ, ഉറപ്പിച്ച് പറയണമെങ്കിൽ സൗഫയോ നാ എന്ന അക്ഷരം കേൾക്കണം. അവര് സൗഫ ലായു മീനൂന്നോ അല്ലെങ്കിൽ സ ലായു മീനൂന്നോ പറയേണ്ടത്. സൗഫ ലായു മീനൂൻ എന്ന് പറഞ്ഞാല് ഭാവിയിൽ ഇനി അവർ ചെയ്യുക എന്ന് പറയാൻ വകുപ്പുള്ളൂ. ഇപ്പൊ അവർ വിശ്വസിക്കുന്നില്ല, ഇനി ഭാവിയിൽ വിശ്വസിക്കൂടായല്ല. പക്ഷെ ഇപ്പോഴത്തെ അവരുടെ സ്കിൽ, ഇപ്പോഴത്തെ നിലവിലുള്ള അവസ്ഥയിൽ അവർ വിശ്വസിക്കുന്നില്ല. അതാണ് അള്ളാഹു അത്രമാത്രം സൂക്ഷ്മമായിട്ടാണ് പിന്നെ ക്രിയകൾ, പദങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത്. അവനെ എന്നും ഒരു ശപിച്ചു വിടുന്ന രൂപത്തിൽ പറഞ്ഞില്ല. ഇപ്പൊ അവൻ വിശ്വസിക്കുന്നില്ല. പ്രസന്റാണ് യോമിനോൻ, ആമന യോമിനു. ഇനി അത് ഫ്യൂച്ചറിലേക്ക്, അതായത് വരും കാലത്തേക്ക് ഉറപ്പാണ് എന്നുള്ള ക്രിയയായി ഉറപ്പിച്ച് മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ മുമ്പിൽ സ എന്ന അക്ഷരമോ സൗഫ എന്ന അക്ഷരമോ പദമോ ചേർക്കണം. എങ്കിലേ ഭാവിയിലേക്കാണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുള്ളൂ. മറ്റൊരു രണ്ടിനും പറ്റുന്നേ പറയാൻ പറ്റുള്ളൂ. ഉറപ്പിച്ച് ഭാവിയിലേക്കാണെന്ന് മാത്രം പറയണമെങ്കിൽ ഈ രണ്ടക്ഷരം ചേർക്കണമെന്നാണ് അറബി ഭാഷ നിയമപ്രകാരം. അപ്പൊ അതാണ് അത്രമാത്രം നമ്മൾ നിങ്ങൾക്ക് തോന്നി എന്നപ്പോ ചെറിയതാണെങ്കിലും വ്യത്യാസങ്ങളുണ്ട്. ആ വ്യത്യാസങ്ങളാകട്ടെ ദൈവത്തിന്റെ പരിശുദ്ധിയെ ഉയർത്തി നിൽക്കുന്ന രൂപത്തിലാണ് തന്നെ. അപ്പൊ അതുകൊണ്ട് ആ രൂപത്തിൽ മനസ്സിലാക്കുന്നതാണ് നല്ലത്. ദൈവത്തെ നമ്മൾ എത്രമാത്രം കുറ്റമറ്റതാക്കുന്നുവോ അത്രമാത്രം ദൈവത്തിന്റെ നീതിയും ദൈവത്തിന്റെ പ്രവർത്തനങ്ങളും എത്രമാത്രം കുറ്റമറ്റതാക്കി തീർക്കുന്ന രൂപത്തിൽ ഇതിനെ നാം വ്യാഖ്യാനിക്കുന്നുവോ അത് ദൈവത്തോട് കാണിക്കുന്ന, ദൈവത്തിന്റെ മഹത്വത്തോട് കാണിക്കുന്ന, അവന്റെ പരിശുദ്ധിയോട് കാണിക്കുന്ന നമ്മുടെ ആത്മാർത്ഥതയാണ് അവിടെ തെളിയിക്കുന്നത്. അപ്പൊ അത് അതുപോലെ തന്നെ പറയാം. അവർ വിശ്വസിക്കുന്നില്ല. എന്തൊക്കെ നമുക്കെന്താ കുഴപ്പം? അത് അതിന്റെ അർത്ഥപ്രകാരം അവർ വിശ്വസിക്കുകയില്ല എന്ന് പറയുന്ന ലേശായി നേതാവില്ല എന്ന് പറയുമ്പോൾ അതൊരു ശാപവാക്കിന്റെ അവിടത്തേക്ക് എത്തിപ്പോയി. നേതാവ് അത് ശപിക്കുന്ന അവിടേക്ക് എത്തി. അത് ഒരു ശരിയല്ലാത്ത ഒരു രൂപമാണെന്നാണെങ്കിൽ അത് ദൈവത്തിന്റെ ഒരു നീതി, പരിശുദ്ധി, അവന്റെ മഹത്വം, അവന്റെ തെക്കുബീർ, അവന്റെ തസ്ബീഹ്, അവന്റെ തഹ്മീദ് ഇതൊക്കെ ചെയ്യുന്നതിൽ കുറവാണ് എന്റെ അഭിപ്രായം. ഇനി എന്റെ സഹോദരങ്ങൾ ബാക്കി ചിന്തിക്കുക. അത് ഞാൻ അവസാനിപ്പിക്കുന്നത് വ്യക്തിപരത്തെ ആഴ്ചകൾ വേഗം പറഞ്ഞു പോകുന്നു. വിശദീകരിക്കാമെന്നില്ല, വിശദീകരിക്കാൻ ഈ ഒരാഴ്ചയാണ് വിശദീകരിക്കുന്നത്. ഖതമല്ലാഹു അലാ ഖുലൂബിഹിം, ദൈവം അവരുടെ ഹൃദയങ്ങൾക്ക്, ചിന്തകൾക്ക് സീലടിച്ചിരിക്കാൻ, മുദ്രയടിച്ചിരിക്കാൻ. വഅലാ സംഇഹിം വഅലാ അബ്സാരിഹിം ഗിശാവത്തുൻ, അവരുടെ ചെവിയിലും അവരുടെ കാഴ്ചക്കും അവരുടെ കേൾവിക്കും ഒരു മൂടിയുണ്ടായിരിക്കും. വലവും അവർക്കുണ്ട് അദാബുൻ അലീം, മഹത്തായ ശിക്ഷയുമുണ്ട്. ഇവിടെ ഒരു ശരാശരി ചിന്തയുള്ള മനുഷ്യനെ ഇരുത്തി ചിന്തിപ്പിക്കുന്നവരായതാണ്. പഠിച്ചോം ഹൃദയത്തിനും കൂട്ടുവിട്ടു, കാതിലും ചിന്തയ്ക്കും മൂടിയിട്ടു. എന്നിട്ട് പിന്നെ അതൊന്നും പോരാൻ ഭയങ്കര ശിക്ഷയും കൊടുക്കുക. അള്ള വലിയ പോക്കിയെന്നപ്പോ തോന്നുക. ഇപ്പോഴത്തെ ഒരു ശരാശരി മാനസിക ചിന്തയുള്ള ഒരു കാരുണ്യത്തിന്റെ ഭാഗത്ത് നിന്ന് ഈ അപകടത്തെ ചിന്തിച്ചാൽ എന്ത് പഠിച്ചോന്നപ്പോ അതിനെ ചിന്തിക്കും. പക്ഷെ ദൈവത്തിന് ഒരു നീതിശാസ്ത്രം, ഒരു പ്രകൃതിയിൽ ഒരു തത്വശാസ്ത്രമുണ്ട്. ആ തത്വശാസ്ത്രത്തിന്റെ അപ്പുറത്തേക്ക് ദൈവത്തിന് കാര്യമായും ചെയ്യാൻ കഴിയും. അതെന്താന്ന് പറഞ്ഞാൽ നമുക്ക് ടി വി, ഒരു വസ്തു, ഒരു ഉപകരണം, ആ ഉപകരണത്തിന്റെ സ്വീകരണികൾ കേടാണെങ്കിൽ പിന്നെ അതിൽ നിന്ന് പ്രൊജക്ട് പുറത്തേക്ക് പിന്നെ ഒന്നും വരില്ല. ഒരു കമ്പ്യൂട്ടർ, അതിന്റെ ഒരു ടി വി, അതിന്റെ സ്വീകരിക്കുന്ന വസ്തു കേടായാൽ പിന്നെ അത് നമുക്കൊന്നും കാണിച്ചു തരില്ല. ഞാൻ പറഞ്ഞു മനസ്സിലായി. ഒരു വസ്തു അറിവുകളെയും സംഗതികളെയും ഡാറ്റ അങ്ങോട്ട് ഉണ്ടാകാതെ പിന്നെ അതിന്റെ റിസൾട്ട് ഇങ്ങോട്ട് കമ്പ്യൂട്ടർ തരണമെന്ന് പറഞ്ഞിട്ടില്ല. ഡാറ്റ അങ്ങോട്ട് എന്താകുന്നതിന്റെ കേടാണ്. അതാണ് അത് ഞാൻ എവിടുന്ന് തിരിച്ചു എന്ന് പറഞ്ഞാൽ ഒരു വാവുമ്പോ തിരിച്ചതാണ് ഞാനത്. അത് എന്തിനു തിരിച്ചു എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മഹത്വത്തെ ഒന്ന് ഇവിടെ പുകഴ്ത്തി കാണിക്കാൻ. ഒരു വാവിനെ ഞാൻ തിരിച്ചു വെച്ചു. വാവ് എന്ന അക്ഷരം 4 അർത്ഥത്തിന് അറബിയിൽ വരിക. ഖുർആനിൽ ഉപയോഗിച്ചിട്ടുള്ളത് 4 അർത്ഥത്തിനാണ് വാ എന്ന അക്ഷരം വരിക. ചിന്തിക്കുക. ആൻഡ് എന്നുള്ള അർത്ഥത്തിന് വരും. മുഹമ്മദും വാ അഹമ്മദും, അവിടെ എന്നുള്ള അർത്ഥത്തിനാണ്. വേദവും നീതിയും, അൽ കിതാബ വൽ ഹിക്മത, അവിടെ എന്നുള്ള അർത്ഥത്തിനാണ് വാവ്. ഒരർത്ഥം. രണ്ടാമത്തെ അർത്ഥം അവസ്ഥാവിവരണത്തിന് ഉപയോഗിക്കും. അവസ്ഥ. യുവത്തൂന സക്കാത്ത, അവർ സക്കാത്ത് കൊടുക്കുന്നവരാണ്. കൊടുക്കുക എന്തോ ആകട്ടെ, അപ്പോൾ തർക്കിക്കാനുണ്ട്. തർക്കിക്കാൻ ഞാൻ ഇപ്പം കൊണ്ടുവരും. അവര് സക്കാത്ത് ഈസാരി ചെയ്യുന്നവരാണ്. ഓഹും റാഖ്യൂൻ, അവർ റുക്കൂ ചെയ്യവേ. ആ വാവ് ഹാലാണ്. ഹാലിന്റെ വാവ് എന്നാ പറയാം. വാവുൽ ഹാല്, അവസ്ഥ വിശദീകരിക്കുന്ന വാവ്. നിങ്ങൾ ചിന്തിക്കണം, എന്റെ സഹോദരങ്ങൾ ചിന്തിക്കണം. അവസ്ഥ വിശദീകരിക്കുന്ന വാവ് ഖുർആനിൽ കുറെ ഉണ്ട്. കുറെ വചനങ്ങളിൽ അവസ്ഥാ വിവരണത്തിന്റെ വാവ്. ഇവിടെ എന്താ ഒരു ചേരുകയാണ്. ഇവിടെ ചിലവരെ അത്യമാക്കുന്നു. പോലെ സക്കാത്തും കൊടുക്കും, കുമ്പിടും ചെയ്യുന്നു.
പൂർവ്വകാല പണ്ഡിതന്മാരൊക്കെ അതിന് ശരിയായ അർത്ഥപ്പെട്ടിട്ടുണ്ട്. അവര് റുക്കൂ ചെയ്തുകൊണ്ടിരിക്കവേ അവർ സക്കാത്ത് കൊടുക്കും. അപ്പൊ ഈ സക്കാത്ത് കായ് കൊടുക്കലും ആക്കി റുക്കൂ കുമ്പിടലും ആക്കി അപ്പൊ വ്യാഖ്യാനിക്കാൻ ഇടങ്ങാറായപ്പെടുത്തിയിരുന്നോ പോലെ റുക്കൂവും ചെയ്യും കുമ്പിടും ചെയ്യുമാക്കി. നേരം മറിച്ച് അതിന് ശരിയായ ദൈവികമായ വ്യവസ്ഥിതികൾക്ക് അവർ വഴിപ്പെട്ടുകൊണ്ട് കീഴ്പ്പെട്ടുകൊണ്ട് കീഴടങ്ങിക്കൊണ്ട് അവർ സക്കാത്ത് ഈ താഴെ ചെയ്യുന്നവരാണ് എന്ന് പറഞ്ഞാൽ അവർ തർക്കപ്പെട്ടു. പക്ഷെ കൊണ്ട് ഇങ്ങനെ ഖുർആനിൽ അവസ്ഥാ വിവരണത്തിന്റെ ഭാഗം പല ആയത്തുകളിലും വിശദീകരിക്കുന്നു. ഇനി മൂന്നാമത്തെ മഴയത്തിന്റെ ഒരു ഭാഗമുണ്ട്. മഴയത്ത് കൂടെയെന്നില്ലാത്ത സീറു ഒത്തരീക്കാന്നായിരുന്നു ഞങ്ങൾ അറബി പറയുന്നത്. സീറു നിങ്ങൾ സഞ്ചരിക്കുക, ഒത്തരീക്ക വഴിയും സഞ്ചരിക്കുക എന്നല്ല, വഴിയുടെ കൂടെ സഞ്ചരിക്കുക എന്നാണ്. അവിടെ വാവ് മഴന്നില്ല അർത്ഥത്തിനാണ്, കൂടെയെന്നില്ലാത്തതിനാണ്. സീറു ഒത്തരീക്ക വഴിയും നിങ്ങളും നടക്കാനല്ല, വഴിയുടെ കൂടെ നിങ്ങൾ നടക്കുക എന്നതിന് ഞങ്ങൾ അറബിയിൽ പഠിക്കുന്ന ഉദാഹരണമാണ് സീറു ഒത്തരീക്ക. ഖുർആനിലെ ആയത്തിന്റെ പക്ഷേ നിങ്ങൾ സമ്മതിക്കൂല. ഏതായാലും ആ ആയത്ത് വരുമ്പോൾ ഞാൻ അവിടെ വാവിൽ മഴയത്താണ് അവിടെ, അതേ ശരിയാവുള്ളൂ അവിടെ, അല്ലെങ്കിൽ പ്രശ്നം വരും അവിടെ. അത് ഉലുൽ അർഹാമിനെയും അള്ളാഹുവിനെയും ഉലുൽ അർഹാമിനെയും സൂക്ഷിക്കുക എന്ന് പറയുന്നത്. വല്ല അർഹാമാണ് ഇത്തക്കൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെയും സൂക്ഷിക്കുക. വല്ല അർഹാമ, വല്ല അർഹാമെന്ന് പറഞ്ഞ ഗർഭപാത്രത്തെയും സൂക്ഷിക്കുക. ഇത് രണ്ടാ സൂക്ഷിക്കുന്നത്. അവിടെ വാവിൽ മഴയത്താണ്. വാവിൽ മഴയത്ത് വന്നാൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അവിടെയാണ് ഇവർക്ക് ഏറാബ് പറയാൻ കഴിയില്ല. ഈ 277 മൂഫൂനബി അഹദി നിങ്ങളെ വിളിച്ചിട്ട് പറയേണ്ട ആയത്തല്ല. ഏതെങ്കിലും ആളുകളെ കിട്ടുകയാണെങ്കിൽ പറയേണ്ടത് വൽ മൂഫൂനബി അഹദിയും, അവര് കരാറുകൾ പാലിക്കുന്നവരാണ്. അതിനുശേഷം വസ്താബിരിയാന്ന് പറയുന്നത്. അവിടെ ശരിക്ക് പറയാമെങ്കിൽ മൗലവിയോട് ചോദിച്ചാൽ മതി. ശരിക്കും അവിടെ ഭാഷാപരം പറയാൻ ശരിയാണെങ്കിൽ വസ്താബിയോനാണ് പറയുന്നത്. കാരണം മൂഫൂനിലേക്ക് അറ്റത്ത് ചെയ്ത് പറഞ്ഞാൽ, വാവ് കൊണ്ട് ചേർത്ത് പറഞ്ഞാൽ വൽ മൂഫൂന എന്ന് പറയുന്ന ഇസ്മിലേക്ക് വസ്താബിരീന എന്ന് ചേർത്ത് പറഞ്ഞാൽ സാബിരീനല്ല പറയാം, സാബിറൂനാണ് പറയുന്നത്. അവിടെ സാബിരീനാന്ന് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ വാവ് ഇവർ ഉദ്ദേശിച്ച വാവല്ലാത്തതുകൊണ്ടാണ്. അതാ ഇവർ പറഞ്ഞ ഖുർആനിൽ ഒരുപാട് ഭാഷ തെറ്റുണ്ട്. ഖുർആന്റെ ഭാഷ ഉണ്ടാക്കുന്നത് ഇവിടെ ഖുർആനിൽ ഭാഷ തെറ്റ്. അതെ, ഇബ്രാഹിം നബി ജൂതനാണ് ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞു. ചിലവരാണ് ജൂതനാണ്, ചിലവരാണ് ക്രിസ്ത്യാനിയാണ്. അതിൽ അള്ള പറഞ്ഞു പൊട്ടന്മാരെ ഇബ്രാഹിം നബിക്ക് ശേഷം ഈ ജൂതന്മാർ ക്രിസ്ത്യാനികളെല്ലാം ഉണ്ടായിരിക്കണം, പിന്നെ എങ്ങനെ ഇബ്രാഹിം ആകാറില്ല? നിങ്ങൾക്ക് തീരെ അന്നല്ലോ എന്ന് അള്ള ഖുർആനിൽ ചോദിക്കുന്നുണ്ട്. ജൂതൻ ക്രൈസ്തവൻ ഉണ്ടായത് ഇബ്രാഹിമിന് ശേഷമാണ്, പിന്നെങ്ങനെ ഇബ്രാഹിം ജൂതനും ക്രൈസ്തവനുമല്ല എന്ന് ചോദിച്ച പോലെ ഭാഷ ഉണ്ടായത് ഖുർആൻ എന്നാണ് പറയുന്നത്. എന്നിട്ട് ഖുർആനിൽ ഭാഷ തെറ്റുണ്ട്. ഇവർക്കാണ് തെറ്റിക്കണം, ഖുർആനല്ല തെറ്റ്. അവിടെ ദൈവികമായ ദൈവത്തിന്റെ മാർഗത്തിൽ ക്ഷമിച്ചു നിൽക്കുന്ന ആളുകളോടൊപ്പം നിങ്ങൾ നിന്നുകൊണ്ട് നിങ്ങളുടെ കരാറുകൾ പൂർത്തീകരിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ വാവിട്ട് പറഞ്ഞാൽ ഹാലിന്റെ വാവ് വന്നാൽ ശേഷം വരുന്ന ഇസ്മിന്റെ ഏറാബ് നെസ്പായിരിക്കും. നെസ്പ് ജമ്മു വെക്കൽ നെസ്പ് ചെയ്യ യാവുകൊണ്ടാണ്. ഇതിൽ ചില ആളുകൾക്ക് അറിയുമെന്നുള്ളത് എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. അതുകൊണ്ടാണ് അവിടെ വസ്താബിരീനാന്ന് പറയുന്നത്. ജമ്മു മുതക്കൽ സാലിം നെസ്ബ് ചെയ്യുക യാവ് കൊണ്ടാണ്, വാവ് കൊണ്ടല്ല. അപ്പോൾ ആ വാവ് മറിയത്താണ്, അല്ലാതെ ആൻഡ് എന്നുള്ള വാവല്ല. അപ്പൊ ഖുർആനിന് അല്ല തെറ്റ്, ഖുർആനിനല്ല തെറ്റ്, ഇവർക്കാണ് തെറ്റ് പറ്റിയത്. അതേപോലെ അവിടെ നിൽക്കട്ടെ, ഞാൻ പറഞ്ഞു. അപ്പൊ എന്താണ് ഇനി ഞാൻ ഈ ആയത്തിലേക്ക് വരാം. തങ്ങളുടെ കാതുകളിലും തങ്ങളുടെ കാഴ്ചകൾക്കും ഒരു മൂടി ഉണ്ടായിരിക്കെ, ഇതായിരിക്കില്ല, ഇതല്ല ചെയ്ത് അവിടെ വാവ് ഹാലിയാണ്. തങ്ങളുടെ കാതുകളിലും തങ്ങളുടെ ചെവികൾക്കിന് അബ്സാർ കാഴ്ചയിലും ഒരു നിഷാദത്തെ ഇല്ല അവസ്ഥയിൽ അല്ലാഹു അവരുടെ ഹൃദയങ്ങൾക്ക് മുദ്രയടിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അതെന്താണെന്ന് പറഞ്ഞാൽ ഡാറ്റ അവിടേക്ക് ഇവർ പ്രവേശിക്കുന്നത്, ഡാറ്റാസ് അങ്ങോട്ട് പ്രവേശിക്കുന്നത് ഇവരെന്നെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. മനസ്സിലായോ? വളരെ സിമ്പിളായി ഒരു വാവിന്റെ അർത്ഥത്തെ ഞാൻ തിരിച്ചിട്ടേ ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നും വന്നിട്ടില്ല, ഇവിടെ അർത്ഥം മാറ്റിയിട്ടില്ല. ഒരു വാവ് തിരിച്ചു വെച്ചപ്പോൾ നോക്കി അല്ലാഹു രക്ഷപ്പെട്ടു, ദൈവം രക്ഷപ്പെട്ടു, ദൈവം കുറ്റമറ്റതാക്കി. അവന്റെ ഡാറ്റാസ് നമ്മളൊരു കമ്പ്യൂട്ടറിൽ അങ്ങോട്ട് ഫീഡ് ചെയ്യണം, എന്നിട്ട് ഡാറ്റ എൻ്ററാക്കണം, കയറ്റണം. അപ്പൊ നമ്മുടെ ശ്രമയിലൂടെയും അഭിസാരങ്ങളുടെയും ഡാറ്റാസ് എൻ്റർ ചെയ്യുന്നതിനെ, അത് കേൾക്കുന്നതിനെയും അത് അകത്താക്കുന്നതിനെയും ഇവൻ രക്ഷാപത്തിട്ട് മൂടിയിരിക്കുകയാണ്. ഈ മൂടിയിട്ടിരിക്കെ ആ അവസ്ഥയിൽ അള്ളാഹു എന്ത് ചെയ്തു? അത് ദൈവിക വ്യവസ്ഥിതിയാണത്, അത് ദൈവിക വ്യവസ്ഥിതിയാണ്.
കാരണം അങ്ങോട്ട് കണക്കാതെ പിന്നെ എങ്ങനെയാണ് റിസൾട്ട് ഇങ്ങോട്ട് തരിക? നിങ്ങൾ ഒരു 100 കൂട്ടണമെന്ന് പറഞ്ഞിട്ട് കമ്പ്യൂട്ടറിന് കൊടുത്താലേ അതിന്റെ റിസൾട്ട് 100 കൂട്ടണം 200 തരുള്ളൂ. ഒന്നും കൊടുക്കാതെ റിസൾട്ട് കിട്ടാമെന്ന മുമ്പ് ഒന്നും ചെയ്യൂല. അതൊരു വ്യവസ്ഥിതിയാണ്. ആ വ്യവസ്ഥിതിയെ അള്ളാഹു കൂടെ പറഞ്ഞിട്ടുള്ളൂ. അള്ളാഹു കുറ്റമറ്റ ആളാണ്. പക്ഷെ ഇവരെ അർത്ഥം വെച്ചോണ്ട് അവരുടെ സന്ധിയിലും അവരുടെ അഭിസാറുകളിലും മൂടി റിഷാദത്തുണ്ടായിരിക്കെ എന്ത് ചെയ്തു? അള്ളാഹു സഹമല്ലാഹുവല ഒരു വാവ് ആൻഡ് എന്നുള്ള അർത്ഥം മാറ്റി ഞാൻ പിന്നെ ഹാലിന്റെ അർത്ഥത്തിലേക്ക് മാറ്റിയതേ ഉള്ളൂ. പിന്നെ വാവ് നാലാമത്തെ അർത്ഥം കസമിന്റെ വാവ് സത്യം ചെയ്യാൻ വർഷം ജീവൽ കമ്മരി വല്ലരി ഇങ്ങനെയുള്ള വാവ് കസമിന്റെ വാവ് സത്യം ചെയ്യാനുള്ള വാവ്. ഇങ്ങനെയാണ് അറബിയിൽ 4 വാ എന്ന അക്ഷരമാണുള്ളത്. അത് എങ്ങനെ വെക്കണം എന്ന് പറഞ്ഞാൽ ദൈവികമായ വ്യവസ്ഥയും അവരുടെ മഹത്വവും എങ്ങനെ കുറ്റമറ്റതാക്കാൻ പറ്റുമോ ആ രൂപത്തിൽ കുറ്റമറ്റതാക്കിക്കൊണ്ട് നമ്മൾ ആ രൂപത്തിൽ അതിന് അർത്ഥം കൊടുക്കുക. ഇപ്പൊ എന്താ പ്രശ്നം? ഇനി ഞാൻ ഒന്നുകൂടി പറയാം. ഖതമല്ലാഹു അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളിൽ അല്ലാഹു മുദ്രയടിച്ചിരിക്കുന്നു. എപ്പോൾ? വഅലാ സമഇഹിം വഅലാ അബ്സാരിഹിം ഗിശാവത്തുൻ, അവരുടെ സമയിലും അബ്സാരിലും മൂടിയിട്ടിരിക്കെ വൗഹായി. അതുകൊണ്ട് തന്നെ വലഹും അദാബുൻ, അതിന്റെ ശിക്ഷ അവർ തന്നെ അനുഭവിക്കുന്നത്. ആ ശിക്ഷ എത്രമാത്രം ഇപ്പൊ ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല. ആ ശിക്ഷ ലോകം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ. ഇനി ഭാവിയിൽ യൗമുൽ ആഖിറയിൽ അതിന്റെ വേറെ അനുഭവിക്കേണ്ടി വരും. ഈ സമവും ബസറും തന്റെ മുന്നിലുള്ള വസ്തുക്കളെ കാണുകയും കേൾക്കുകയും അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുകയും അത് മാനവരാശിക്ക് ഗുണകരമാകേണ്ട രൂപത്തിൽ ദൈവിക വ്യവസ്ഥയെ ഉപയോഗിക്കുകയും ചെയ്യാത്തതിന്റെ തിക്തഫലമായിട്ട് ലോകം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ശിക്ഷ എത്രമാത്രം എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ ഞാൻ 5 മണിക്ക് പോകാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ ബാക്കിയുള്ളത് നിങ്ങൾ എന്റെ സഹോദരങ്ങൾ ചിന്തിച്ചാൽ മതി. അതുകൊണ്ട് ലോകത്ത് എന്ത് ശിക്ഷയാണ് വരാനുള്ളത്? ഇനി അടുത്ത മനുഷ്യരിലുണ്ട് എപ്പോഴും പറയുന്നവർ ആമന്നാ ബില്ലാഹി, ഞങ്ങൾ ദൈവത്തെയും വബിൽ യൗമിൽ ആഖിരി, അന്ത്യനാളിനെയും ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളാണ് ഈ ഭൂമിയിൽ സമാധാനം ഉണ്ടാക്കുന്നവർ എന്നവർ പറഞ്ഞു. എന്നാൽ വമാഹും ബിമുഅ്മിനീൻ, അവർ അത്തരക്കാരല്ല എന്നൊരർത്ഥം. അതിപ്പുള്ള അർത്ഥം. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ വാക്കിനെ ഞാനൊന്ന് തിരിച്ചു വെക്കണം. അത് അള്ളാഹിന്റെ ഒരു ലേശം മോശമാണ്. ആ അർത്ഥം ലേശം മോശമുണ്ട്. അള്ളാഹുവിനും അന്ത്യദിനത്തിലും വിശ്വസിച്ചു എന്ന് പറയുന്ന ചില മനുഷ്യരിലുണ്ട്. അവർ വിശ്വാസികളല്ല. ഞാൻ ചോദിച്ചു ഓരല്ലെങ്കിൽ പിന്നെ ഏതാ? അള്ളാഹുവിനും ഗുരുവായൂരത്തിലും വിശ്വസിക്കുന്ന ചില ആളുകളുണ്ട്. അവരാ പിന്നെ വിശ്വാസികൾ? അവരല്ലാതെ പിന്നെ ആരാ വിശ്വാസികൾ? അത് ശരിയല്ല. ആ അർത്ഥം ലേശം വിഷമുണ്ട്. അള്ളാഹുവിനും അന്ത്യദിനത്തിലും വിശ്വസിച്ചു എന്ന് പറയുന്ന ആളുകൾ ചിലരുണ്ട്. യേശുവിലും ബുദ്ധനിലും ശ്രീരാമനിലും ഒക്കെ വിശ്വസിച്ചു എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. അവരാ പിന്നെ വിശ്വാസികൾ? അല്ലല്ലോ, ഇവരല്ലേ വിശ്വാസികൾ. എന്നാൽ ഞാൻ ആ ഭാവിനൊന്ന് തിരിച്ചു വെച്ചോട്ടെ. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഒരു കുറ്റമറ്റ അർത്ഥം കിട്ടും. തങ്ങൾ വിശ്വാസികളല്ലാതിരിക്കെ, ആ വാവ് ഹാനിയാക്കി, തങ്ങൾ വിശ്വാസികളല്ലാതിരിക്കെ ഞങ്ങൾ മന്ദിരത്തിലും വിശ്വസിച്ചു എന്ന് പറയുന്ന ചില മനുഷ്യരിലുണ്ട്. എന്താ കുഴപ്പം? അർത്ഥ വ്യത്യാസമുള്ളത് നിങ്ങളെ ചിന്തിച്ചാൽ മതി. മറ്റൊരു പ്രസ്താവനയായിട്ട് വന്നു. മറ്റത് അള്ളാന്റെ ഒരു പ്രസ്താവനയാണ്, സ്റ്റേറ്റ്മെന്റ് നടത്തുകയാണ്. അവർ വിശ്വാസികളല്ല, അത് അള്ളാന്റെ സ്റ്റേറ്റ്മെന്റേ വന്നുള്ളൂ. പക്ഷെ ഞാൻ ആ വാവിനെ ലേശം തിരിച്ചോളൂ. ഞാനല്ല, ഇങ്ങനെ തിരിച്ചുവെച്ച പണ്ഡിതന്മാർ ലോകത്തുണ്ട്. അറിവിന്ന് കിട്ടിയതാണിത്. ഇത് ഇവരെ ചിലർ വിചാരത്തില്ല. ഞാൻ എന്താണ് പരമാവധി ഇത് എന്നതല്ല, ഇത് കുറ്റമറ്റ ഒരു വ്യാഖ്യാനം ഇതാണല്ലോ എന്ന് തോന്നുന്നത് കൊണ്ട് അതാണല്ലോ ശരി എന്ന് തോന്നിയിട്ട് അതാണ് ഞാൻ രണ്ടും ഉള്ള മുമ്പിൽ വെക്കുന്നത്. നിങ്ങൾക്ക് ഏതാ കുറ്റമറ്റത്? തങ്ങൾ വിശ്വാസികളല്ലാതിരിക്കെ ഹാലാക്കിയ വാവ് അവസ്ഥാ വിവരണമാക്കി ഞാനാ വാവ്. അതാ വാവ് 4 അർത്ഥത്തിന് ഖുർആനിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത്. തങ്ങൾ വിശ്വാസികളല്ലാതിരിക്കെ ഞങ്ങൾ അല്ലാഹുവിനും ദൈവത്തിനും വിശ്വസിച്ച് ഭൂമിയിൽ സമാധാനം ഉണ്ടാക്കുന്നവരാണെന്ന് പറയുന്ന ചില മനുഷ്യരുണ്ട്. ആ അർത്ഥവും ദൈവത്തിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചു എന്ന് പറയുന്ന ചില ആളുകൾ മനുഷ്യരിലുണ്ട്. അവരൊന്നും വിശ്വാസികളല്ല എന്ന ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നതിലും ഗജാന്തരം വ്യത്യാസമുണ്ട്. ചിന്തിക്കുന്നവർക്ക് അല്ലാത്തവർക്കില്ല. അല്ലാത്തവർക്ക് തന്നെ ഒരു കാര്യം മാറ്റുന്നുണ്ട്. പക്ഷേ ദൈവത്തിന്റെ നീതി, ദൈവത്തിന്റെ പരിശുദ്ധി, ദൈവത്തിന്റെ മഹത്വം അത്യുന്നതമായി വേർത്ത് നിൽക്കുന്നതിന്റെ അർത്ഥം, വളരെ വ്യക്തമായി വേർത്ത് നിൽക്കുന്നതിന്റെ അർത്ഥം, അത് നിങ്ങളിന് ഒഴിഞ്ഞിട്ടൊന്ന് ചിന്തിച്ചാൽ മതി. ഇത് രണ്ടും മാറ്റണ്ടേ? പക്ഷെ ഒന്നും ചെയ്തില്ല. ഒരു വാവിനെ തിരിച്ചു വെച്ചതേ ഉള്ളൂ, ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ അതാണ് രണ്ടും. അള്ളാഹുവിന്റെ പരിശുദ്ധി ഉയർന്നു നിൽക്കുന്നത്, അള്ളാഹുവിന്റെ മഹത്വം ഉയർന്നു നിൽക്കുന്നത്
രൂപത്തിലാണ്. യുഹാദിഉനല്ലാഹ, ഇങ്ങനെ വിശ്വാസികളല്ലാതിരിക്കെ ഇത് പറയുന്ന മുഖേന അവർ ദൈവത്തെ, ദൈവം എന്ന് പറയുന്നത് ഞാനൊരു ലേശം വിശദീകരിക്കാൻ ഞാൻ ശ്രമിക്കുന്നതാണ് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. ദൈവം എന്ന് പറയുന്നത് അവന്റെ ഒരു വ്യവസ്ഥിതിയാണ്. ദൈവം എന്ന് പറയുന്ന ഇന്നത്തെ സങ്കല്പപ്രകാരം ഓരോരുത്തങ്ങനെ ഇരിക്കുക, മൂപ്പരിങ്ങനെ കാത്തുകുത്തിരിക്കുക, പഴയമാരെ കണ്ണന്റെ ചിമ്പൊക്കെ ഞാനൊന്ന് കാണിച്ചു കൊടുക്കാന്നുള്ള രൂപത്തിൽ ഇടയ്ക്കിടയ്ക്ക് തലക്കോടെ തൊട്ടു കൊടുക്കുക, രാത്രി 12 മണിക്ക് വരിക, ഇറങ്ങി വരിക, അങ്ങനെ ഒരു ദൈവത്തെ സങ്കല്പിച്ചങ്ങൾ എവിടെയെത്തും ആകെ പ്രശ്നമാണ്. അല്ലെ പിന്നെ ഇതാകണ്ടേ ഒന്നിനെ കുറിച്ച് ആലോചിക്കാതെ ഒരു അന്ധവിശ്വാസിയായി കഴിയുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. രാത്രി 10 മണിക്ക് മുമ്പ് ഇങ്ങനെ ഇറങ്ങി വരും. അപ്പൊ അമേരിക്കയിൽ എപ്പോഴും ഇറങ്ങാൻ ചോദിക്കാൻ മറുപടി ഒന്നുമില്ല. അപ്പൊ 24 മണിക്കൂറിൽ ഇറങ്ങേണ്ടി വരുമല്ലോന്നില്ല, അത് ചോദിക്കാൻ പാടില്ല. അങ്ങനെ ചോദിക്കാൻ പാടില്ലായകയിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ഒരു വിശ്വാസി ആകേണ്ടി വരും. അത്രയുള്ള വേറെ കുഴപ്പമൊന്നുമില്ല. ഇന്ത്യയിൽ രാത്രി 10 മണിക്ക് ഇറങ്ങി വരുന്ന പറച്ചോനാണെങ്കിൽ അമേരിക്കയിലും മൂപ്പരൊക്കെ എന്താ ചെയ്യാ? അങ്ങനെ ലോകത്തൊക്കെ ഇറങ്ങാനെന്ന മൂപ്പരക്ക് പിന്നെ ഇറങ്ങാനല്ലാതെ ഇരിക്കാൻ, ആ കഥയിൽ ഇരിക്കാൻ എപ്പോഴാണ് വഴി കിട്ടുക എന്ന ചോദ്യങ്ങളൊക്കെ വരും. ദൈവികമായ ഒരു വ്യവസ്ഥിതിയാണത്. ഈ പ്രപഞ്ചത്തിന്റെ ഒരു വ്യവസ്ഥിതി, അതാണ് യൂണിവേഴ്സലായ ഒരു ലോ. ഞാനൊന്ന് ചോദിക്കട്ടെ, അള്ളാഹ്ക്ക് കടം കൊടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആയിരിക്കാം കടം കൊടുക്കുക? നീ അങ്ങനെ ചോദിച്ചാലേ കിട്ടുള്ളൂ. ഖുർആനിക വചനങ്ങൾ കൊണ്ട് ചോദിക്കട്ടെ, ദൈവത്തിന് കടം കൊടുക്കൂ എന്നൊരു ആയത്തുണ്ട്. എങ്ങനെ കടം കൊടുക്കുക? അള്ളാഹ് അപ്പം ചെയ്തത് 1,00,000 രൂപ എവിടേക്കാണ് പോവുക? എവിടേക്കും പോകില്ല. ഈ യൂണിവേഴ്സലായിട്ടൊരു ലോ, ദൈവികമായ ഒരു വ്യവസ്ഥിതി അവനിവിടെ തന്നിട്ടുണ്ട്. അതിന്റെ സ്ഥാപനത്തിന് വേണ്ടിയിട്ടാണ് കടം കൊടുക്കേണ്ടത്. അതിന്റെ സ്ഥാപനത്തിന് വേണ്ടി ചിലവഴിക്കുമ്പോൾ, അതുമൂലം ഉണ്ടായിത്തീരുന്ന ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ അതിന്റെ ഫലം ഇരട്ടിയായിട്ട് നമുക്ക് തന്നെ കിട്ടും. അതാണ് നിങ്ങൾക്ക് ഈ ഇരട്ടിയായിട്ട് അത് കിട്ടും എന്ന് പറയുന്നത്. എങ്ങനെ ഇരട്ടിയായിട്ട് കിട്ടും? ആ രാജ്യത്തൊന്ന് ജീവിച്ചു നോക്കണ്ടേ നിങ്ങൾ? അങ്ങനത്തെ ഒരു കുടുംബത്തിലൊന്ന് ജീവിച്ചു നോക്കണ്ടേ? ദൈവികമായ നീതി നടപ്പാക്കപ്പെട്ട ദൈവികമായ വ്യവസ്ഥിതിക്കനുസരിച്ച് ഇത് വാപ്പ ഓരോരുത്തർക്കാണെങ്കിൽ മകനോരോരുത്തർക്ക്, ഉമ്മ ഓരോരുത്തർക്ക്, ഈ 4 രൂപത്തില് 4 കോലത്തിലാണെങ്കിൽ ആ കുടുംബത്തിന് നരകമാണ്. ഇവർ പറഞ്ഞ അഗ്നിപരീക്ഷണങ്ങളുടെ തീർച്ചയിലൂടെ നടന്നു നീങ്ങി ഇബ്രാഹിമാണ് എവിടെ കിട്ടിയെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു, പലിശ അനാഥകളുടെയും ദരിദ്രരുടെയും സ്വത്ത് തിന്നുന്ന ആളുകൾ അവരുടെ വയറ്റിലേക്ക് ഇറക്കുന്നത് തീയാണ്. ഈ തീക്കട്ടങ്ങളിലൊക്കെയാണെന്ന് വിഷയം. ഭക്ഷണം കഴിക്കുന്നത് ശരീരത്തിന്റെ പുഷ്ടിക്ക് വേണ്ടിയിട്ടാണ്, പക്ഷേ അഗ്നി ദഹിപ്പിക്കുന്നതാണ്. സാധുക്കളുടെയും ദരിദ്രരുടെയും അനാഥകളുടെയും സ്വത്ത് തിന്നാൽ ഈ രാജ്യം ദഹിച്ചു പോകും. അതാണ് ആ പറഞ്ഞത്. നിങ്ങൾ നിങ്ങളുടെ വയറ്റിലേക്ക് ഇറക്കുന്നത് അഗ്നിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ദഹിച്ചു പോകുന്നതാണ് അതിന്റെ അർത്ഥം. ഈ രാജ്യം ദഹിച്ചു പോകും. അത് നിങ്ങൾക്ക് അറിയോന്നറിയില്ല എങ്ങനെ ദഹിച്ചു പോവുക. കാട്ടുനീതികളാണ് പല സർക്കാരുകളെയും പല ഭരണകൂടങ്ങളെയും അട്ടിമറിച്ച ചരിത്രങ്ങൾക്ക്. അതിന് ചരിത്രം അറിയില്ല, ലോക ഹിസ്റ്ററി ഒന്നും അറിയില്ല. കാട്ടുനീതിയും ദരിദ്രതയും ദുരിതമനുഭവിക്കുന്ന ആളുകളുടെയും പീഡനം സഹിക്കവയ്യാതെ അട്ടിമറിക്കപ്പെട്ട ചരിത്രങ്ങളാണ് പല ഭരണകൂടങ്ങളും പിഴുതറിയപ്പെട്ടത്. പല ഭരണകൂടങ്ങളും പിഴുതറിയപ്പെട്ട ചരിത്രം നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കി. ഇത് തിന്നാൻ തുടങ്ങിയാൽ, അനാഥകളുടെയും ദുരിതമനുഭവിക്കുന്ന ആളുകളുടെയും സ്വത്ത് തിന്നാൻ തുടങ്ങിയാൽ അഗ്നി ആ രാജ്യത്തിൽ അഗ്നി ഇറങ്ങാൻ തുടങ്ങുമെന്ന് ചോദിച്ചാൽ അങ്ങനത്തെ ഒരു നാട്ടിൽ ജീവിച്ചോക്കണം. അത് ഞാൻ നിങ്ങളോട് ഒരിക്കൽ പറഞ്ഞത്, എന്റെ കേസിൽ ശമ്പളം വാങ്ങി സ്കൂളിൽ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റൂല. കുട്ടികൾ പട്ടിണി കിടക്കുന്ന ഒരു നാട്ടിലാണെങ്കിൽ മാഷയാ കായൽ തന്നളിക്കാൻ പറയാം, കത്തി കഴുത്തിൽ വെച്ചിട്ട്. നിങ്ങൾ എങ്ങനത്തെ മാഷ പോകണമെന്ന് വെച്ചാൽ കായൽ എറിച്ച കുട്ടികൾ പട്ടിണി കിടക്കണം പറയും. ഇപ്പൊ ജനങ്ങൾ പട്ടിണി കിടക്കാത്തന്നെ കടന്നു തുടങ്ങണത്. ഒരു അരാജകത്വം നടമാടുന്ന ഒരു രാജ്യത്ത് പിന്നെ എങ്ങനെ സ്വൈരമായിട്ട് ദഹിക്കോ? അത് ഞാറുണ്ടാവോ? ഖുർആൻ പറയും, എത്ര ഞാറുണ്ട് ഞാൻ പറഞ്ഞു തരണം. ഒക്കൊന്നും മല ഷഫാ ഹുഫറത്തും മിനന്നാരി, നിങ്ങൾ നരകത്തിന്റെ വക്കിലായിരുന്നു എന്ന് പറഞ്ഞ ഒരു തീക്കായാനിരിക്കുന്നു എന്നാണ് എനിക്ക് വരുമ്പോ. അറബികളൊക്കെ തീയും കൂട്ടി തീക്കായാനിരിക്കുന്നു. ചോടെ ഓരോ തീക്കാനൊരു മതിയെന്നാണ്. അല്ല, ആ രാജ്യം നാശത്തിലേക്ക് കൂട്ടുകൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവിടുന്നാണ് മുഹമ്മദ് വന്ന് കൈ പിടിച്ചു, വരും മക്കളെ, നിങ്ങൾ അന്ധവിശ്വാസത്തിന്റെയും ചൂഷണത്തിന്റെയും ഒരു അഗ്നിയുടെ വക്കത്താണ് നിങ്ങൾ ഇരിക്കുന്നത്. പോയി, ഇത് ശരിയല്ലല്ലോ. പകയുടെയും വിദ്വേഷത്തിന്റെയും ശത്രുതയുടെയും 30 ഗോത്രങ്ങൾ നിരന്തരമായ യുദ്ധങ്ങളുടെയും ആ നരകത്തിൽ നിന്ന് ആ ജനതയെ കൈപിടിച്ചുയർത്തി. എന്തായിരിക്കും നിങ്ങൾക്ക് ഖുർആൻ ഇതിലേക്ക് മേലെ ചെയ്തു തരുന്നത്? ഈ ഖുർആൻ പച്ചൂരത്തെ യുക്തി പത്തിലല്ലത്. മതരഹിത സമൂഹമാണെന്ന് വേണ്ടത് ഒരു കൊണ്ട് ഏതായി ഖുർആൻ? ഇതില്ലാത്ത ഒരു മതരഹിത സമൂഹം നിങ്ങൾക്ക് വേണോ?
അവർ യുദ്ധത്തിന്റെ തീ കത്തിക്കുമ്പോഴൊക്കെ അള്ളാഹു അള്ളാഹു അത് കെടുത്തി കളഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു യുദ്ധം തുടങ്ങിയതിന്റെ മുമ്പ് ഒരു തീ കത്തിക്കുന്നു. അതിന്റെ മുന്നോടിയായിട്ട് തീ കത്തിച്ചത് അല്ല. അത് എന്തെങ്കിലും ഞാറ്, അതായത് പണ്ട് രാജ്യം വമ്പിച്ച വില കൊടുക്കേണ്ടി വരുന്ന ഒരാളാണ്. ഹൗ മച്ച് കഴിച്ചൊരാൾ എത്ര കൊടുക്കാൻ? ഇതുപോലെ ഞങ്ങളെ ഗവൺമെന്റ് ഭാഷയല്ല വന്നത്. രാജ്യം അതിന് വമ്പിച്ച വില പേ ചെയ്യേണ്ടി വരുന്നതാണ് ഇംഗ്ലീഷുകാര് ഒരാൾ. അപ്പോൾ കേട്ടാൽ ഹൗ മച്ച് എത്ര കൊടുക്കണം വെച്ച് 1 കോടി കൊടുത്താൽ മതി. ഈ കോലത്തിനാണ് നാടകം തീറ്റുന്നതാണ്. അള്ളാഹ് സാഹിത്യം ഉപയോഗിക്കാനേ പറ്റില്ല. അള്ളാഹ് പറ്റി തന്നെ പറയുന്നത്. അല്ലേ പറ്റിയേ പറ്റൂല, ഇവന് പറ്റും. ഇവന്റെ അത്രയും കൂടി സാഹിത്യം അള്ളാഹ് പറ്റില്ല. എന്താ അതൊക്കെ നിങ്ങൾക്ക് എന്താ ഞങ്ങളോട് പറഞ്ഞത്? ഉടൻ അത്രമാത്രം ഉടൻ ഭയങ്കര സാഹിത്യമാണെന്ന് പറയും ചെയ്യുന്നത്. ഇവിടെ തീയും തന്നെ തീയുന്നു, വിളക്ക് തന്നെ വിളക്കുന്നു. നബി വളക്കാൻ തന്നെ വളക്കുന്നു. നിലവില്ല, നബിക്ക് നിലവില്ല, ട്യൂബിലേക്കാണ്. ഖുർആനിൽ ഇറാഖ് മുനികളാണ് നബി വളക്കാൻ ആയിക്കോട്ടെ, മറ്റ് ട്യൂബിലേക്കാണ്. അങ്ങനെ മനസ്സിലാക്കുന്ന ഒരു തർക്കിക്കാനൊന്നും പോകേണ്ടത്. അതിനൊന്നും അതിനെ ഒഴിവുണ്ടാവുന്നത്. ഇത് ഒരാൾക്കെങ്കിലും ഒരു കേട്ട് മനസ്സിലാക്കണമെങ്കിൽ മനസ്സിലാക്കട്ടെ. ആ മനുഷ്യനൊരു പുതിയ മനുഷ്യനായിട്ട് വരും. അതറിയുമെങ്കിൽ ഇതൊന്നും മനസ്സിലാക്കില്ല. അവന് മോചനെ കാണുമ്പോൾ വരക്കൂല. മോചനം അതെ ഹിന്ദു സന്യാസിയെ കണ്ട ഓന് ദേഷ്യമില്ല, വളരെ തന്റെ സഹോദരൻ. പക്ഷെ വേറെ റൂട്ടിലൂടെ പോകുന്നത് വേറെ പ്രശ്നമില്ല. ഒരാളെ കാണുമ്പോഴത്തിന് കൈ വരില്ല, പക വരില്ല, അനേക ചൂഷണമില്ല, വിദ്വേഷമില്ല. സുഖമായിട്ട് ഒരു പായ വെച്ച് നീണ്ടു നിവർന്ന് വൈകുന്നേരം കടന്നിറങ്ങാം. ആരോട് പ്രശ്നമില്ല. ഈ അല്ല പിന്നെ എഴുതുന്നത് കൊണ്ട് സമാധാനമായിട്ട് ഒരു പ്രശ്നമില്ല. അയൽവാസിയോട് പ്രശ്നമില്ല. എന്താ ഒരു മനസ്സിനൊക്കെ എത്തിപ്പെട്ടോ നമുക്ക് അതിന്റെ സുഖമില്ല. അതുകൊണ്ടാണ് യാത്രയിലൊക്കെ പറയുന്നത്, എന്റെ കൗമം ഇതൊന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ സ്വർഗത്തിലെത്തിയവരാണ്. ആൾക്കാർ പഠനം മരിച്ചിട്ട് അപ്പൊ തന്നെ സ്വർഗത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് അവിടെ ചെന്നിട്ട് പറയാണ്, ഞാനേക്ക കൗമി ഏകം എന്റെ ഈ കൗമ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മരിച്ചേക്കോ സ്വർഗത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഓൻ മരിച്ചിട്ടില്ലേ? അവന്റെ അടുത്ത് തന്നെയുള്ള ഒരു ദൂതൻ വന്ന് പറഞ്ഞതാണ്. അവൻ ചോദിച്ചു, ഞാൻ ഈ വ്യവസ്ഥ അനുസരിച്ച് ജീവിച്ചാൽ എനിക്ക് എന്ത് കിട്ടും? നീ സ്വർഗത്തിൽ കടന്നോടോ, നീ സ്വർഗത്തിൽ കടന്നോ. അപ്പോഴാണ് അവന്റെ ആത്മകഥം. അവൻ അവിടെ എത്തി. ഈ ലോകത്തെ സ്വർഗത്തിൽ അവൻ എത്തിക്കഴിഞ്ഞു. അപ്പോഴാണ് അവന്റെ ആത്മകഥം. ഞാൻ ഏക കൗമിയാലമോ, ഇവിടെ എത്തിയാലുണ്ടാകുന്ന ഈ ഗുണം എന്റെ ഈ കൗമ അറിഞ്ഞിരുന്നു. വെറുതെ രാവും പകലും അവനോട് പക, അവനനാവശ്യം, ഇവനനാവശ്യം, അവൻ തോന്നാൻ നിൽക്കുക, ചേർക്കാൻ നിൽക്കുക, അയലോകത്തിൽ നിന്ന് മാറാൻ നിൽക്കുക. അവിടെ പറഞ്ഞത് കുറ്റം കുറ്റം, ഇവിടെ പറഞ്ഞത് കുറ്റം, മറ്റേ കാസറാക്കി ഇങ്ങനെ കാസറാക്കി വൈകുന്നേരം വരെ അനാവശ്യമായി കഴിഞ്ഞാൽ മൈക്കൊക്കെ ഓഫാക്കി കടന്നു ചിന്തിക്കൂലേ? എന്തിനാണ് ഞാൻ എന്റെ ഉസ്താദിനെ പറഞ്ഞത്? കാസറാക്കിയത് അയാളെ സ്വർഗം നരകത്തിൽ കാഴ്ചത്. ഒരാത്മകൾ ഇത് ആരും പറഞ്ഞു, കുറച്ച് പ്രത്യശാസ്ത്രങ്ങൾ പറഞ്ഞു, ഉടൻ പറഞ്ഞു. വേണ്ടവർ എടുക്കട്ടെ, വേണ്ടവർ നമുക്ക് സുഖമായി ഇതിന്റെ കുടിയിൽ പോയിലേക്ക് നീണ്ടു നിവർന്ന് കടന്നാണ്. കുറച്ച് മനുഷ്യന് പറ്റിയ കുറച്ച് വിജ്ഞാനങ്ങൾ പറഞ്ഞു. ഇത്രയോട് കിട്ടിക്കോട്ടെ, ഇട്ടോടെ എടുത്തോട്ടെ, എടുക്കേണ്ടാത്തോടെ എടുക്കണ്ട. എന്നാൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല. ആരെയും കഴിയുന്നതും വേദനിപ്പിക്കാതെ പറയാൻ ശ്രമിച്ചു. ഒരു പ്രശ്നമില്ല. ഇതെന്ന് അതാണോ നമ്മള്? അപ്പൊ അതാണ് എവിടെ ഞാൻ പോകുന്നത്? അവര് അള്ളാഹു എന്ന് പറഞ്ഞാൽ അതാണ് ദൈവികമായ ഒരു വ്യവസ്ഥിതിയാണ്. അത് അള്ളാഹ്ക്ക് കടം കൊടുക്കാൻ പറഞ്ഞാൽ അള്ളാഹിൻ ആൻസർക്ക് ദൈവത്തെ നിങ്ങൾ സഹായിക്കുന്നു പറഞ്ഞാൽ എത്ര കൊടുക്കണം? മറ്റേ ഞാനാ പറഞ്ഞ ഇംഗ്ലീഷ് തൊഴിലാണെങ്കിൽ അത് കേട്ട ആളാണ് ഹൗ മച്ച്, എത്ര അള്ളാഹ്ക്ക് കൊടുക്കണമെന്ന് ചോദിക്കും. അള്ളാഹ്ക്കൊന്നും കൊടുക്കണ്ട. അവന്റെ വ്യവസ്ഥിതി ഇവിടെ നടപ്പാക്കാൻ നിങ്ങൾക്ക് ചെയ്യാവുന്ന സഹായങ്ങൾ ചെയ്താൽ മതി. അള്ളാഹിനോട് യുദ്ധം ചെയ്യാന്ന് പറഞ്ഞാൽ ഒരായത്തുണ്ട്. ഒരായുധം തോക്കും വാളും പൈസയൊക്കെ തരും. ഞാൻ എവിടെക്കാം? ഞാൻ അള്ളാഹിനോടൊന്ന് യുദ്ധം ചെയ്തിട്ട് വരട്ടെ. യുദ്ധം ചെയ്യാൻ കഴിയും? അപ്പൊ ദൈവം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിലെ ഒരു വ്യവസ്ഥിതിയാണ്. അത് ലേശങ്ങൾക്ക് പറയാതെ നിങ്ങൾക്ക് മുന്നോട്ട് ആയിട്ട് പോകാൻ കഴിയില്ല. അപ്പൊ അള്ളാഹിനെ എന്താ ചതിക്കുക എന്നാ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് അത് ചതി മനസ്സിലാണെങ്കിൽ ഇത് ലേശം അറിയാതെ അള്ളാഹിനെ ചതിക്കും. ഇവനാരാ മുതലേ? അള്ളാഹിനെ ചതിക്കാൻ മാത്രം ഇവൻ വലുതായിട്ടുണ്ടോ? യുഹാദികളാഹ, അവൻ ദൈവിക വ്യവസ്ഥിതിയോട് വഞ്ചനയാണ് കാണിക്കുന്നത്, ചതിയാണ് കാണിക്കുന്നത്. അതാ പറയുന്നത്. പക്ഷെ അള്ള പറയാം, ദൈവിക വ്യവസ്ഥിതി അല്ല അവൻ ചതിക്കുന്നത്, അവനെ തന്നെയാണ്, അവന്റെ സൊസൈറ്റിയെ തന്നെയാണ് അവൻ ചതിക്കുന്നത്. പക്ഷെ അതവൻ അറിയുന്നില്ല. അതിന്റെ റിട്ടേൺസ് ഇവനെന്നെ വരും.
അതിന്റെ തിക്തഫലം ഈ ആളിലേക്ക് തന്നെ തിരിച്ചടിക്കും, ബൂമറാങ്ങായിട്ട് തിരിച്ചടിക്കും. അത് നമ്മൾ അറിയാനിട്ടാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞത് തിരിച്ചു വരും. അത് നമുക്ക് വന്നില്ലെങ്കിൽ നമ്മളെ കുട്ടികൾക്ക് വരും. നമുക്ക് വന്നില്ലാന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ രക്ഷപ്പെടും. ഈ രാജ്യത്ത് നിങ്ങൾ കലാപം സൃഷ്ടിച്ചാൽ എന്താ അതിന്റെ ഫലം നിങ്ങൾക്കറിയോ? ഞങ്ങളൊക്കെ ചിലപ്പോൾ ഇങ്ങനെ മണ്ണടിയും. പക്ഷേ അടുത്ത തലമുറകളെ വെട്ടി മരിക്കും. നിങ്ങൾ നിങ്ങളുടെ മക്കളോട് ചെയ്യുന്ന അനീതിയാണത്. നിങ്ങൾ നിങ്ങളുടെ മക്കളോട് ചെയ്യുന്ന, നാം നമ്മുടെ മക്കളോട് ചെയ്യുന്ന അനീതിയാണ് അവര്. ഇത് സ്വൈരമായി ഒരു ജനത ഇവിടെ ജീവിക്കണം. അതിന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നാണ് എന്റെ ചോദ്യം. സ്വൈരമായി വെട്ടിമരിക്കാതെ പരസ്പരം ശത്രുതയില്ലാതെ സ്നേഹത്തിൽ കഴിയുന്ന ഒരു ജനത ജീവിക്കുന്ന രാജ്യത്ത് നമ്മുടെ മക്കൾ ജീവിക്കണമെന്ന് താല്പര്യമുണ്ടോ? നിങ്ങൾ വിചാരിക്കുന്നുണ്ട് അള്ളാനോട് ചതി, ഞാൻ അള്ളാനോട് തോൽക്കും. അള്ളാനല്ല, ദൈവിക വ്യവസ്ഥയോട് നിങ്ങൾ വഞ്ചന കാണിച്ച് നിങ്ങളുടെ സ്വയം താല്പര്യങ്ങൾക്കനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ അത് നിങ്ങളോട് തന്നെയാണ് നിങ്ങൾ ചതി കാണിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് അതിന്റെ കാര്യങ്ങളെ നിങ്ങൾ തിരിച്ചറിയുന്നില്ല. ഞാൻ അവസാനിപ്പിക്കുന്നത്